ഫസ്റ്റ് നമുക്ക് രണ്ട് മൂന്ന് പോയിന്റ്സ് ചെയ്താൽ എന്നിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. Capital budgeting analysis only considers capital budgeting analysis only considers incremental cash flows. Incremental എന്ന് വെച്ചാൽ additional. Incremental cash flows from an investment. Project apostrophe is project's cash flow consists of cash inflows and cash outflows. The costs are denoted as cash outflow. The benefit are denoted as cash inflow. 3 point. 4 point. Capital budgeting analysis only considers incremental cash flows from an investment. Project's cash flows consist of cash inflows and cash outflows. The costs are denoted as cash outflow. The benefit are denoted as cash inflow. ഓരോ കോൺസെപ്റ്റ് ഒന്നുമില്ല, സിമ്പിൾ പോയിന്റ്സ് ആണ്. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് അനാലിസിസ്, നമ്മൾ എസ്റ്റിമേഷൻ ഓഫ് ക്യാഷ് ഫ്ലോസിൽ നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെന്റിൽ നിന്നുമുള്ള, അതായത് ഒരു ഇൻവെസ്റ്റ്മെന്റിൽ നിന്നുള്ള ഇൻക്രിമെന്റൽ ക്യാഷ് ഫ്ലോസെ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഇൻക്രിമെന്റൽ എന്ന് പറഞ്ഞാൽ അഡീഷണൽ എന്ന് പറഞ്ഞൊരു മീനിങ് ആണ്. ഓക്കെ. പ്രോജക്ട്സ് ക്യാഷ് ഫ്ലോസ് കൺസിസ്റ്റ് ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് ആൻഡ് ക്യാഷ് ഫ്ലോസ്. ഒന്നെങ്കിൽ ക്യാഷ് ഇൻഫ്ലോസ് ആയിരിക്കും അല്ലെങ്കിൽ ക്യാഷ് ഔട്ട്ഫ്ലോസ് ആയിരിക്കും അല്ലെ. ദി കോസ്റ്റ് ആർ ഡിനോട്ടഡ് ആസ് ക്യാഷ് ഔട്ട്ഫ്ലോ. നമ്മുടെ ക്യാഷ് ഔട്ട്ഫ്ലോ, നമുക്ക് അറിയാവുന്ന ഏക ഒരു ക്യാഷ് ഔട്ട്ഫ്ലോ എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ആണ്. അത് നമ്മളൊരു കോസ്റ്റ് ആണ്. ഈ പ്രോജക്റ്റിലേക്ക് നമ്മൾ ഇറക്കേണ്ടി വരുന്ന ഒരു ചെലവാണ്, നമ്മുടെ കയ്യിൽ നിന്ന് പോകണമെന്നുണ്ട് അല്ലെ. അത് ക്യാഷ് ഔട്ട്ഫ്ലോ ആണ്. പിന്നെ ബെനിഫിറ്റ് ആർ ഡിനോട്ടഡ് ആസ് ക്യാഷ് ഇൻഫ്ലോ. ആ പ്രൊജക്റ്റിൽ നിന്നും നമുക്ക് കിട്ടാൻ പോകുന്ന ബെനിഫിറ്റ്സ് പറഞ്ഞാൽ ഓരോ ഇയറിലെ ക്യാഷ് ഫ്ലോസ് ആണ്. ഇയർ 1, ഇയർ 2 എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ക്യാഷ് ഫ്ലോസ് കിട്ടും. അതാണ് നമ്മുടെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. സോ ഒന്നെങ്കിൽ ക്യാഷ് ഔട്ട്ഫ്ലോ അല്ലെങ്കിൽ ക്യാഷ് ഇൻഫ്ലോ. ഈ ക്യാഷ് ഫ്ലോസ് ആണ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഞാൻ ഏതൊക്കെ ടൈപ്സ് ഓഫ് ക്യാഷ് ഫ്ലോസ് ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ എസ്റ്റിമേറ്റ് ചെയ്യാൻ പോകുന്നത് ഞാൻ ലിസ്റ്റ് ചെയ്യാം. ടൈപ്സ് ഓഫ് ക്യാഷ് ഫ്ലോസ്. അതിന് മുന്നേ ആ സൈഡിൽ നിങ്ങൾക്ക് മൈൻഡിൽ ഉണ്ടാവേണ്ട ഒരു ചെറിയൊരു എക്സാമ്പിൾ കൂടെ എന്താ. ആ പോയിന്റ് എഴുതിയായിരുന്നില്ലേ? ആരാടാ? യെസ് സർ, എഴുതി. ഓക്കെ. ഓക്കെ, ഞാൻ സൈഡിൽ ഒരു എക്സാമ്പിൾ ചെയ്തിട്ടുണ്ട്. ഒരു പ്രൊജക്ടിന്റെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്യാഷ് ഫ്ലോസിന്റെ ഒരു ലിസ്റ്റ് ആണ് അവിടെ. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് 1 lakh ആണ്. നമുക്ക് കിട്ടാൻ പോകുന്നത് ഇതാണ് നമ്മുടെ കോസ്റ്റ്. ഓക്കെ. ഇതിൽ നമ്മളെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഓരോ വർഷം ഇയർ 1 മുതൽ 5 വരെ അസ്യൂം ചെയ്യാം ഇതൊരു മെഷീനാണ്. ഇയർ 1 മുതൽ 5 വരെ 5 വർഷമാണ് മെഷീൻ യൂസ് ചെയ്യാൻ പറ്റുക. ഓരോ വർഷത്തിലും
നമുക്ക് കിട്ടാൻ പോണ ക്യാഷ് ഫ്ലോസ് ഇത്രയൊക്കെയാണ്: 20,000, 30,000, 40,000, 50,000, 60,000. ഓക്കെ, ഇനി ഈ ക്യാഷ് ഫ്ലോസ് ഞാൻ ഒരു 3 കാറ്റഗറി ആക്കി ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, ഫസ്റ്റ് ഒബ്വിയസ്ലി നമുക്കറിയാം നമ്മുടെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇനീഷ്യൽ ക്യാഷ് ഔട്ട്ഫ്ലോ. ആ ഒരു പേരും കൂടി വിളിച്ചു, ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഓർ ഇനീഷ്യൽ ക്യാഷ് ഔട്ട്ഫ്ലോ. ഓക്കെ, സോ ഫസ്റ്റത്തെ ആ ഒരു ക്യാഷ് ഫ്ലോ നമ്മുടെ ഈ 1 lakh നമ്മൾ പരിഗണിച്ചു. ഓക്കെ, ഇനിയുള്ളത് നമ്മൾ ഇയർ 1 മുതൽ ഇയർ 5 വരെയുള്ള ക്യാഷ് ഫ്ലോ ആണ്. ഓക്കെ, നമ്മൾ ആ ഒരു ജ്യൂസ് മാനുഫാക്ചർ ചെയ്യാനുള്ള മെഷീനാണ് അസ്യൂം ചെയ്താൽ മതി. ആ ഒരു ജ്യൂസ് പർച്ചേസ് ചെയ്തു, 1 lakh കൊടുത്തിട്ടാണ് അത് പർച്ചേസ് ചെയ്തത്. അതിന് വേണ്ടിയിട്ടുള്ള ടോട്ടൽ നമ്മളെ കയ്യിൽ നിന്ന് പോയ ക്യാഷ് എന്ന് പറഞ്ഞാൽ 1 lakh ആണ്. സോ അതിൽ നിന്ന് 5 വർഷം കൊണ്ടാണ് നമുക്ക് ബെനിഫിറ്റ് കിട്ടാൻ പോകുന്നത്. സോ ഈ 5 വർഷം കൊണ്ട് കുറെ ക്യാഷ് ഫ്ലോ കിട്ടും. സോ ഇതാ ഈ 20,000, 30,000, 40,000, 50,000, 60,000 ഈ ഇയർ 1 മുതൽ 5 വരെയുള്ള എല്ലാ ക്യാഷ് ഫ്ലോസും ഞാൻ പേര് വിളിക്കുകയാണ് ഇന്ററിം ക്യാഷ്. ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കാൻ പോകുന്ന പേരുകളാണ് ഇന്ററിം ക്യാഷ്. എന്താണ് ഇന്റർ എന്നുള്ള വാക്കിന്റെ അർത്ഥം ആരാധന? ഇന്റർ ആ ഇന്റർ എന്ന് പറഞ്ഞാല് നടുക്ക് അല്ലെ? സി എ ഇന്റർ എന്ന് കേട്ടില്ലേ? അതായത് സി എ ഫൗണ്ടേഷൻ, അത് കഴിഞ്ഞിട്ട് ഇന്റർ, അത് കഴിഞ്ഞിട്ട് ഫൈനൽ അല്ലെ? സോ ഈ ഫൗണ്ടേഷന്റെയും ഫൈനലിന്റെയും നടുക്കുള്ളതാണ് ഇന്റർ. ഓക്കെ, മിഡിലായിട്ട്, അതുകൊണ്ടാണ് അതിന് ഇന്റർ എന്ന് വിളിച്ചത്. അത് നമ്മൾ നോക്കണ്ട, ഞാൻ ജസ്റ്റ് പറഞ്ഞതാണ്. സോ ഈ ഇന്ററിം ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രൊജക്റ്റിൽ നിന്നും കിട്ടാൻ പോകുന്ന ക്യാഷ് ഫ്ലോസ്. ഇയർ 1 മുതൽ 5 വരെയാണ് നമ്മുടെ പ്രൊജക്ടിന്റെ ലൈഫ് എന്നുണ്ടെങ്കിൽ ഇയർ 1 മുതൽ 5 വരെ കിട്ടാൻ പോകുന്ന എല്ലാ ക്യാഷ് ഫ്ലോസിനെയും ഞാൻ എന്ത് വിളിച്ചു? ഇന്ററിം ക്യാഷ് ഫ്ലോ എന്ന് വിളിച്ചു. പിന്നെന്തിനാണ് മൂന്നാമത്തെ ഒരു ക്യാഷ് ഫ്ലോ? മൊത്തം കഴിഞ്ഞില്ലേ? ടൈപ്സ് ഓഫ് ക്യാഷ് ഫ്ലോസിൽ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഓർ ഇനീഷ്യൽ ക്യാഷ് ഫ്ലോ ഇതാണ് ഈ 1 lakh അല്ലെ? പിന്നെ ഈ ഇന്ററിം ക്യാഷ് ഫ്ലോ ഈ ഇയർ 1ലും ഇയർ 2ലും 3ലും 4ലും 5 വരെയുള്ള എല്ലാ ക്യാഷ് ഫ്ലോസിനെയും ഞാൻ കോമൺ ആയിട്ട് ഒരു പേര് വിളിച്ചു, ഇതാണ് ഇന്ററിം ക്യാഷ് ഫ്ലോ. ഓക്കെ, ഇനി ഒറ്റ ഒരു ക്യാഷ് ഫ്ലോ കൂടി ഉണ്ട്. ശ്രദ്ധിച്ചോ? എങ്ങനെ ഈ ഓരോ ഇയറിലെ ക്യാഷ് ഫ്ലോയിലേക്ക് എത്തി? ഇയർ 1 ഫോർ എക്സാമ്പിൾ ഞാനിതാ പുതിയ ടെക്നോളജിയുള്ള ഒരു ജ്യൂസ് മാനുഫാക്ചറിന്റെ ഒരു പുതിയ യൂണിറ്റിന് വേണ്ടിയിട്ട് ഒരു അഡ്വാൻസ്ഡ് ടെക്നോളജിയുള്ള ഒരു മെഷീൻ പർച്ചേസ് ചെയ്തു. ഇയർ 1 ഞാൻ സെയിൽസ് ഉണ്ടാക്കുന്നു, അതിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് ലെസ് ചെയ്യുന്നു അല്ലെ? ഞാൻ ഒരുപാട് അഡീഷണൽ സെയിൽസ് വാങ്ങുന്നു. ആ ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കുറെ കോസ്റ്റ് വരും. ഓറഞ്ച്, ഷുഗർ, വാട്ടറിനെ വേണ്ടി ഒരുപാട് കോസ്റ്റ് വരും. പിന്നെ അത് വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി റെന്റ്, ഇലക്ട്രിസിറ്റി, ഒരുപാട് കോസ്റ്റ് വരും. അങ്ങനെ നമുക്ക് കിട്ടുന്ന അഡീഷണൽ റവന്യൂവിൽ നിന്നും നമ്മൾ അഡീഷണൽ കോസ്റ്റ് ലെസ് ചെയ്താൽ നമുക്ക് നെറ്റ് കുറച്ച് ക്യാഷ് കിട്ടും. അതാണ് ഈ 20,000. ഇയർ 2 ഞാൻ ഓപ്പറേഷൻസ് നടത്തി. ഓപ്പറേഷൻസ് നടത്തുക മീൻസ് ഞാൻ സെയിൽസ് നടത്തി കോസ്റ്റ് കുറച്ച് ആ ഒരു ഓപ്പറേഷൻ, ആ മെഷീനിൽ നിന്നും ഞാൻ ഓപ്പറേറ്റ് ചെയ്ത് ഉണ്ടാക്കിയ ക്യാഷ് ആണ് ഈ 20,000, 30,000, 40,000, 50,000, 60,000. ഈ 5 ഇയറിലെ ക്യാഷ് ഫ്ലോനെയും ഞാൻ കോമൺ ആയിട്ട് ഇന്റർ ക്യാഷ് ഫ്ലോ എന്ന് വിളിച്ചു. ഓക്കെ, സോ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് കഴിഞ്ഞ് ഈ എല്ലാ ക്യാഷ് ഫ്ലോയും കഴിഞ്ഞു. പിന്നെ എന്തിനാ ഈ മൂന്നാമത്തെ ഒരു ക്യാഷ് ഫ്ലോ? എന്തുകൊണ്ടായിരിക്കും? മുബഷിറ, ടെക്സ്റ്റ് വായിച്ച എന്തെങ്കിലും? മുബഷിറ, വർക്കിംഗ് ക്യാപിറ്റൽ ഇതിൽ വരും. അതൊക്കെ കിടക്കട്ടെ, അതൊക്കെ അതിന്റെ ഉള്ളിലാണ്. നമ്മൾ അതിന്റെ പുറമേ ജസ്റ്റ് നോക്ക്, പേര് മാത്രം. ഓക്കെ, ഞാൻ പറയാം. ഇതാ ഇയർ 1 സെയിൽസ് സംഭവിക്കുന്നുണ്ട്, കോസ്റ്റ് വരുന്നുണ്ട്, അവസാനം നമ്മൾ നെറ്റ് ആയിട്ട് കുറച്ച് ക്യാഷ് ബെനിഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഇയർ 2ലും സെയിം ആണ്, ഇയർ 3ലും സെയിം ആണ്, ഇയർ 4ലും സെയിം ആണ്, ഇയർ 5ലും സെയിം ഓപ്പറേഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്. ഈ ഇയർ 5 ഒരു ഇന്ററിം ക്യാഷ് ഫ്ലോ എന്ന് വേണം നമുക്ക് പറയാം. പക്ഷെ ഈ ഇയർ 5ന് ഒരു പ്രത്യേകത ഉണ്ട്. അതിന് വേറൊരു പേര് കൂടി ഞാൻ വിളിക്കുകയാണ് ടെർമിനൽ ക്യാഷ് ഫ്ലോ. ടെർമിനൽ ക്യാഷ് ഫ്ലോ ഓർ ഫൈനൽ ഇയർ ക്യാഷ് ഫ്ലോ. ഇയർ 1 മുതൽ 5 വരെയുള്ള സെയിം പരിപാടികളല്ലേ? സെയിൽസ് നടത്തുന്നു, അല്ല ഒരുപാട് അഡീഷണൽ സെയിൽസ് ഉണ്ടാക്കുന്നു, അഡീഷണൽ കോസ്റ്റുകളൊക്കെ ലെസ് ചെയ്യുന്നു.
അല്ലെ? പിന്നെ എന്തിനാണ് ഞാൻ ഇയർ 5 ഇന്ററിം ക്യാഷ് ഫ്ലോന്നും ടെർമിനൽ ക്യാഷ് ഫ്ലോന്നും വിളിച്ചത്? എന്തിനായിരിക്കും? എന്തെങ്കിലും ഗസ് ഉണ്ടോ? എന്താ ലാസ്റ്റ് ഇയറിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? എന്താ ഞാൻ പറഞ്ഞത് ഇയർ 1 മുതൽ ഇയർ 5 വരെ ഞാൻ ഇയർ 1 മുതലുള്ള എല്ലാ 5 വർഷത്തെ ക്യാഷ് ഫ്ലോസിന് ഞാൻ ഇന്ററിം ക്യാഷ് ഫ്ലോസ് എന്ന് വിളിച്ചു. ഓക്കെ, ഇതാ പിന്നെ ഞാൻ ഈ തേർഡ് എന്ന് പറഞ്ഞ ഏരിയയിൽ ഇതാ ഫൈനൽ ഇയർ ക്യാഷ് ഫ്ലോ. ഈ പ്രൊജക്ടിന്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ 5 വർഷം. 5 വർഷമാണ് ഈ മെഷീൻ യൂസ് ചെയ്യാൻ പറ്റുക അല്ലെ? 5 വർഷമാണെങ്കിൽ ഇതാ ഫിഫ്ത് ഇയറിലെ ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞാൽ 60,000. ഈ 60,000 നമ്മൾ ഉണ്ടാക്കിയ സെയിൽസ് നമ്മൾ കോസ്റ്റ് ഒക്കെ ലെസ് ചെയ്തിട്ടുള്ള ഒരു ക്യാഷ് ഫ്ലോ ഉണ്ടോ? ഓക്കെ, അതിന് പുറമെ എക്സ്ട്രാ കുറച്ച് കാര്യങ്ങളോട് ആ ഇയർ 5 സംഭവിക്കുന്നുണ്ട്. ഓക്കെ, അതായത് നമുക്ക് 5 വർഷേ ആ മെഷീൻ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. 5 വർഷം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് അടുത്ത വർഷത്തേക്ക് വേണമെങ്കിൽ അടുത്ത മെഷീൻ പോയി വാങ്ങേണ്ടി വരും. ഓക്കെ, 5 വർഷം കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടാവുന്ന പ്രൊഡക്ടിവിറ്റി അവസാനിച്ചു. ഇനി ആ മെഷീൻ കൊണ്ട് ഉപകാരമില്ല. അതിൽ നിന്ന് നമുക്ക് ജ്യൂസ് അടിക്കാൻ പറ്റില്ല. സോ അടുത്ത വർഷത്തെ ഇയർ 6ലേക്ക് നമ്മൾ വേറെ മെഷീൻ പർച്ചേസ് ചെയ്യേണ്ടി വരും. സോ ഇയർ 5 കഴിഞ്ഞാൽ ആ മെഷീനോട് നമുക്ക് ഒരു ഉപകാരമില്ല. ഓക്കെ, സോ അത് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഫാക്ടറിയിൽ അത് ഉണ്ട്. ഓക്കെ, ആ സ്പേസ് ക്ലിയർ ചെയ്യണ്ടേ? വെറുതെ അത് വെക്കണേൽ അർത്ഥമില്ലല്ലോ. സോ അത് നമുക്ക് എന്ത് ചെയ്യാം? ആർക്കെങ്കിലും കൊണ്ടുപോയി വിൽക്കാം. ഓക്കെ, അപ്പം ഒരു സാൽവേജ് വാല്യൂ കിട്ടും അല്ലെ? ഇനി നമ്മള് സാൽവേജ് വാല്യൂ കിട്ടും. ഓക്കെ, നമ്മൾ മേ ബി ഈ 1 lakh കൊടുത്ത് 1 lakhന് ഞാൻ മേടിച്ച ഈ ഒരു അസറ്റ് ഞാൻ ഒരു 30,000 രൂപക്കാണ് അവസാന വർഷം വിറ്റത്. അപ്പൊ എനിക്ക് ചിലപ്പോൾ ലാഭമായിരിക്കും, ചിലപ്പോൾ നഷ്ടമായിരിക്കും. ലാഭമാണെങ്കിൽ ഞാൻ ടാക്സ് കൊടുക്കേണ്ടി വരും. അതൊക്കെ 2 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ പഠിക്കുള്ളൂ. ഞാൻ റഫായിട്ട് പറഞ്ഞുതരാണ് എന്തുകൊണ്ടാണ് ഈ ഇയർ 5 60,000 ഞാൻ ഇന്ററിം ക്യാഷ് ഫ്ലോ ടെർമിനൽ ക്യാഷ് ഫ്ലോ എന്ന് വിളിക്കുന്നതിന്റെ റീസൺ ആണ് പറയുന്നത്. സോ ഫോർ എക്സാമ്പിൾ ഇയർ 5 നമുക്ക് നമ്മൾ ഓപ്പറേഷൻസിലൂടെ ഉണ്ടാക്കിയ ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞാൽ 40,000 ആണെങ്കിൽ ആ ഇയർ 5 40,000 കുറച്ച് അഡ്ജസ്റ്റ്മെന്റ്സ് ചെയ്താൽ ഇതാ ഇപ്പം ഇന്ററിം ക്യാഷ് ഫ്ലോ ആണ് അസ്യൂം ചെയ്യുക. ഇതാ ഞാൻ സെയിൽസ് ഉണ്ടാക്കി അതിന് കോസ്റ്റ് ഒക്കെ ലെസ് ചെയ്തപ്പോൾ ഞാൻ ഓപ്പറേഷൻസിലൂടെ നേടിയെടുത്ത ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞാൽ ഈ 40,000 ആണെങ്കിൽ അതിലേക്ക് എനിക്ക് സാൽവേജ് വാല്യൂ ആയിട്ട് കിട്ടിയ എമൗണ്ട് അത് ഒരു പൈസ അങ്ങോട്ട് കിട്ടുകയാണ്, ഇൻഫ്ലോ ആണ്. അത് ഞാൻ ആഡ് ചെയ്യണം. ഇനി ഈ ഒരു മെഷീൻ എന്റെ ഫാക്ടറിയിൽ നിന്നും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇൻസ്റ്റാളേഷൻ ചാർജ് എന്ന് പറഞ്ഞ ഫണ്ട് കൊടുത്തായിരുന്നു. ഓക്കെ, ഇൻസ്റ്റാൾ ചെയ്യാൻ ഫണ്ട് ആളെ വിളിച്ചായിരുന്നു. അതുപോലെ തന്നെ അത് ഫിറ്റ് ചെയ്ത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ലേബേഴ്സിനെ വിളിച്ചാൽ അവർക്ക് കാശ് കൊടുക്കേണ്ടി വരും. ഇനി അതല്ല, എന്റെ ഫാക്ടറിയിൽ നിന്നും എവിടേക്കാണോ കൊണ്ട് തള്ളേണ്ടത് അവിടേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് അങ്ങോട്ട് തിരിച്ചു കൊടുക്കേണ്ടി വരും. അതൊക്കെ എന്റെ കൈമന്ന് പോകുന്ന ഒരു എമൗണ്ടാണ്. സോ അതൊക്കെ ഞാൻ ലെസ് ചെയ്യേണ്ടി വരും. സോ ഈ ഫിഫ്ത് ഇയറിലെ ലാസ്റ്റ് ഇയറിലെ ക്യാഷ് ഫ്ലോനെ കുറച്ച് അഡ്ജസ്റ്റ്മെന്റ്സ് ചെയ്താലാണ് ഈ ടെർമിനൽ ക്യാഷ് ഫ്ലോയിലേക്ക് എത്തുക. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. എന്തുകൊണ്ടാണ് ഈ ഇന്ററിം ക്യാഷ് ഫ്ലോ ടെർമിനൽ ക്യാഷ് ഫ്ലോ ഡിഫറൻസ് റഫായിട്ട് എന്ന് പറഞ്ഞാണ്. അതായത് ഈ ഇയർ 1 മുതൽ 5 വരെയുള്ള എല്ലാ സംഗതിയും സെയിമാണ്. കാരണം സെയിൽസ് നടത്തുന്നു, അതിന് ക്യാഷ് കിട്ടുന്നു. ഓക്കെ, പക്ഷെ എന്തുകൊണ്ട് ഇയർ 5 ക്യാഷ് ഫ്ലോ, അതായത് ഈ കേസിൽ ഈ 60,000 ഞാൻ 2 പേരിട്ട് വിളിച്ചതെന്ന കാരണം എന്ന് വെച്ചാൽ ആ 60,000 എങ്ങനെയാ വന്നത്? ആ 60,000 ആദ്യം നമ്മൾ ഓപ്പറേഷൻസിലൂടെ ഉണ്ടാക്കിയ ഒരു ക്യാഷ് ഫ്ലോ അതിലേക്ക് കുറച്ച് അഡ്ജസ്റ്റ്മെന്റ്സ് വന്നപ്പോഴാണ് ഇതാ ആദ്യം ഇന്ററിം ക്യാഷ് ഫ്ലോയിലായിരുന്നു ഇയർ 5 ഞാൻ എത്രയാണോ ഇന്ററിം ക്യാഷ് ഫ്ലോ ഉണ്ടാക്കിയത് അതിലേക്ക് കുറച്ച് അഡ്ജസ്റ്റ്മെന്റ്സ് വന്നാൽ നമുക്ക് ഇന്ററിം ക്യാഷ് ഫ്ലോയിൽ നിന്നും ഇതാ ഈ ടെർമിനൽ ക്യാഷ് ഫ്ലോയിലേക്ക് കൺവേർട്ട് ചെയ്യാം. അത് എങ്ങനെ മാറുന്നത് വെച്ചാൽ ഇതിലേക്ക് കുറച്ച് അഡ്ജസ്റ്റ്മെന്റ്സ് കൂടി വരും. ഈ ഇയർ 1 മുതൽ 4 വരെ ഇല്ലാത്ത കുറച്ച് കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് മേ ബി ഈ ഇയർ 5 വരാനുണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സോ ദാ ഈ ഇയർ 1 2 3 4 5 ഈ 5 വർഷത്തെ ക്യാഷ് ഫ്ലോയിൽ ഈ ഇയർ 1 മുതൽ 5 വർഷത്തിലെ എല്ലാ ക്യാഷ് ഫ്ലോയിലും ഞാൻ കോമൺ ആയിട്ട് ഇതാ ഇന്ററിം ക്യാഷ് ഫ്ലോ എന്ന് വിളിച്ചു. അതുപോലെ തന്നെ ഈ ഇയർ 5 ക്യാഷ് ഫ്ലോനെ ഇന്ററിം ക്യാഷ് ഫ്ലോ എന്നും എനിക്ക് വിളിക്കാൻ പറ്റും, അതുപോലെ തന്നെ ടെർമിനൽ ക്യാഷ് ഫ്ലോ എന്നും എനിക്ക് വിളിക്കാൻ പറ്റും. എന്തുകൊണ്ടാണ് ഇന്ററിം ക്യാഷ് ഫ്ലോ എന്ന് വിളിച്ചത്? കാരണം ഇയർ 1 2 3 4 നടക്കുന്ന കാര്യങ്ങൾക്ക് 5 സംഭവിക്കുന്നുണ്ട്. ഞാൻ ജ്യൂസ് അടിച്ചിട്ട് ജ്യൂസ് വെക്കുന്നുണ്ട്. ഓക്കെ, അത് എനിക്ക് കോസ്റ്റ് വരുന്നുണ്ട്. അങ്ങനെ ഓപ്പറേഷൻസിലൂടെ ഞാനൊരു ക്യാഷ് ഉണ്ടാക്കും. അതുപോലെ തന്നെ അവസാന വർഷം ആ മെഷീന് അതിന്റെ യൂസേജ് കഴിഞ്ഞാൽ അത് ഞാൻ ആർക്കെങ്കിലും വിൽക്കേണ്ടി വരും. അപ്പം എനിക്ക് എക്സ്ട്രാ ഒരു എമൗണ്ട് കിട്ടും. അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഇയർ 5 ഇന്ററിം ക്യാഷ് ഫ്ലോനെ ഇയർ 5 ഞാൻ ഒരു ഇന്ററിം ക്യാഷ് ഫ്ലോ ഓൾറെഡി കണ്ടെത്തിയിട്ടുണ്ടാവും. അതിലേക്ക് കുറച്ച് സാധനങ്ങൾ ആഡ് ചെയ്താലും ലെസ് ചെയ്താലൊക്കെ കിട്ടുന്നതാണ് നമ്മൾ ഈ ടെർമിനൽ ക്യാഷ് ഫ്ലോ. ഓക്കെ, ഇയർ 5 ഇന്ററിം ക്യാഷ് ഫ്ലോനെ കുറച്ച് അഡ്ജസ്റ്റ്മെന്റ്സ് ചെയ്താലാണ് നമുക്ക് ടെർമിനലിലേക്ക് എത്താൻ പറ്റുക. റഫായിട്ട് ഇപ്പോൾ പഠിച്ചാൽ മതി. ഓരോ ക്യാഷ് ഫ്ലോയും നമ്മൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകും. ഓക്കെ, ബേസിക് ആയുള്ള ഒരു ഐഡിയ കിട്ടും. ഞാൻ എന്താ സൈഡിൽ കൊടുത്തിട്ടുള്ള ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഇയർ 1 2 3 4 5 ഈ 5 വർഷത്തെ ക്യാഷ് ഫ്ലോ എന്തൊക്കെ ടൈപ്സ് ഓഫ് ക്യാഷ് ഫ്ലോ ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകണമെന്നുള്ള റഫായിട്ടുള്ള ഒരു സാധനം ഞാൻ പറഞ്ഞത്. ഈ 3 ക്യാഷ് ഫ്ലോയുടെ പേര് ക്ലിയർ ആയിട്ടുണ്ടാവും. ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. റഫായിട്ട് ഞാൻ പറഞ്ഞു തരുള്ളൂ. ഓക്കെ,
പേര് ക്ലിയർ ആയിട്ടുണ്ടോ? എന്താണ് ഇന്ററിംഗ് ക്യാഷ് ഫ്ലോയും ടെർമിനൽ ക്യാഷ് ഫ്ലോയിലെ ഡിഫറൻസ് മനസ്സിലായിട്ടില്ലേ? ചെറുതായിട്ട് ആരാധന. Yes, sir. Like ഓക്കെ, എന്നാൽ നിങ്ങൾ ടൈപ്സ് ഓഫ് ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞിട്ട് ഇത് ലിസ്റ്റ് ചെയ്ത് എഴുതിക്കോ. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഇനീഷ്യൽ ക്യാഷ് ഔട്ട്ഫ്ലോ, രണ്ടാമത്തത് ഇന്ററിംഗ് ക്യാഷ് ഫ്ലോ, മൂന്നാമത്തെ ടൈപ്പ് ഓഫ് ക്യാഷ് ഫ്ലോ എന്നാൽ ടെർമിനൽ ക്യാഷ് ഫ്ലോ അല്ലെങ്കിൽ ഫൈനൽ ഇയർ. ആ പ്രൊജക്ടിന്റെ എത്ര ഇയർ ആണോ ആ പ്രൊജക്ട് ഉള്ളത് അതിന്റെ ഫൈനൽ ഇയറിൽ ലാസ്റ്റ് ഇയറിലെ ക്യാഷ് ഫ്ലോ ആയിരിക്കും. ഓക്കെ, അതാണ് ഈ ടെർമിനൽ ക്യാഷ് ഫ്ലോ. സോ നമുക്ക് ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്യാഷ് ഫ്ലോസ് ആണ് പഠിക്കാനുള്ളത് എന്ന് മനസ്സിലായി. അത് രണ്ട് ടൈപ്സിൽ നമുക്ക് പഠിക്കാനുണ്ട്, അതായത് രണ്ട് ഡിസിഷൻസിൽ. ഓക്കെ, നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ആണല്ലോ, നമ്മൾ ഓരോ ഡിസിഷൻ എടുക്കുന്നു, നമ്മൾ ഓരോ പ്രൊജക്റ്റിനെ അനലൈസ് ചെയ്യുന്നു. ഈ പ്രൊജക്ട്സിനെ ഞാൻ രണ്ടാക്കി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. രണ്ടിലും നമുക്ക് ഈ 3 ടൈപ്സ് ഓഫ് ക്യാഷ് ഫ്ലോസ് കണ്ടുപിടിക്കാനുണ്ടാവും. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് ആ ടൈപ്സ് ഓഫ് ഡിസിഷൻസ് എന്ന് ഞാൻ ഇവിടെ ഇടാൻ പോകണം. ഇതാ, ഡിസിഷൻ ടൈപ്സ്. നമ്മൾ ഓരോ ഇൻവെസ്റ്റ്മെന്റുകളെ അനലൈസ് ചെയ്യുമ്പോൾ ആ ഇൻവെസ്റ്റ്മെന്റിന് വരാനുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആണ് ഇതാ. ഓക്കെ, ഫസ്റ്റ് വൺ എക്സ്പാൻഷൻ, രണ്ടാമത്തത് റീപ്ലേസ്മെന്റ്. ഓക്കെ, എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ ഫ്രഷ് പ്രപ്പോസൽ ആണ്. ഒരു ഡയഗ്രാം വെച്ചിട്ട് എഴുതിക്കോ, ഞാൻ ഡിസ്കസ് ചെയ്തത്. റീപ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഴയ ഒരു സാധനം ഓൾഡിനെ റീപ്ലേസ് ചെയ്തിട്ട് പുതിയൊരു കാര്യത്തിലേക്ക് കൺവേർട്ട് ചെയ്യും. ഓക്കെ, സോ എന്താണ് എക്സ്പാൻഷൻ റീപ്ലേസ്മെന്റ് ഉള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ വേണ്ടി ഞാൻ പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ, ഞാൻ ഒരു റെസ്റ്റോറന്റ് നടത്താണ്. ഓക്കെ, എനിക്ക് ഒരുപാട് സെയിൽസ് ഉണ്ട്. ഓക്കെ, ഒരുപാട് ഫുഡ് ഡെലിവറി ചെയ്യാനുണ്ട്. സോ എനിക്ക് പുതിയതായിട്ട് ഫ്രഷ് ആയിട്ട് എനിക്ക് എന്ത് വേണം? ഒരു കാർ പർച്ചേസ് ചെയ്യണം. ഓക്കെ, എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഫ്രഷ് പ്രൊപ്പോസലാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഞാനൊരു റെസ്റ്റോറന്റ് റൺ ചെയ്യുന്ന ഒരാളാണെങ്കിൽ എനിക്ക് എന്റെ ബിസിനസ്സുകളിൽ, എന്റെ റെസ്റ്റോറന്റിൽ ഡെയിലി വരുന്ന ഒരുപാട് ഫുഡ് ഡെലിവറീസ് വരുന്നുണ്ട്. സോ ആ ഡെലിവറി ചെയ്യാൻ വേണ്ടി എനിക്ക് ഒരു കാർ വാങ്ങണം. സോ ആ കാർ വാങ്ങണം വേണ്ടയോ എന്നുള്ള ഒരു തീരുമാനമാണ് ഞാൻ എക്സ്പാൻഷനിൽ എടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ, കാർ വാങ്ങിയാൽ എത്ര ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് വേണ്ടി വരും? ഓക്കെ, ആ കാർ വാങ്ങിയാൽ എനിക്ക് ഒരുപാട് ഡെലിവറീസ് ചെയ്യാൻ പറ്റും അല്ലെ? ഓരോ ഡെലിവറിക്കും എനിക്ക് ക്യാഷ് കിട്ടും. പിന്നെ ഡെലിവറിക്ക് വേണ്ടി പെട്രോളിന് എക്സ്പെൻസ് ആവും. പിന്നെ വേറെ കുറച്ച് എക്സ്പെൻസ് ഒക്കെ കുറച്ചാൽ ഓരോ വർഷവും ഇയർ 1 to ഇയർ 5, 1 2 3 4 5, ഓക്കെ, 5 വർഷമാണ് ആ കാർ അസ്യൂം ചെയ്യുക. അങ്ങനെയല്ല, 5 വർഷമല്ല ഒരു കാർ യൂസ് ചെയ്യുക, എന്നാലും അങ്ങനെ അസ്യൂം ചെയ്താൽ ഇതാ, ഇയർ 1 എത്ര ക്യാഷ് ഫ്ലോ കിട്ടും, ഇയർ 2 എത്ര കിട്ടും, ഇയർ 3 എത്ര കിട്ടും, 4 എത്ര കിട്ടും, 5 എത്ര കിട്ടും. ഫ്രഷ് ആയിട്ട് ഒരു കാർ വാങ്ങാൻ പോകുമ്പോൾ അതിന് എത്ര കോസ്റ്റ് വരും? അത് അത് വാങ്ങിയാൽ എനിക്ക് എന്തൊക്കെ ബെനിഫിറ്റ് പറഞ്ഞാൽ ഇതൊക്കെയാണ് ബെനിഫിറ്റ്. ഓരോ 5 വർഷമില്ല, 5 വർഷമാണ് കാർ യൂസ് ചെയ്യാൻ പറ്റുക. അതില് എല്ലാ വർഷവും എനിക്ക് അഡീഷണൽ ആയിട്ട് റവന്യൂ കിട്ടും അല്ലെ? ആ റവന്യൂ എല്ലാം നമുക്ക് വേണ്ടി നമുക്ക് ക്യാഷ് ഫ്ലോ ആണ് വേണ്ടി. ഓരോ വർഷം എത്രയാണ് ക്യാഷ് ഫ്ലോ, എന്നിട്ട് നമ്മൾ അതിന്റെ നെറ്റ് പ്രസന്റ് വാല്യൂ ഒക്കെ കണ്ടുപിടിച്ചിട്ട് പോസിറ്റീവ് ആണെങ്കിൽ ഓക്കെ, നമുക്ക് ഈ കാർ വാങ്ങുന്നത് നല്ലൊരു ഡിസിഷൻ ആണ്. നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു പ്രപ്പോസലായിട്ട്, ഫ്രഷ് പ്രപ്പോസലായിട്ട് മുന്നോട്ട് പോകാം. ഇനി അതല്ല, ഈ ഈ ചെറിയ റവന്യൂടെ ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും എക്സ്പെൻസ് കൊടുത്തൊരു കാർ വാങ്ങിയാൽ നമ്മുടെ നെറ്റ് പ്രസന്റ് വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ വേണ്ട, നമുക്ക് ഇങ്ങനെ തന്നെ പോയാൽ മതി, അങ്ങനെയുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്താം.
ഈ ഒരു ഫ്രഷ് പ്രപ്പോസൽ വേണ്ടാന്നുള്ള തീരുമാനത്തിലേക്ക് എത്താം. സോ എക്സ്പാൻഷൻ പറഞ്ഞാൽ ഫ്രഷ് ആയിട്ടുള്ള പ്രപ്പോസലാണ്. ഓക്കെ, ഫ്രഷ് ആയിട്ട് എന്റെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ഫുഡ് ഡെലിവറിക്ക് വേണ്ടിയിട്ട് ഒരു കാർ പർച്ചേസ് ചെയ്യുന്നു. ഓക്കെ, സോ ആ ഒരു കാർ പർച്ചേസ് ചെയ്യുന്ന ഒരു ഡിസിഷൻ, ആ കാർ പർച്ചേസ് ചെയ്യുന്ന ഡിസിഷൻ ആയിട്ട് മുന്നോട്ട് പോകണോ, അതായത് എക്സ്പാൻഷൻ ആയിട്ട് മുന്നോട്ട് പോകണോ, അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്യണ്ട, അത് ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി നമുക്ക് നല്ലതല്ല, അതിന്റെ നെറ്റ് പ്രസന്റ് വാല്യൂ നെഗറ്റീവ് ആണ്, ഒരു ഡിസിഷൻ എടുക്കണം. അത് നമ്മൾ എക്സ്പാൻഷനിൽ പഠിക്കുന്നുണ്ട്. ഓക്കെ, ഇനി എക്സ്പാൻഷൻ മാറി റീപ്ലേസ്മെന്റ് എപ്പോഴാണ് വരുന്നതെന്ന് വെച്ചാൽ, ഞാൻ ഓൾറെഡി ഈ ഒരു ബിസിനസ് റൺ ചെയ്ത് നിൽക്കുന്നുണ്ട്, റെസ്റ്റോറന്റ് ആണ്. ഇപ്പം ഓൾറെഡി ഞാൻ ഡെലിവറി ചെയ്യുന്നുണ്ട്. അത് ഒരു പഴയ ഒരു കാറാണ്, ഷിഫ്റ്റ് എന്ന് പറഞ്ഞൊരു കാർ. ഓക്കെ, സോ എക്സ്പാൻഷൻ എങ്ങനെയാണ് ആ ഒരു തീരുമാനം നമ്മൾ എടുക്കേണ്ടതെന്ന് പഠിച്ചു. ഇനി റീപ്ലേസ്മെന്റിലേക്ക് വരുമ്പോൾ, റീപ്ലേസ്മെന്റിലേക്ക് വരുമ്പോൾ ഓൾറെഡി ഞാൻ ഫുഡ് ഡെലിവറി ചെയ്യാൻ എന്റെ റെസ്റ്റോറന്റിൽ ഒരു കാർ ഉണ്ട്, ഷിഫ്റ്റ് ആണ്, കുറച്ച് പഴയ മോഡലാണ്. ഓക്കെ, 2010 മോഡലാണ്. സോ അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പെട്രോൾ ആണ്, ഒരുപാട് മെയിൻ്റെനൻസ്. ഓക്കെ, പിന്നെ ഫുഡ് കറക്റ്റ് ടൈമിൽ ഡെലിവറി ചെയ്യാൻ പറ്റുന്നില്ല, വണ്ടിക്ക് കുറച്ച് കംപ്ലൈന്റ് ഒക്കെ ഉണ്ട്. സോ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. സോ എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഷിഫ്റ്റ് കൊടുത്തിട്ട്, ഈ ഷിഫ്റ്റ് വിറ്റിട്ട് എനിക്ക് ഒരു ഇലക്ട്രിക് കാർ പർച്ചേസ് ചെയ്യാം, EV കാർ. ഓക്കെ, EV കാർ പർച്ചേസ് ചെയ്തുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് പെട്രോൾ എക്സ്പെൻസ് കുറവാണ്. ഓക്കെ, പിന്നെ ഫാസ്റ്റ് ആയിട്ട് എനിക്ക് ഫുഡ് ഡെലിവറി ചെയ്യാൻ പറ്റും. ഓക്കെ, എന്റെ ബിസിനസിന്റെ എഫിഷ്യൻസി കൂടും, പിന്നെ ഒരുപാട് മെയിൻ്റെനൻസിന്റെ എക്സ്പെൻസ് കുറവാണ്. അപ്പം ഈ ഒരു റീപ്ലേസ്മെന്റ് എന്നുള്ള ഒരു ഡിസിഷൻ, ഇത് അങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. ഈ റീപ്ലേസ്മെന്റ് ഉള്ള ഒരു ഡിസിഷനിൽ ഞാൻ ചെക്ക് ചെയ്യാൻ പോകുന്നത്, എന്റെ ബിസിനസ്സിൽ ഇപ്പോൾ ഓൾറെഡി ഡെലിവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഷിഫ്റ്റ് ആയിട്ട് മുന്നോട്ട് പോകണതാണോ, അല്ലെങ്കിൽ ഈ ഷിഫ്റ്റ് കൊടുത്തിട്ട്, അല്ലെങ്കിൽ ഈ ഷിഫ്റ്റ് വിറ്റിട്ട് ആ പൈസയിലേക്ക് കുറച്ചും കൂടി പൈസ കൂട്ടിയിട്ട് ഒരു ഇലക്ട്രിക് കാർ പർച്ചേസ് ചെയ്യണതാണോ ബെറ്റർ. ഓക്കെ, എനിക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ ഈ ഷിഫ്റ്റ് ആയിട്ട് മുന്നോട്ട് പോവാം, അപ്പൊ മുന്നോട്ട് പോയാൽ എന്തൊക്കെ സംഭവിക്കാൻ നമ്മൾ നോക്കും, അതിന്റെ കോസ്റ്റ് ബെനിഫിറ്റ് ഒക്കെ നോക്കും. ഇനി അതല്ല, ഷിഫ്റ്റ് കൊടുത്തിട്ട് ഞാൻ ഇലക്ട്രിക് കാർ പർച്ചേസ് ചെയ്താൽ ഷിഫ്റ്റ് വെക്കുമ്പോൾ എനിക്ക് ഒരു കുറച്ച് പൈസ കിട്ടും. ഓക്കെ, അതിലേക്ക് കുറച്ചും കൂടി പൈസ കൂട്ടണം എനിക്ക് ഇലക്ട്രിക് കാർ പർച്ചേസ് ചെയ്യാൻ വേണ്ടി. ഇലക്ട്രിക് കാർ പർച്ചേസ് ചെയ്താൽ കുറച്ച് അഡീഷണൽ റവന്യൂ കിട്ടും. ഓക്കെ, സോ ഷിഫ്റ്റ് കൊടുത്തിട്ട് കുറച്ചും കൂടി പൈസ കൂട്ടിയിട്ട് ഇലക്ട്രിക് കാർ പർച്ചേസ് ചെയ്യുന്നതാണോ ബെറ്റർ, അല്ലെങ്കിൽ അത് വേണ്ട, ഒരുപാട് കോസ്റ്റ് ആവും, നമുക്ക് ഒരുപാട് കോസ്റ്റ് ആവുന്നതിനനുസരിച്ചുള്ള ക്യാഷ് ഫ്ലോ നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ വേണ്ട, ഇപ്പോഴുള്ള ഷിഫ്റ്റ് ആയിട്ട് പോയാൽ മതി. ഓക്കെ, ആ രണ്ട് ഡിസിഷൻ, ഒന്നെങ്കിൽ നമ്മുടെ ഓൾഡ് ആയിട്ട് മുന്നോട്ട് പോവാം, അല്ലെങ്കിൽ ആ ഓൾഡ് റീപ്ലേസ് ചെയ്തിട്ട് നമുക്ക് ന്യൂ ഒരു എക്യുപ്മെന്റിലേക്ക് മാറാം. അതാണ് റീപ്ലേസ്മെന്റ് സംഭവിക്കാൻ പോകുന്നത്. സോ ഫസ്റ്റത്തെ അടുത്തൊരു 3-4-5 ക്ലാസ്സിൽ നമ്മൾ ഈ വീക്ക് മോസ്റ്റ്ലി നമ്മൾ എക്സ്പാൻഷൻ ആയിരിക്കും ഡിസ്കസ് ചെയ്യുക. ഓക്കെ, എക്സ്പാൻഷൻ പഠിച്ചു കഴിഞ്ഞാൽ സെയിം ആണ്, ചെറിയ ചെറിയ ഡിഫറൻസ് റീപ്ലേസ്മെന്റിലേക്ക് വരുള്ളൂ. നമ്മളെ ഒരു ഫസ്റ്റ് പ്രൊഡക്റ്റ് പറഞ്ഞാൽ ഓരോ ക്യാഷ് ഫ്ലോ കണ്ടുപിടിക്കുമ്പോൾ അതിന്റെ ഉള്ളിലുള്ള മെത്തേഡുകൾ, അതായത് ഡിപ്രിസിയേഷന്റെയും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് പഠിച്ചെടുക്കാവുന്നതാണ്. എക്സ്പാൻഷൻ കംപ്ലീറ്റ് നമ്മൾ പഠിച്ചിട്ട് റീപ്ലേസ്മെന്റിലേക്ക് വരുമ്പോൾ ചെറിയ ചെറിയ ഡിഫറൻസേ വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഡിസിഷനിലും, എക്സ്പാൻഷൻ എന്ന് പറഞ്ഞ ഡിസിഷനിലും റീപ്ലേസ്മെന്റ് എന്ന് പറഞ്ഞ ഡിസിഷനിലും നമുക്ക് എന്ത് കണ്ടുപിടിക്കാനുണ്ട്, ക്യാഷ് ഫ്ലോസ് കണ്ടുപിടിക്കാനുണ്ട്. എക്സ്പാൻഷനിൽ എങ്ങനെയാണ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് കണ്ടെത്തുക, എക്സ്പാൻഷനിൽ എങ്ങനെയാണ് ഇന്ററിംഗ് ക്യാഷ് ഫ്ലോ കണ്ടെത്തുക, എക്സ്പാൻഷനിൽ എങ്ങനെയാണ് ഇതാ ഷിഫ്റ്റ് കൊടുത്തിട്ട് ഇലക്ട്രിക് കാർ വാങ്ങുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വെച്ചോട്ടോ, ഫ്രഷ് ന്യൂ കാർ പർച്ചേസ് ചെയ്യുന്നു, ഇവിടെ ന്യൂ കാർ ആണ് ഇവിടെ പർച്ചേസ് ചെയ്യുന്നത്, ഫ്രഷ് പ്രപ്പോസൽ എക്സ്പാൻഷനിൽ. റീപ്ലേസ്മെന്റിലാണെങ്കിൽ ഓൾഡ് കൊടുത്തിട്ട് ന്യൂ വാങ്ങുന്നു, ഒരു ഷിഫ്റ്റ് കൊടുത്തിട്ട് ഇലക്ട്രിക് കാർ വാങ്ങണം. ആ ഷിഫ്റ്റ് കൊടുത്ത് ഇലക്ട്രിക് കാർ വാങ്ങണോ, അല്ലെങ്കിൽ ഷിഫ്റ്റ് ആയിട്ട് മുന്നോട്ട് പോകണം, അതാണ് നമ്മൾ റീപ്ലേസ്മെന്റ് ഡിസൈനിൽ ചെക്ക് ചെയ്യാൻ പോകണം. സോ ഇതാ, ഞാൻ ടൈപ്സ് ഓഫ് ക്യാഷ് ഫ്ലോസ് എന്ന് പറഞ്ഞ ഏരിയയിൽ ഇതാ ടൈപ്സ് ഓഫ് ക്യാഷ് ഫ്ലോസ്, ഈ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞിട്ടില്ല, എക്സ്പാൻഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഡിസിഷൻ ടൈപ്പിൽ എങ്ങനെയാണ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് കണ്ടെത്തുക, എങ്ങനെയാണ് ഇന്ററിംഗ് ക്യാഷ് ഫ്ലോസ് കണ്ടെത്തുക, എങ്ങനെയാണ് ഇന്ററിംഗ് ക്യാഷ് ഫ്ലോസിലേക്ക് കുറച്ച് അഡ്ജസ്റ്റ്മെന്റ്സ് എടുത്തിട്ട് എക്സ്പാൻഷനിൽ ടെർമിനൽ ക്യാഷ് ഫ്ലോ കണ്ടെത്തുക, അതായത് ഈ ഫൈനൽ ഇയറിൽ ക്യാഷ് ഫ്ലോ കണ്ടെത്തും. ഓക്കെ, അതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിക്കുക എങ്ങനെയാണ് റീപ്ലേസ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിസിഷനിൽ ഇതാ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെയാണ് കണ്ടെത്തുക, അതുപോലെ തന്നെ ഇന്ററിംഗ് ക്യാഷ് ഫ്ലോസ് എങ്ങനെ കണ്ടെത്തുക, ടെർമിനൽ ക്യാഷ് ഫ്ലോ എങ്ങനെ കണ്ടെത്തുക. ചെറിയ ചെറിയ ഡിഫറൻസ് ഉള്ളൂ. എക്സ്പാൻഷൻ ആണ് നമ്മളെ കോർ സാധനം. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് എക്സ്പാൻഷനിൽ വെച്ച് തുടങ്ങാം. എക്സ്പാൻഷനിൽ എങ്ങനെയാണ് നമ്മുടെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് പറഞ്ഞ ക്യാഷ് ഫ്ലോ, അതായത് ഈ മെഷീൻ പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഞാൻ ടോട്ടൽ എന്റെ കയ്യിൽ നിന്ന് കൊടുത്ത ക്യാഷ് എന്ന് പറഞ്ഞാൽ 1 lakh, എങ്ങനെയാണ് ഈ 1 lakhലേക്ക് എത്തിയത് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകണം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എക്സ്പാൻഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇതാണ്. സോ എക്സ്പാൻഷനിലെ ഫസ്റ്റ് ടൈപ്പ് ഓഫ് ക്യാഷ് ഫ്ലോ ആയിട്ടുള്ള ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യും. സോ നിങ്ങൾ ഇത് എഴുതിക്കോ, ഡിസിഷൻ ടൈപ്സ്, രണ്ട് ഡിസിഷൻ ടൈപ്സ് ആണ് അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ എക്സ്പാൻഷൻ. ഇതായിരുന്നോ?
ഓക്കെ, ഇതാ ഡിസിഷൻ ടൈപ്പ് 1 എക്സ്പാൻഷൻ. ഫ്രഷ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റിൽ ആ ഒരു പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടേ, ഇൻവെസ്റ്റ് ചെയ്താൽ എത്രയാണ് ഓരോ വർഷം കിട്ടാൻ പോകുന്ന ക്യാഷ് ഫ്ലോസ്, അങ്ങനെ ക്യാഷ് ഫ്ലോസ് കണ്ടുപിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, നെറ്റ് പ്രസന്റ് വാല്യൂ കണ്ടുപിടിക്കും. ഓക്കെ, ഇത് ഇത്രയും നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചത് ഓൾറെഡി ക്യാഷ് ഫ്ലോസ് എത്രയും തന്നു, എന്നിട്ടാണ് നമ്മൾ ഇത് കണ്ടുപിടിച്ചത്, നെറ്റ് പ്രസന്റ് വാല്യൂ ഡിസ്കൗണ്ട് പേ ബാക്ക് പീരീഡ് IRR കണ്ടുപിടിച്ചത്. ഇനി ആ ക്യാഷ് ഫ്ലോസ് കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ നടത്താൻ പോകുന്നത്. എക്സ്പാൻഷൻ ഞാൻ ബ്രാക്കറ്റിൽ എഴുതി ഫ്രഷ് പ്രപ്പോസൽ. ഓക്കെ, എക്സ്പാൻഷനിൽ എങ്ങനെയാണ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ക്യാഷ്, അതായത് ഈ കേസിൽ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് 1 lakh ആണ് ഇവിടെ വന്നത് അല്ലെ. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് 0th ഇയറിലെ ടൈമിൽ നമ്മൾ ആ പ്രൊജക്റ്റ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് വന്ന ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞാൽ ഒരു ക്യാഷ് ഔട്ട്ഫ്ലോ ആണ്. ക്യാഷ് ഔട്ട്ഫ്ലോ. ഓക്കെ, അതായത് നമ്മുടെ കയ്യിൽ നിന്ന് പോയ ക്യാഷ് എന്നാൽ 1 lakh ആണ്. എങ്ങനെയാണ് ഈ 1 lakh എത്തി, ആ 1 lakh നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാം. ഓക്കെ, ഓക്കെ, നിങ്ങൾ അസ്യൂം ചെയ്യുക ഞാൻ ഒരു ജ്യൂസ് മാനുഫാക്ചർ ചെയ്യണ ഒരു മെഷീൻ, ഞാൻ ഓൾറെഡി ഒരു ഫ്രൂട്ടി എന്നുള്ള ബ്രാൻഡ് റൺ ചെയ്യാണ്. ഓൾറെഡി ഓൾറെഡി ഞാൻ ഓപ്പറേഷൻസ് നടത്തുന്നുണ്ട്. എനിക്ക് ഒന്നും കൂടി സെറ്റപ്പ് ആക്കാൻ വേണ്ടിയിട്ട് ഫ്രഷ് ആയിട്ട് ഞാനൊരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഫ്രഷ് ആയിട്ട് ഒരു മെഷീൻ മേടിക്കാൻ പോകാം. സോ ആ മെഷീൻ മേടിക്കണോ വേണ്ടയോ എന്നുള്ള തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് ആ മെഷീനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്യാഷ്, അതായത് എക്സ്പാൻഷൻ എന്ന് പറഞ്ഞ ഒരു ഡിസിഷനിലെ ടൈപ്സ് ഓഫ് ക്യാഷ് ഫ്ലോസ്, എങ്ങനെയാണ് ആ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റിലേക്ക് എത്തുക, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇന്ത്യയിലാണ് ഇന്ത്യ കമ്പനി ഉള്ളത്, ആ മെഷീൻ ഉള്ളത് ജർമ്മനിയിലാണ്. എനിക്ക് ജർമ്മനിയിൽ പോയിട്ട് വേണം അത് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവിടെ ഒരു എക്സ്പോയിൽ വെച്ചതാണ്. സോ അവിടെ പോയിട്ട് വേണം എനിക്കത് പർച്ചേസ് ചെയ്യാൻ. അത് പർച്ചേസ് ചെയ്തിട്ട് ഇന്ത്യയിലേക്ക് കൊണ്ടുവരണം. സോ ബേസിക് ആയിട്ട് ആ മെഷീനിന് ഒരു കോസ്റ്റ് ഉണ്ടാവും അല്ലെ, ആ മെഷീനിന് ഒരു വില ഉണ്ടാവും. അതിനെ ഞാൻ പർച്ചേസ് കോസ്റ്റ് ഓഫ് അസറ്റ് എന്ന് വിളിച്ചു. പർച്ചേസ് കോസ്റ്റ് ഓഫ് അസറ്റ്. പർച്ചേസ് കോസ്റ്റ് ഓഫ് അസറ്റ്. ഈ മെഷീൻ എന്ന് പറയുന്നത് ജ്യൂസ് ഉണ്ടാക്കുന്ന മെഷീൻ എന്ന് പറഞ്ഞ അസറ്റ് ആണ്. ആ അസറ്റിന് ഒരു കോസ്റ്റ് ഉണ്ടാവും അല്ലെ. ഫോർ എക്സാമ്പിൾ 60,000 ആണ് നമ്മൾ ജർമ്മനിയിലെ ആ ഒരു ഡീലറിന് കൊടുത്ത ക്യാഷ് എന്ന് പറയുന്നത്. $60,000 റിസീവ് ചെയ്തോ, 60,000 കൊടുത്താലും മെഷീൻ കിട്ടൂല. $60,000 കൊടുത്തിട്ടാണ് ഞാൻ ആ ജർമ്മനിയിലെ ഡീലറിന് കൊടുത്തതെങ്കിൽ അതായിരിക്കും എന്റെ പർച്ചേസ് കോസ്റ്റ് ഓഫ് അസറ്റ്. ഇനി ഇത് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് കംപ്ലീറ്റ് ആയിട്ടില്ല. എനിക്ക് ഇന്ത്യയിലാണ് എന്റെ ഫാക്ടറി, ജർമ്മനിയിൽ വാങ്ങി അയാൾക്ക് പൈസ കൊടുത്തു അല്ലെ. ജർമ്മനിയിലുള്ള സാധനം നമ്മൾ നാട്ടിൽ എത്തിക്കേണ്ട അല്ലെ. അതായത് ഈ പർച്ചേസ് കോസ്റ്റ് ഓഫ് അസിലേക്ക് ഞാൻ കുറച്ച് സാധനങ്ങൾ കൂടി ആഡ് ചെയ്യാൻ പോകും. പ്ലസ് എനി അതർ കോസ്റ്റ് ഫോർ റെഡി പ്ലസ് എനി അതർ കോസ്റ്റ് ഫോർ റെഡി ടു യൂസ്. ഇപ്പൊ ഇതെന്താ, ഞാൻ സമയം തരാം. അതായത് ഞാൻ ജർമ്മനിയിലെ ഡീലറിന് ക്യാഷ് കൊടുത്ത് വെച്ചിട്ടുള്ളൂ, എനിക്ക് അത് ഇന്ത്യയിലേക്ക് എത്തിച്ചിട്ട് എന്റെ ഫാക്ടറിയിൽ നിന്ന് റെഡി ടു യൂസ് ആക്കി മാറ്റണം. അതായത് ആ മെഷീനിൽ നിന്നും ജ്യൂസ് ഉണ്ടാക്കാനുള്ള ഒരു കപ്പാസിറ്റിയിലേക്ക് എനിക്ക് എത്തിക്കണം. ഓക്കെ, അതിന് എനിക്ക് ഒരുപാട് ചെലവുകൾ വരും. ഓരോ ക്വസ്റ്റ്യനിലും പല പേരിലാണ് ആ ചെലവുകളെ പേര് വരിക. പക്ഷെ കോമൺ ആയിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്ലസ് എനി അതർ കോസ്റ്റ് ഫോർ റെഡി ടു യൂസ്. അതായത് ജർമ്മനിയിൽ നമ്മൾ വാങ്ങി വെച്ചിട്ടുള്ള ആ മെഷീനെ ഇന്ത്യ ഫാക്ടറിയിൽ എത്തിച്ചിട്ട് അതിന് ജ്യൂസ് ഉണ്ടാക്കിയാൽ എനിക്ക് സ്റ്റാർട്ട് ചെയ്യണം. ആ ഒരു സ്റ്റേജിലേക്ക് എത്തുമ്പോൾ എന്തൊക്കെ ചെലവ് എനിക്ക് അതിന് ഇൻബിറ്റ്വീനിലേക്ക് വരും, നിങ്ങൾക്ക് അസ്യൂം ചെയ്താൽ മനസ്സിലാവും. ഫസ്റ്റത്തെ കോസ്റ്റ് എന്തായിരിക്കും? ഫസ്റ്റ് കോസ്റ്റ് എന്നല്ല, ഒരു ടൈപ്പ് ഓഫ് കോസ്റ്റ് എന്തായിരിക്കും? ഫ്രൈറ്റ് എങ്ങനെ? ഫ്രൈറ്റ് ചാർജ് ഫ്രൈറ്റ് ഫ്രൈറ്റ് ചാർജ് ചാർജ് അല്ലെ. അതായത് നമുക്ക് എന്ത് ചെയ്യണം, ജർമ്മനിയിൽ നിന്നുള്ള സാധനം ഷിപ്പ് ചെയ്തിട്ട് നമ്മൾ ഇന്ത്യയിലേക്ക് എത്തണം. അതിന് ഞാൻ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എന്ന് വിളിച്ചു. ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റിനോ ഷിപ്പിംഗ് കോസ്റ്റിനോ ഫ്രൈറ്റ് ചാർജിനോ എന്ത് വേണം വിളിക്കാം. കോമൺ ആയിട്ട് ഞാൻ ട്രാൻസ്പോർട്ടേഷൻ, അതായത് ക്വസ്റ്റ്യനിൽ അധികം പേര് വരിക ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്.
ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. ഓക്കെ, ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞിട്ട് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഞാൻ ഷിപ്പിംഗ് കമ്പനിക്ക് കുറച്ച് പൈസ കൊടുത്തു. ഓക്കെ, ഇപ്പൊ എന്റെ ഫാക്ടറിയിലെത്തി, ഇന്ത്യയിലെത്തി. ഇനി എന്താ ചെയ്യേണ്ടേ? ഇനി എന്തൊക്കെ മെഷീൻ കോസ്റ്റ് എനിക്ക് വരാൻ ചാൻസ് ഉള്ളത്? Tax, മെഷീൻ ഇൻസ്റ്റലേഷൻ tax. കോസ്റ്റ് ഇതില് വരുന്നുണ്ട്. ഇൻസ്റ്റാളേഷൻ കോസ്റ്റ് വരും. അതായത് വലിയ മെഷീനാണ്. ഓക്കെ, അതിന് ഒരുപാട് ഇലക്ട്രിസിറ്റി കാര്യങ്ങളൊക്കെ ഒന്ന് കണക്ട് ചെയ്യണം. ഓക്കെ, അതിന്റെ കുറെ ഇതൊക്കെ ഉണ്ടാവല്ലോ, അതൊക്കെ സെറ്റപ്പ് ആകണമെങ്കിൽ Tax നമുക്കറിയില്ല. എങ്ങനെ ടാക്സ് വരില്ലേ? ടാക്സ് ഒക്കെ നമ്മൾ കൊടുത്തു. ടാക്സ് ഇൻക്ലൂഡിങ് ടാക്സ് ആണ് നമ്മൾ പർച്ചേസ് കോസ്റ്റ് ഓഫ് ഫെസിലിറ്റി കൊടുത്തത്. ഓക്കെ, പ്ലസ് എനി അതർ കോസ്റ്റ് ഫോർ റെഡി ടു യൂസ്. അതിൽ പല കോസ്റ്റും വരാം. ഓക്കെ, അതിൽ കോമൺ ആയിട്ടുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് നമ്മൾ ഷിപ്പിംഗ് കമ്പനിക്ക് പൈസ കൊടുത്തിട്ട് നമ്മളെ വെയർ ഹൗസിൽ എത്തിയിട്ടുണ്ട്. ഇനി അത്യാവശ്യം വലിയ മെഷീനാണ്. ഓക്കെ, അത് ഫിറ്റ് ചെയ്യാൻ നമുക്കറിയില്ല. അതിൻ്റെതായ ടെക്നീഷ്യൻസിന് വേണ്ടി വരും. നമ്മൾ എ സി മേടിച്ചാൽ അത് ഫിറ്റ് ചെയ്യാൻ 1500 രൂപ ഇൻസ്റ്റാളേഷൻ ചാർജ് കൊടുക്കണ്ടേ? അതുപോലെ തന്നെ ഈ മെഷീൻ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇൻസ്റ്റാളേഷൻ കോസ്റ്റ് വരും. ഇൻസ്റ്റാളേഷൻ കോസ്റ്റ്. ഓക്കെ, ഇതാ ഇൻസ്റ്റാളേഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ആ ടെക്നീഷ്യൻസിന് ഞാൻ പൈസ കൊടുത്തു. ഈ ഇൻസ്റ്റാളേഷൻ കോസ്റ്റ് വേറൊരു പേരും ക്വസ്റ്റ്യനിൽ നോർമലി അറിയപ്പെടാറുണ്ട്. നമുക്ക് ആ പേരും കൂടി ചെയ്താൽ സെറ്റപ്പ് കോസ്റ്റ്. ഓക്കെ, അതായത് ആ മെഷീൻ സെറ്റപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വരുന്ന ഒരു ചെലവ്. ഓക്കെ, ഇനി എന്താ പറയാൻ ചാൻസ് ഉള്ളത്? ആരാധന വലിയ മെഷീനാണ്. ഓക്കെ, ഫസ്റ്റ് വരില്ലേ? റിപ്പയർ ചെയ്യാനായിട്ടില്ല, നമ്മൾ വാങ്ങിയിട്ടല്ലോ, പുതിയ സാധനം, കേടൊന്നുമില്ല. റിപ്പയർ റിപ്പയറിങ്ങിന് എന്തെങ്കിലും ഇഷ്യൂ വന്നാൽ നമ്മളെ തലയിൽ വരാൻ നിൽക്കാൻ നമ്മളൊരു സാധനം എടുത്ത് വെക്കും. എന്തായിരിക്കും? എന്തെങ്കിലും കംപ്ലൈന്റ് വന്നാൽ വാറന്റി. വാറന്റി അല്ല, അതായത് വലിയ മെഷീനാണ്. ഓക്കെ, കറണ്ടൊക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതാണ്. ഇൻ കേസ് വല്ല മഴ പെയ്ത് ഇടിമിന്നൽ അടിച്ചു പോയിട്ട് അത് കത്തിപ്പോണ്ടിരിക്കുക, നമ്മൾ എന്തെടുത്ത് വെക്കും? ഇൻഷുറൻസ് എടുത്ത് വെക്കും അല്ലെ? ഇൻഷുറൻസ്. അതിന് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഒരു പ്രീമിയം അടക്കേണ്ടി വരും അല്ലെ? ഇൻ കേസ് ഈ മെഷീൻ എങ്ങാനും കത്തിപ്പോയാൽ നമ്മൾ ആ കംപ്ലീറ്റ് 1 lakh നഷ്ടപ്പെടുക്കാണ്ടിരിക്കാൻ നമ്മൾ ചെറിയൊരു എമൗണ്ട് ഇൻഷുറൻസ് അടച്ചിട്ട് അതിനൊന്ന് സേഫ് ആക്കി വെക്കും അല്ലെ? സോ അതൊരു കോസ്റ്റ് ആണ്. ഓക്കെ, സോ പർച്ചേസ് കോസ്റ്റ് ഓഫ് അസറ്റിലേക്ക്, ആ മെഷീന്റെ കോസ്റ്റിലേക്ക്, പ്ലസ് എനി അതർ കോസ്റ്റ് ഫോർ റെഡി ടു യൂസ്. അതിൽ പല കോസ്റ്റുകളും വരാം. ഓരോ ക്വസ്റ്റ്യനിൽ പല പേരിലായിരിക്കും. മോസ്റ്റ് കേസിൽ വരാൻ ചാൻസ് ഉള്ളത് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, ഇൻസ്റ്റാളേഷൻ കോസ്റ്റ്, സെറ്റപ്പ് കോസ്റ്റ്, ഇൻഷുറൻസ്. ഈ പേരിലാണ് നോർമലി ക്വസ്റ്റ്യനിൽ അറിയപ്പെടാറുള്ളത്. സോ ഈ എമൗണ്ട് ഒക്കെ കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് കിട്ടൂല. കോസ്റ്റ് ഓഫ് അസറ്റ്. നിങ്ങൾക്ക് എഴുതണോ? ഞാൻ സമയം തരാം. കോസ്റ്റ് ഓഫ് അസറ്റിന്റെ ബ്രാക്കറ്റിൽ ഞാൻ ഡിപ്രിസിയബിൾ ബേസ് നേടി. ഓക്കെ, അതൊരു എമൗണ്ട് കിട്ടും. നമ്മുടെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റിലേക്ക് എത്തിയിട്ടില്ല, ചെറിയൊരു സാധനം വരാണ്. എന്താ അവിടെ സംഭവിച്ചത്? എങ്ങനെയാണ് 1 lakh എത്തി? നമ്മുടെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റിന്റെ സമയത്ത് നമ്മളെ കൈയിൽ നിന്ന് പോയ ക്യാഷ് ഔട്ട്ഫ്ലോ ടോട്ടൽ നമ്മളെ കൈയിൽ നിന്ന് 1 lakh ആണ് പോയത്. ഓക്കെ, എങ്ങനെ അതിലേക്ക് എത്തി? നമ്മൾ പർച്ചേസ് കോസ്റ്റ് ഓഫ് അസറ്റ് എന്ന് പറഞ്ഞ എമൗണ്ട് വന്നിട്ടുണ്ട്. അതായത് ജർമ്മനിയിൽ നമ്മൾ ഡീലറിന് കൊടുത്ത ക്യാഷ്, പ്ലസ് ആ ഒരു മെഷീന് നമ്മളെ ഫാക്ടറിയിൽ എത്തിയിട്ട് അത് റെഡി ടു യൂസ് ആക്കാൻ വേണ്ടിയിട്ട്, പ്ലസ് എനി അതർ കോസ്റ്റ്, ഏത് കോസ്റ്റും വരാം. ഓക്കെ, പ്ലസ് എനി അതർ കോസ്റ്റ് ഫോർ റെഡി ടു യൂസ്. അതിൽ നോർമലി വരാൻ ചാൻസ് ഉള്ളത് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, ഇൻസ്റ്റാളേഷൻ കോസ്റ്റ്, സെറ്റപ്പ് കോസ്റ്റ്, ഇൻഷുറൻസ് കോസ്റ്റ് അല്ലെ? ഈ ക്യാഷുകളൊക്കെ ഈ മെഷീന് വേണ്ടിയിട്ടാണ് സ്പെൻഡ് ചെയ്തത്. മെഷീന് വേണ്ടി സ്പെൻഡ് ചെയ്താ, എന്റെ അസറ്റിന് വേണ്ടി സ്പെൻഡ് ചെയ്താണെങ്കിൽ അതൊക്കെ ആ കോസ്റ്റ് ഓഫ് അസറ്റ് ആണ്. ആ അസറ്റിന് വേണ്ടി ചെലവാക്കിയ എമൗണ്ട് ആണ്. ഓക്കെ, സോ ഈ ഒരു അസറ്റിന് ഞാൻ കുറച്ച് കഴിഞ്ഞാൽ ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. ഡിപ്രിസിയേഷൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കട്ടോ, ഇന്നലെ പഠിക്കും മിക്കവാറും. ഓക്കെ, ഡിപ്രിസിയേഷൻ കാണാൻ എന്തിന്റെ മുകളിലാണ് നമ്മൾ ഡിപ്രിസിയേഷൻ കാണേണ്ടത്? ദ കോസ്റ്റ് ഓഫ് അസറ്റിന്റെ മേലാണ് നമ്മൾ ഡിപ്രിസിയേഷൻ കാണേണ്ടത്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ബ്രാക്കറ്റിൽ ഡിപ്രിസിയബിൾ ബേസ്. ഈ എമൗണ്ട് ഇതാ ഈ പർച്ചേസ് കോസ്റ്റ് ഓഫ് അസറ്റിലേക്ക് പ്ലസ് എനി അതർ കോസ്റ്റ് ഫോർ റെഡി ടു യൂസ്, ഇതൊക്കെ ആഡ് ചെയ്താൽ എനിക്കൊരു എമൗണ്ട് കിട്ടും. ഫോർ എക്സാമ്പിൾ, ഈ 1 lakh 80,000 ആണ് ഈ കോസ്റ്റ് ഓഫ് അസറ്റ് എന്നുണ്ടെങ്കിൽ ഈ 80,000 ആണ് എന്റെ ഡിപ്രിസിയബിൾ ബേസ്. ഈ 80,000 ആണ് ഞാൻ ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതൊക്കെ അവിടെ നിന്നോട്ടെ, ഡിപ്രിസിയേഷൻ ചെയ്യാനായിട്ടില്ല, നമ്മൾ അതിലേക്ക് വരുന്നുള്ളൂ. ഓക്കെ,
സോ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എത്തിയിട്ടില്ലല്ലോ, കോസ്റ്റ് ഓഫ് അസറ്റിലേക്കല്ലേ എത്തിയിട്ടുള്ളൂ. ഒട്ടും സാധനം കൂടി വരാണ്. എങ്ങനെയാണ് ഇനീഷ്യൽ എക്സ്പാൻസ് എന്നുള്ളൊരു എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ ഫ്രഷ് ആയിട്ടുള്ള പ്രപ്പോസൽ എങ്ങനെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റിലേക്ക് എത്താം. ഇപ്പോൾ നമ്മൾ പർച്ചേസ് കോസ്റ്റ് ഓഫ് അസറ്റിലേക്ക് പ്ലസ് എനി അതർ കോസ്റ്റ് ഫോർ റെഡി ടു യൂസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് കോസ്റ്റ് ഓഫ് അസറ്റ് കിട്ടി അല്ലെ. ഏത് എമൗണ്ടിന്റെ മേലാണ് നമ്മൾ ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് കിട്ടി, കോസ്റ്റ് ഓഫ് അസറ്റ്. ഇപ്പോഴും നമ്മൾ 1 lakhലേക്ക് എത്തിയിട്ടില്ല. നമ്മൾ ഈ 1 lakhലേക്ക് എത്തിയിട്ടില്ല. ഫോർ എക്സാമ്പിൾ ഒരു 80,000 ആയിട്ടുള്ളൂ. ഇപ്പൊ നമ്മളെ കയ്യിൽ നിന്ന് 80,000 പോയിട്ടുള്ളൂ അല്ലെ. ഒരു 20,000 കൂടി നമ്മളത് പോയിട്ടുണ്ട് ആക്ച്വലി. ആ 20,000 എന്താന്ന് വെച്ചാൽ എല്ലാ കേസിലും അത് ഉണ്ടായിക്കൊള്ളുന്നില്ല, പക്ഷെ മിക്കവാറും ഉണ്ടാവും. ആ 80,000ലേക്ക് ഒരു സാധനം കൂടി ആഡ് ചെയ്യാൻ പോകണം. പ്ലസ് ഗസ് ഉണ്ടോ എന്തെങ്കിലും? മുഷിറ ഇൻവെസ്റ്റ്മെന്റ് ഇൻ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും ഇൻവെസ്റ്റ്മെന്റ് ഇൻ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നിങ്ങൾ വർക്കിംഗ് ക്യാപിറ്റൽ വരുമ്പോ അത് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റിൽ കൺസിഡർ ചെയ്യും. കൺസിഡർ ചെയ്യണം. ഞാൻ പറഞ്ഞുതരാം. ഇൻവെസ്റ്റ്മെന്റ് എന്താണ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതായത് നമ്മുടെ പർച്ചേസ് കോസ്റ്റ് ഓഫ് അസറ്റ് പ്ലസ് എനി അതർ കോസ്റ്റ് ഫോർ ഡിഡ്യൂസ് അല്ലെ, അതൊക്കെ ചെയ്തപ്പോൾ ഒരു കോസ്റ്റ് ഓഫ് അസറ്റ് കിട്ടി. ആ കോസ്റ്റ് ഓഫ് അസറ്റിന്റെ മേലാണ് നമ്മൾ ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് മനസ്സിലായി. പക്ഷെ നമ്മളെ 1 lakh ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. ഫോർ അസ്യൂം ചെയ്താൽ മതി, ഇപ്പൊ 80,000 ആയിട്ടുള്ളൂ. 80,000 ആണ്. ഇത്രയും കോസ്റ്റ് ഓഫ് അസറ്റ് വരെ എത്തിയപ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് പോയ ക്യാഷ് ഔട്ട്ഫ്ലോ എന്ന് പറഞ്ഞാൽ 80,000 ആണ്. പക്ഷെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഞാൻ അവിടെ കൊടുത്ത 1 lakh ആണ്. അപ്പൊ എന്തോ ഒരു സാധനം കൂടി വന്നിട്ടുണ്ടാവുമല്ലോ, എന്തോ ഒരു പേയ്മെന്റ് കൂടി നമ്മളെ കയ്യിൽ നിന്ന് ഇട്ട് വന്നിട്ടുണ്ടാവല്ലോ. അതെന്താണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ ഇവിടെ എഴുതിയത് ഇൻവെസ്റ്റ്മെന്റ് ഇൻ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഓക്കെ, ഈ ഇൻവെസ്റ്റ്മെന്റ് ഇൻ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ആ ഒരു എമൗണ്ട് കൂടി ആഡ് ചെയ്താലേ എനിക്ക് എന്ത് കിട്ടുള്ളൂ, എന്റെ ഇൻവെസ്റ്റ്മെന്റ് ഇൻ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലും കൂടി ആഡ് ചെയ്താലേ എനിക്ക് എന്റെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് കിട്ടുള്ളൂ. ഓക്കെ, ഈ എമൗണ്ട് ആണ് എന്റെ 1 lakh അഥവാ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്. നല്ല വൃത്തിക്ക് നല്ല ഫോർമാറ്റിൽ നോട്ടിലേക്ക് എഴുതിക്കോ. എന്താണ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഞാൻ ബ്രാക്കറ്റിൽ ചെറുതാക്കിയിട്ട് കറന്റ് അസറ്റ് മൈനസ് കറന്റ് ലയബിലിറ്റി ചെയ്തിട്ടുണ്ട്. എക്സ്പാൻഷൻ എന്ന് പറഞ്ഞ ഒരു ഡിസിഷനിൽ എങ്ങനെയാണ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് കണ്ടെത്തുക, അതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പർച്ചേസ് കോസ്റ്റ് ഓഫ് അസറ്റിലേക്ക് പ്ലസ് എനി അതർ കോസ്റ്റ് ഫോർ റിഡ്യൂസ് അത് ചെയ്താൽ നമുക്ക് കോസ്റ്റ് ഓഫ് അസറ്റ് കിട്ടി. ആ കോസ്റ്റ് ഓഫ് അസറ്റിന്റെ മേലാണ് നമ്മൾ ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് കിട്ടി. അതിന്റെ കൂടെ ഇൻവെസ്റ്റ്മെന്റ് ഇൻ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ അതും കൂടി ആഡ് ചെയ്താൽ നമ്മുടെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് കിട്ടും. നല്ല വൃത്തിക്ക് ഇരിക്കും. ഈ ഫ്രൂട്ടി ജ്യൂസ് മാനുഫാക്ചറിംഗ് വേണമെങ്കിൽ ഇരിക്കാൻ മതി, നിർബന്ധമൊന്നുമില്ല. ഇൻസ്റ്റലേഷൻ സെറ്റപ്പും രണ്ടും ഒരെണ്ണല്ല, അതായത് ഓൾട്ടർനേറ്റീവ് രണ്ടും സെയിം മീനിങ് ആണ്, പക്ഷെ ക്വസ്റ്റ്യനിൽ മേ ബി പല പേരിലും തരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അത് നമ്മൾ പഠിച്ചു വെച്ചെന്നുള്ളൂ. അത് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി വരുന്ന കോസ്റ്റ്.
എഴുതി കഴിഞ്ഞാന്ന് പറഞ്ഞ ആരാധന ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു ഫോർമാറ്റ് മനസ്സിലായിട്ടുണ്ടോ? നെറ്റ്വർക്ക് ക്യാപിറ്റൽ ഒഴികെ മനസ്സിലായി സർ. ഓക്കെ. ആരാധന എന്താണ് നെറ്റ്വർക്കിംഗ് ക്യാപിറ്റൽ? ഒരുപാട് പഠിച്ചിട്ടുണ്ടാവും, പ്ലസ് ടു ഡിഗ്രി ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. എന്താണ് നെറ്റ്വർക്കിംഗ് ക്യാപിറ്റൽ? വർക്കിംഗ് ക്യാപിറ്റൽ പഠിച്ചിട്ടുണ്ട്. ആ ഓക്കെ. ഫോർമുല കണ്ടുപിടിക്കാൻ കറണ്ട് അസറ്റ്, കറണ്ട് ലയബിലിറ്റി ഒക്കെ ഉപയോഗിച്ചിട്ട് പഠിച്ചിട്ടുണ്ട്. അല്ലാതെ ഡീപ്പായിട്ട് ഡിഗ്രിക്ക് വരണേ ഉള്ളൂ തോന്നുന്നു. ഇപ്പൊ തുടങ്ങിയിട്ടില്ല എന്തായാലും. ഓക്കെ ഓക്കെ നെറ്റ്വർക്കിംഗ് ക്യാപിറ്റൽ അല്ലേ. മുബസ്സിറ എന്തൊക്കെ അറിയാം നെറ്റ്വർക്ക് ക്യാപിറ്റലിനെ പറ്റിയിട്ട്? ഇത് നിങ്ങൾ എഴുതി കഴിഞ്ഞിട്ടില്ലേ? മുബസ്സിറൊക്കെ എന്തൊക്കെ അറിയാം നെറ്റ്വർക്ക് ക്യാപിറ്റലിനെ പറ്റിയിട്ട്? ഇനി ഇവിടെ ഈ ഒരു കേസിൽ ഇപ്പൊ നമ്മൾ ജ്യൂസർ മെഷീന്റെ കാര്യത്തിലാണെങ്കിൽ ഇതിന്റെ കംപ്ലീറ്റ് ഇൻസ്റ്റലേഷൻ റെഡി ടു യൂസ് ആയി കഴിഞ്ഞാൽ അവിടെ ഞങ്ങളുടെ പിന്നെ ഇതിന്റെ വർക്കിങ്ങിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന വർക്കിംഗ് ക്യാപിറ്റലാണ് വർക്കിംഗ്. ഇൻവെസ്റ്റ് ചെയ്യുന്ന ക്യാപിറ്റൽ. ഓക്കെ നെറ്റ്വർക്കിംഗ് ക്യാപിറ്റൽ. എന്തുകൊണ്ടാണ് ഞാൻ കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി? നോർമലി ഞാൻ നെറ്റ്വർക്ക് ക്യാപിറ്റൽ എന്താണെന്ന് വെച്ചാൽ എല്ലാവരും കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി അത്ര എല്ലാവർക്കും അറിയുള്ളൂ. കാരണം പ്ലസ് വൺ പ്ലസ് ടുവിലൊക്കെ അങ്ങനെ പഠിക്കുന്നുള്ളൂ. കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി ചെയ്താൽ നെറ്റ്വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടുമെന്ന് അത് കേട്ടില്ല ആരാധന? Yes, sir. അതായത് കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി ചെയ്താൽ നമ്മുടെ നെറ്റ്വർക്കിംഗ് ക്യാപിറ്റൽ സെക്കൻഡ് കോസ്റ്റ് ഓഫ് അസറ്റിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് ഇൻ നെറ്റ്വർക്കിംഗ് ക്യാപിറ്റൽ അതും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റിലേക്ക് എത്തുന്നത്. ഇൻവെസ്റ്റ്മെന്റ് ഇൻ നെറ്റ്വർക്കിംഗ് ക്യാപിറ്റൽ ബ്രാക്കറ്റിൽ ഞാൻ എഴുതിയത് കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി ആണ്. ഓക്കെ, സോ എന്തുകൊണ്ടാണ് കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി എന്ന് പറഞ്ഞുള്ള ആ ഒരു എമൗണ്ട് നെറ്റ്വർക്കിംഗ് ക്യാപിറ്റൽ എമൗണ്ട് പറയുന്നത് നമ്മുടെ കൂടെ ഒരു എമൗണ്ട് ആണെന്ന് പറഞ്ഞിട്ട് എഴുതിയ അല്ലെ, ഇൻവെസ്റ്റ്മെന്റ് ഇൻ നെറ്റ്വർക്ക് ക്യാപിറ്റൽ ആ എമൗണ്ട് കൂടി നമ്മളിൽ നിന്ന് പോകും. അതുകൊണ്ടാണ് ഞാൻ അവിടെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റിലേക്ക് ആഡ് ചെയ്തത്. എന്താണ് കറണ്ട് അസറ്റ് ആരാധന? കറണ്ട് അസറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് ടേം യൂസിന് പറ്റാത്തത്. ലോങ് ടേം യൂസ്, ലോങ് ടേം അല്ലാതെ ഷോർട്ട് ടേം അല്ലെ? മുബഷിറൊക്കെ അറിയാൻ തോന്നുന്നു. ആ മുബഷിർ അല്ല, ഈസി ലിക്വിഡേറ്റ് ചെയ്യാൻ പറ്റുന്നതെല്ലാം കറണ്ട് അതെ അതെ, 1 ഇയറിനുള്ളിൽ നമുക്ക് തിരിച്ചു കിട്ടുന്ന എമൗണ്ട് അല്ലെ, നമ്മുടെ അസറ്റ് ആണ്. നമുക്ക് 1 ഇയർ ടൈമിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യും, അത് തിരിച്ചു കിട്ടും. കറണ്ട് ലാബിലിറ്റി എന്ന് പറഞ്ഞാലും, ലാബിലിറ്റി എന്ന് പറഞ്ഞാൽ ബാധ്യത നമുക്കറിയാം അല്ലെ. ലാബിലിറ്റീസ് നമ്മൾ പഠിച്ചത് കറണ്ട് ലാബിലിറ്റിയും നോൺ കറണ്ട് ലാബിലിറ്റിയും ഉണ്ട്. കറണ്ട് ലാബിലിറ്റി എന്ന് പറഞ്ഞാൽ, കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വർഷം കൊണ്ട് നമുക്ക് കിട്ടുന്ന എമൗണ്ട് അല്ലെ. അങ്ങനെയാണെങ്കിൽ നോൺ കറണ്ട് ലാബിലിറ്റി എന്തായിരിക്കും? ഒരു വർഷം കൊണ്ട് 1 ഇയറിനകത്ത് നമുക്ക് തീർക്കാൻ പറ്റുന്ന ലയബിലിറ്റി നമുക്ക് കൊടുത്ത് തീർക്കേണ്ട പൈസ അല്ലെ, നമ്മൾ ഷോർട്ട് ടേം ആയിട്ടുള്ളത്. ഷോർട്ട് ടേം ആയിട്ട് നമ്മളെ ബാധ്യത. ഓക്കെ, എന്താ സംഭവിച്ചത്? എക്സ്പാൻസ് എന്ന് പറഞ്ഞ ഒരു പ്രൊപ്പോസൽ എങ്ങനെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് കണ്ടെത്താം, അതായത് എങ്ങനെ നമ്മൾ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുള്ള 1 lakh എങ്ങനെ ആ എമൗണ്ടിലേക്ക് എത്തി? ഇതാണ് ഈ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്. നമുക്ക് ഇതാ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് 1 lakh ആണ് അല്ലെ. സോ ആ 1 lakh നമ്മൾ സ്പ്ലിറ്റ് ചെയ്തപ്പോൾ ആ 1 lakh ഒരു എമൗണ്ട് പറഞ്ഞാൽ ഞാൻ ആ അസറ്റ് വാങ്ങാൻ വേണ്ടി ജർമ്മനിയിൽ കൊണ്ടുപോയി കൊടുത്ത പൈസ ആണ് അല്ലെ.
പിന്നെ അതിനെ എന്റെ ഫാക്ടറിയിൽ എത്തിച്ചിട്ട് അത് റെഡി ടു യൂസ് ആക്കാൻ വേണ്ടി എന്തൊക്കെ കോസ്റ്റുകൾ ചെലവായോ അതൊക്കെ ഞാൻ അതിലേക്ക് ആഡ് ചെയ്തു. അപ്പൊ എമൗണ്ട് കിട്ടി. അസ്യൂമി ചെയ്യാം 80,000 ആണ്. ഓക്കെ, 80,000 ആണ് ഇപ്പോ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഇയർ സീറോയിൽ എന്റെ കയ്യിൽ നിന്ന് പോയ ക്യാഷ്. പക്ഷേ 1 lakh ആണ് കൊടുത്തത്. അതുകൊണ്ട് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇൻവെസ്റ്റ്മെന്റ് നെറ്റ്വർക്ക് ക്യാപിറ്റൽ എല്ലാ കേസിലും ഉണ്ടാവില്ല, പക്ഷെ ഇടയ്ക്ക് വരും. ഇൻവെസ്റ്റ്മെന്റ് നെറ്റ്വർക്ക് ക്യാപിറ്റൽ, അതായത് ഇയർ സീറോയുടെ ടൈമിൽ നെറ്റ്വർക്ക് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് ഒരു 20,000 കൂടി നമ്മളെ കയ്യിൽ നിന്ന് പോവുകയാണ് അല്ലെ. സോ എന്താണ് നെറ്റ്വർക്ക് ക്യാപിറ്റൽ എന്ന് നമ്മൾ പഠിക്കാൻ പോവാണ്. അതിനു മുന്നേ എന്താണ് ഈ നെറ്റ്വർക്ക് ക്യാപിറ്റൽ റഫായിട്ട് ഞാനൊന്ന് പറഞ്ഞുതരാം. നിങ്ങൾ പ്ലസ് വൺ പ്ലസ് ടുവിലൊക്കെ പഠിച്ചിട്ടുണ്ടാവുക കറണ്ട് അസറ്റ്, അതായത് എന്താണ് നെറ്റ്വർക്കിംഗ് ക്യാപിറ്റൽ, എങ്ങനെയാണ് നെറ്റ്വർക്കിംഗ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റിൽ നിന്നും കറണ്ട് ലയബിലിറ്റി ലെസ് ചെയ്താലാണ് നമുക്ക് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടുക അല്ലെ. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ പ്ലസ് വൺ പ്ലസ് ടുവിലൊക്കെ പഠിച്ചിട്ടുണ്ടാവുക എമൗണ്ട് നീഡഡ് ഫോർ ഡേ ടു ഡേ ഓപ്പറേഷൻ. അത് എവിടെയും കേട്ടണോ? അല്ലെ, നമ്മുടെ ഡേ ടു ഡേ ഓപ്പറേഷൻസ് സ്മൂത്ത് ആയിട്ട് നടക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ഇൻവെസ്റ്റ്മെന്റ്, അതാണ് നമ്മളെ നെറ്റ്വർക്കിംഗ് ക്യാപിറ്റൽ. പക്ഷെ ഈ നെറ്റ്വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ എമൗണ്ട് ഈ 20,000 ഞാൻ എന്തിലേക്ക് എടുത്തിട്ടില്ല, എന്റെ ഡിപ്രിസിയബിൾ ബേസിലേക്ക് എടുത്തിട്ടില്ല. ഓക്കെ, ഞാൻ ഈ 80,000 മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് എന്തുകൊണ്ടായിരിക്കും എന്ന് കുറച്ച് ഞങ്ങൾക്ക് മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ, ഇതാ ഈ ഒരു ജ്യൂസ് മാനുഫാക്ചറിങ്ങിന്റെ ആ ഒരു ജ്യൂസ് മെഷീൻ വാങ്ങിയതിന് ശേഷം ഞാനിപ്പോ നിൽക്കുന്നത് 0th ഇയറിലാണ്. ഓക്കെ, ഇയർ 1ലാണ് എനിക്ക് സെയിൽസ് വരുന്നത്, ഞാൻ ജ്യൂസ് ഉണ്ടാക്കി വിൽക്കുന്നത് ഒക്കെ ചെയ്യുന്നത്. പക്ഷേ ഇനീഷ്യൽ സമയത്ത് ഞാൻ മെഷീൻ വാങ്ങിയ സമയത്ത് തന്നെ എനിക്ക് കുറച്ച് എന്ത് വാങ്ങേണ്ടി വരും, കുറച്ച് ഓറഞ്ച് ജ്യൂസ്, കുറച്ച് ഷുഗർ, ഓക്കെ, കുറച്ച് വാട്ടർ, അങ്ങനെ കുറച്ച് ബേസിക് ആയിട്ടുള്ള എന്റെ പ്രൊഡക്ഷൻ ഒന്ന് സ്റ്റാർട്ട് ആയിട്ട് ഒന്ന് സ്മൂത്ത് ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ എനിക്ക് വാങ്ങി വെക്കുന്നുണ്ട് അല്ലെ. ഫോർ എക്സാമ്പിൾ, ഞാനൊരു 25,000 രൂപന്റെ 25,000 രൂപന്റെ ഇൻവെന്ററി ഞാൻ വാങ്ങി. ഓക്കെ, ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ ഞാൻ ഓറഞ്ച് ജ്യൂസ്, ഷുഗർ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഈ ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ എന്താ, എന്റെ ബിസിനസ്സിലെ കറണ്ട് അസറ്റാ 25,000. ഓക്കെ, ഈ ഇൻവെന്ററി വാങ്ങാൻ എനിക്ക് പൈസ വേണ്ടേ, ഈ 25,000 ഞാൻ ഇട്ട് കൊടുക്കണ്ടേ. ഓക്കെ, എന്റെ കൈമന്ന് എടുത്ത് കൊടുക്കണ്ടേ. പക്ഷെ ഈ 25,000 എനിക്ക് തിരിച്ചു കിട്ടും എപ്പോ, ഇയർ 1ലേക്കൊക്കെ പോകുമ്പോൾ ഈ ഇൻവെന്ററി, അതായത് ഈ ഓറഞ്ച് ജ്യൂസ്, ഈ ഓറഞ്ചും ഷുഗറും വാട്ടറൊക്കെ യൂസ് ചെയ്തിട്ട് ഞാൻ ഫ്രൂട്ടി ഉണ്ടാക്കുന്നു, അത് കസ്റ്റമേഴ്സിന് സെല് ചെയ്യുമ്പോൾ എനിക്ക് ആ ക്യാഷ് തിരിച്ചു കിട്ടും. ഓക്കെ, അതായത് എനിക്കിതൊരു ചെലവല്ല, ഇതൊരു എക്സ്പെൻസും റവന്യൂ ഒന്നല്ല. ഇതെന്താന്ന് വെച്ചാൽ നമ്മൾ ബിസിനസ്സിലേക്ക് റോള് ചെയ്യാൻ വേണ്ടി ഇറക്കുന്ന ക്യാഷാണ്. പക്ഷെ ഞാൻ ഇവിടെ ഇത് കറണ്ട് അസറ്റ് 25,000 അല്ലേ. എന്തുകൊണ്ടാണ് അത് കറണ്ട് ലയബിലിറ്റി ലെസ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതാ ഇയർ സീറോയില് ഞാൻ 25,000ന്റെ ഒരു കുറച്ച് സാധനങ്ങൾ വാങ്ങി. അതെന്താ വെച്ചാൽ എന്റെ ബിസിനസ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ, സാധനം വിൽക്കാൻ തുടങ്ങിയില്ല. പക്ഷെ ഇനീഷ്യലി ആ എന്താ പറയാ, എന്റെ ജ്യൂസിന്റെ പ്രൊഡക്ഷൻ ഒക്കെ ഒന്ന് സെറ്റപ്പ് ആക്കാൻ വേണ്ടിയിട്ട്, ഒന്ന് കാര്യങ്ങൾ സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഡേ ടു ഡേ ഓപ്പറേഷൻസ് നടക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു 20,000ന്റെ ഇൻവെന്ററി വാങ്ങി വെച്ചു. അതാണ് കറണ്ട് അസറ്റ് 25,000. ഓക്കെ, പക്ഷെ ആ കറണ്ട് അസറ്റ് വാങ്ങിയതിൽ നിന്നും ഈ 25,000 കൊടുത്ത് ഇൻവെന്ററി വാങ്ങിയപ്പോൾ, ഓക്കെ, 25,000 കൊടുത്ത് ഇൻവെന്ററി വാങ്ങിയപ്പോൾ ആ കടക്കാരൻ പറഞ്ഞു ഒരു 20,000 ഇപ്പൊ പേ ചെയ്താൽ മതി, 20,000 ഇപ്പം പേ ചെയ്താൽ മതി, ഒരു 5,000 നിങ്ങൾ പിന്നെ തന്നാൽ മതിയാണ്. നമുക്ക് കടം തന്നു അല്ലെ, ക്രെഡിറ്റിന് സാധനം തന്നു. സോ ദാ ഈ 5,000 എന്ന് പറഞ്ഞാൽ ഞാൻ അയാൾക്ക് കൊടുക്കണം. ഇപ്പം കൊടുത്തിട്ടില്ല, ഞാൻ കുറച്ച് കഴിഞ്ഞാൽ കൊടുക്കണം. ഇത് എന്റെ കറണ്ട് ലയബിലിറ്റിയാണ്. ഓക്കെ, സോ കറണ്ട് ലയബിലിറ്റി എഴുതി ഞാൻ 5,000 എഴുതി. അങ്ങനെയാണെങ്കിൽ വെറും ഒരു എക്സാമ്പിൾ ആണ്, കറണ്ട് അസറ്റിൽ നിന്നും കറണ്ട് ലയബിലിറ്റി ലെസ് ചെയ്താൽ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് കിട്ടും 20,000 ആണ് അസ്യൂം ചെയ്തത്. എന്താ അവിടെ സംഭവിച്ചത്, ഇയർ സീറോന്റെ ടൈമിൽ ഞാൻ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റിന്റെ സമയത്താണ് നിൽക്കുന്നത്, ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടൊന്നുമില്ല. മെഷീൻ വാങ്ങി എന്റെ ഫാക്ടറിയിൽ എത്തിച്ച് എനിക്ക് ഫസ്റ്റത്തെ കുറച്ച് ദിവസങ്ങൾ, അതായത് ഫസ്റ്റത്തെ സെയിൽസ് ഒക്കെ വരുന്നവരെ എനിക്ക് കുറച്ച് ജ്യൂസ് ഒക്കെ ഉണ്ടാക്കി വെക്കാൻ, ഒന്ന് സാധനം സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഇൻവെന്ററി വാങ്ങി വെച്ചു. കുറച്ച് ഓറഞ്ചും കുറച്ച് ഷുഗറും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയപ്പോൾ ഒരു 20,000ന്റെ ബില്ലായി. ഓക്കെ, 20,000 ബില്ലായപ്പോ കടക്കാരൻ പറഞ്ഞു ആ 25,000 ആണ് ഞാൻ കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞ ഏരിയ. കാരണം കറണ്ട് അസറ്റ് ഒരു ഇൻവെന്ററി എന്ന് പറഞ്ഞ കറണ്ട് അസറ്റിലെ വരാം. ഓക്കെ,
അതുപോലെ തന്നെ കടക്കാരൻ പറഞ്ഞു ഈ 25,000 ഒരു 5,000 നിങ്ങൾ പിന്നെ തന്നാൽ മതി. അതായത് 20,000 ആണ് ഞാൻ 0th ഇയർ ടൈമിൽ എന്റെ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് കടക്കാരന് കൊടുത്തത്. ഓക്കെ, അപ്പം ഈ 25,000 നിന്നും കറണ്ട് അസറ്റിൽ നിന്നും കറണ്ട് ലയബിലിറ്റി ലെസ് ചെയ്താൽ 5,000 ലെസ് ചെയ്താൽ 20,000 നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ, അതായത് നമ്മളെ വർക്കിംഗ്സ് പ്രോപ്പർ ആയിട്ട് നടത്താൻ വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ക്യാപിറ്റൽ. ഓക്കെ, ഈ 20,000 എനിക്ക് ഒരു എക്സ്പെൻസ് ആണോ ആരാധന? എനിക്കൊരു ചെലവാണോ? നോ സർ. എന്തുകൊണ്ട്? കാരണം കറണ്ട് അസറ്റ് വീണ്ടും കിട്ടുമല്ലോ 1 ഇയറിന്റെ അതെ ഉള്ളില്. അതെ, 1 ഇയറിനുള്ളിലോ അല്ലെങ്കിൽ ആ പ്രൊജക്ട് തീരുന്നതിന് മുന്നേ എന്തായാലും ഈ 25,000 വാങ്ങിയ സാധനങ്ങളൊക്കെ ഞാൻ ജ്യൂസ് ഉണ്ടാക്കിയില്ലേ, മേ ബി ഒരു ജ്യൂസിന് 100 രൂപ എന്നൊക്കെ പറഞ്ഞ് വെക്കും. അപ്പൊ ഈ പൈസ എനിക്ക് തിരിച്ചു കിട്ടും. ഓക്കെ, സോ തൽക്കാലത്തേക്ക് ഒന്ന് റോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്റെ പോക്കറ്റിൽ നിന്നും ഞാൻ ഇറക്കേണ്ട പൈസ ആണ് ഈ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. ഓക്കെ, ഫോർ എക്സാമ്പിൾ 25,000 സാധനമായി കറണ്ട് അസറ്റ് മാത്രമേ ഉള്ളൂ, കറണ്ട് ലാബിലിറ്റി ഒന്നും ഇല്ല. കറണ്ട് ലാബിലിറ്റി 0 എന്ന് പറഞ്ഞാൽ ആ 25,000 ഞാൻ ആ ടൈമിൽ തന്നെ കടക്കാരന് കൊടുത്തെങ്കിൽ എന്റെ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ 25,000 ആണ് ഞാൻ ഇറക്കേണ്ടത്. ഈ 25,000 ഞാൻ എന്റെ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് റോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറക്കണം. ഓക്കെ, എന്റെ കയ്യിൽ നിന്ന് പോണ ക്യാഷ് അല്ലേ. അതുകൊണ്ടാണ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ നെറ്റ്വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് ഞാനിതാ ഇവിടെ ഒരു 20,000 റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, കറണ്ട് ലാബിലിറ്റി ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ലെസ് ചെയ്യണം. ഇൻ കേസ് കറണ്ട് ലാബിലിറ്റി ഒന്നും ഇല്ല, ഓക്കെ, കറണ്ട് അസറ്റ് മാത്രമേ ഉള്ളൂ, ആ കറണ്ട് അസറ്റിലെ കംപ്ലീറ്റ് എമൗണ്ട് നമ്മൾ നെറ്റ്വർക്കിംഗ് ക്യാപിറ്റൽ ആയിരിക്കും. ഇതാ കറണ്ട് അസറ്റ് 25,000 ആണെങ്കിൽ കംപ്ലീറ്റ് 25,000 ഞാൻ റോൾ ചെയ്യാൻ വേണ്ടി ഇറക്കേണ്ടി വരും. ഓക്കെ, ഇനി കറണ്ട് അസറ്റിൽ വരാൻ വേറെ ചാൻസ് ഉള്ളത് നമ്മുടെ അക്കൗണ്ട്സ് റിസീവബിൾ. എന്താ അക്കൗണ്ട് റിസീവബിൾ? നമ്മളെ 0th ഇയറിൽ നമുക്ക് സെയിൽസ് ഒന്നും ഉണ്ടാവില്ല, കാരണം 0th ഇയറിൽ നമ്മൾ പരിപാടി തുടങ്ങിയിട്ടില്ല. ഇയർ 1ലേക്ക് എത്തുമ്പോഴാണ് മേ ബി അക്കൗണ്ട് റിസീവബിൾ തരാൻ ചാൻസ് ഉള്ളത്. അതായത് നമ്മളെ ക്രെഡിറ്റ് സെയിൽസ് ആണ് നമ്മുടെ അക്കൗണ്ട് റിസീവബിൾ അല്ലെ. നമ്മളേന്ന് കസ്റ്റമേഴ്സ് ജ്യൂസ് വാങ്ങിക്കൊണ്ടേ, പക്ഷെ അത് ക്രെഡിറ്റിനാണ് വാങ്ങിക്കൊണ്ടിരുന്നെങ്കിൽ അത് നമ്മൾ അക്കൗണ്ട് റിസീവബിൾ ആയിട്ട് റെക്കോർഡ് ചെയ്യാം. അവര് സാധനം കൊണ്ടുപോയി, പക്ഷെ അവർ പൈസ തന്നിട്ടില്ല. അത് കഴിച്ചിട്ട് നമ്മൾ അതിന്റെ എക്സ്പെൻസ് ഒക്കെ നമ്മൾ മീറ്റ് ചെയ്യേണ്ടി വരില്ലേ. സോ ആ ക്യാഷ് നമ്മൾ റോൾ ചെയ്യേണ്ടി വരും. പക്ഷെ അതൊരു ചെലവല്ല, ആ പൈസ നമുക്ക് തിരിച്ചു കിട്ടും. എപ്പോ തിരിച്ചു കിട്ടും? കടക്കാരൻ കടം വാങ്ങിയിട്ടാ കൊണ്ടുപോയില്ലേ, അല്ല കസ്റ്റമർ കടം വാങ്ങിയിട്ടാ കൊണ്ടുപോയി, പക്ഷെ അവൻ പൈസ തിരിച്ചു തരും. മേ ബി 2 മാസം കഴിഞ്ഞാലോ ഒരു 6 മാസം കഴിഞ്ഞാലോ എപ്പോഴെങ്കിലും ആ പൈസ തിരിച്ചു തരും. അപ്പൊ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസ നമുക്ക് തന്നെ തിരിച്ചു കിട്ടും. അതുകൊണ്ട് നമുക്ക് ഈ ഒരു അക്കൗണ്ട് റിസീവബിൾ പറഞ്ഞാൽ അങ്ങോട്ട് ഒരു എക്സ്പെൻസ് ഇല്ല. ഓക്കെ, അക്കൗണ്ട് റിസീവബിൾ അതായത് ഇയർ 1 ഒരു 10,000 അക്കൗണ്ട് റിസീവബിൾ സംഭവിച്ചു. 10,000 സാധനം ഒരു കസ്റ്റമർ വാങ്ങിക്കൊണ്ടേ അതിന്റെ പൈസ അവൻ തന്നിട്ടില്ല. അപ്പം ആ 10,000 റിലേറ്റ് ചെയ്തിട്ടുള്ള എക്സ്പെൻസ് ഒക്കെ നമ്മൾ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്റെ കയ്യിൽ നിന്ന് ഞാൻ ക്യാഷ് ഇറക്കേണ്ടി വരും. ഓക്കെ, 10,000 അക്കൗണ്ട്സ് റിസീവബിൾ. അതുപോലെ തന്നെ അക്കൗണ്ട്സ് പേബിൾ ഉണ്ട്. ആ വർഷം ഞാൻ വാങ്ങിയ സാധനങ്ങളിൽ നിന്നും ഒരു 2,000 രൂപ ഞാൻ കൊടുക്കാനുണ്ട്, കടക്കാരന് കൊടുക്കാനുണ്ട്. അതായത് അക്കൗണ്ട് റിസീവബിൾ പറഞ്ഞാൽ എന്റെ കയ്യിൽ നിന്ന് സാധനം കൊണ്ടേ പക്ഷെ എനിക്ക് പൈസ കിട്ടിയിട്ടില്ല. ഓക്കെ, അക്കൗണ്ട്സ് പേബിൾ പറഞ്ഞാൽ ഞാൻ സാധനം വാങ്ങി, ഞാനൊരു 2,000 രൂപയുടെ ഷുഗർ വാങ്ങി വെയർ ഹൗസിലേക്ക്. ഓക്കെ, പക്ഷെ അതിന്റെ പൈസ ഞാൻ കൊടുത്തിട്ടില്ല. എനിക്ക് ഷുഗർ കിട്ടി, സാധനം എനിക്ക് കിട്ടി, പക്ഷെ ഞാൻ പൈസ കൊടുത്തിട്ടില്ല. ഞാൻ കൊടുക്കണം, കുറച്ച് കഴിഞ്ഞാൽ കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ഈ കേസിൽ എന്റെ നെറ്റ്വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ 8,000. ഓക്കെ, ഇനി ഞാൻ ബാക്ക് ടു എന്റെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഫോർമാറ്റിലേക്ക് വരാം. ഞാനിവിടെ പർച്ചേസ് കോസ്റ്റ് ഓഫ് അസറ്റിലേക്ക് ഈ എനി അതർ കോസ്റ്റ് ഫോർ റെഡ്യൂസ് ചെയ്താലാണ് എനിക്ക് എന്റെ കോസ്റ്റ് ഓഫ് അസറ്റ് കിട്ടുക, അതായത് ഡിപ്രിസിയബിൾ ബേസ് കിട്ടുക. ഓക്കെ, എന്തുകൊണ്ടാണ് ഞാൻ ഈ നെറ്റ്വർക്കിംഗ് ക്യാപിറ്റൽ ഇതിന്റെ ഡിപ്രിസിയബിൾ ബേസിലേക്ക് എടുക്കാത്തത്? കാരണം ഈ നെറ്റ്വർക്കിംഗ് ക്യാപിറ്റൽ ഇതിന്റെ ഒരു എക്സ്പെൻസ് അല്ല. ഞാൻ ബിസിനസ്സിലെ റോളിങ്ങിന് ആവശ്യത്തിന് വേണ്ടിയിട്ട് എന്റെ കൈമൽ എന്റെ പോക്കറ്റിൽ നിന്നും ഞാൻ എമൗണ്ട് റോൾ ചെയ്യാൻ വേണ്ടി ബിസിനസ്സിലേക്ക് ഇറക്കണം. പക്ഷെ എനിക്ക് അതൊരു എക്സ്പെൻസ് അല്ല, എനിക്ക് ആ പൈസ തിരിച്ചു കിട്ടും. ഫോർ എക്സാമ്പിൾ ഇൻവെന്ററി ആണെങ്കിൽ ആ ഇൻവെന്ററി ഒക്കെ സെയിൽ ചെയ്തിട്ട് ആ സെയിൽ നടന്നാൽ കസ്റ്റമർ പൈസ തന്നാൽ എനിക്ക് കിട്ടും. ആ ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എനിക്ക് തിരിച്ചു കിട്ടും. അതുപോലെ തന്നെ അക്കൗണ്ട് റിസീവബിൾ ആണെങ്കിൽ കടത്തിന് വാങ്ങിക്കൊണ്ട ആൾക്കാർ പൈസ തിരിച്ച് എപ്പോഴാണോ തരുന്നത്, അതായത് എപ്പോഴാണോ നമ്മൾ അവരിൽ നിന്ന് പൈസ കളക്ട് ചെയ്യുന്നത്, ആ ടൈമിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എനിക്ക് തിരിച്ചു കിട്ടില്ലേ. അതുകൊണ്ടാണ് നെറ്റ്വർക്കിംഗ് ക്യാപിറ്റൽ ഞാൻ ഡിപ്രിസിയേഷൻ ചെയ്യാത്തത്. ഓക്കെ, ഈ ഡിപ്രിസിയബിൾ ബേസ് എന്നാൽ ഈ കോസ്റ്റ് ഓഫ് അസറ്റിന് വേണ്ടി എന്തൊക്കെ ചെലവായോ ഇതൊക്കെ നമ്മളെ ചെലവുകളാണ്, ഇതൊന്നും തിരിച്ചു കിട്ടില്ല. പർച്ചേസ് കോസ്റ്റ് ഓഫ് അസറ്റ് ഇതൊന്നും തിരിച്ചു കിട്ടാൻ പോലെ, ട്രാൻസ്പോർട്ടേഷന് വേണ്ടി കൊടുത്തതും ഇൻസ്റ്റാളേഷന് കൊടുത്തതും ഇൻഷുറൻസിന് പേ ചെയ്തതും ഇതൊക്കെ നമ്മൾ ചെലവുകളാണ്, എക്സ്പെൻസുകളാണ്. അതായത് അസറ്റിന് വേണ്ടി കോസ്റ്റ് വന്ന പൈസകളാണ്. പക്ഷെ നെറ്റ്വർക്കിംഗ് ക്യാപിറ്റൽ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റിൽ, അതായത് 0th ഇയറിലെ ടൈമിൽ ഞാൻ നെറ്റ്വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് മേ ബി ഒരു 20,000 ഇൻവെസ്റ്റ് ചെയ്താൽ അത് എനിക്കൊരു എക്സ്പെൻസ് അല്ല. അത് ഞാൻ ആ ബിസിനസ്, അതായത് ആ അസറ്റിലെ കാര്യങ്ങൾ റൺ ചെയ്യാൻ വേണ്ടിയിട്ട്, ഫോർ എക്സാമ്പിൾ ഈ ഒരു കേസിൽ
ആ ജ്യൂസ് അടിക്കാനുള്ള മെഷീന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രോപ്പർ ആയിട്ട് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റത്തെ കുറച്ച് ദിവസങ്ങളിലെ കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യാൻ വേണ്ടി, അതായത് ഇതിന്റെ വർക്കിംഗ് പ്രോപ്പർ ആകാൻ വേണ്ടിയിട്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, റോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആ ഒരു എമൗണ്ട് ആണ് നമ്മുടെ നെറ്റ്വർക്കിംഗ് ക്യാപിറ്റൽ. ഈ നെറ്റ്വർക്കിംഗ് ക്യാപിറ്റൽ എനിക്കൊരു ചെലവല്ല. ഈ പൈസ എനിക്ക് കുറച്ച് കഴിഞ്ഞാൽ തിരിച്ചു കിട്ടും. ഫോർ എക്സാമ്പിൾ ഇവിടെ ഇതാ എനിക്ക് മേ ബി തിരിച്ചു കിട്ടും. ചിലപ്പോൾ ഇയർ 1-ലോ 2-ലോ 3-ലോ 4-ലോ എപ്പോഴെങ്കിലും തിരിച്ചു കിട്ടും. ഈ ഇയർ 4-ൽ കിട്ടിയില്ല, എന്തായാലും ഇയർ 5-ലെങ്കിലും കിട്ടും. കാരണം ഇയർ 5-ലാണ് നമ്മൾ പ്രൊജക്ട് അവസാനിക്കുന്നത്. ഓക്കെ, സോ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റിലെ നെറ്റ്വർക്കിംഗ് ക്യാപിറ്റലിനെ കുറിച്ച് നമുക്ക് കുറച്ച് പോയിന്റ്സ് ചെയ്താണ്ട്. ഓക്കെ, എന്താണ് നെറ്റ്വർക്ക് ക്യാപിറ്റൽ? ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞത് മനസ്സിലായിട്ടില്ലേ? അതായത് ഈ 25,000 ഇൻവെന്ററി വാങ്ങിയാൽ ഈ 25,000 ഇൻവെന്ററിക്ക് ഞാൻ ക്യാഷ് കൊടുക്കണം. ഓക്കെ, അതില് അക്കൗണ്ട്സ് പേയബിൾ എന്ന് പറയുക ഈ 5,000ന്റെ അക്കൗണ്ട്സ് പേയബിൾ ആണ്. ഞാൻ ഈ 5,000 കൊടുക്കാനുണ്ട്. അങ്ങനെയാണെങ്കിൽ കടക്കാരൻ പറഞ്ഞു 25,000ൽ ഒരു 20,000 ഇപ്പൊ അടച്ചാൽ മതി, 5,000 പിന്നെ തന്നാൽ മതി എന്ന് പറഞ്ഞാൽ ഈ 20,000 ഞാൻ എന്റെ പോക്കറ്റിൽ നിന്ന് റോൾ ചെയ്യാൻ വേണ്ടി കൊടുക്കണം. അതാണ് എന്റെ നെറ്റ്വർക്കിംഗ് ക്യാപിറ്റൽ. ഇനി എനിക്ക് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ 25,000 ആണ്. എന്റെ കറന്റ് ലാബിലിറ്റി ഒന്നും ഇല്ലെങ്കിൽ ഞാൻ കറന്റ് അസറ്റിലേക്ക് എന്തൊക്കെ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തോ അതൊക്കെ എന്റെ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. ആ എമൗണ്ട് ഒക്കെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തോളൂ. ഇനി 2 മാസത്തെ റെന്റ് ഞാൻ അഡ്വാൻസ് ആക്കിയിട്ട് അടിച്ചു. ഓക്കെ, പ്രീപെയ്ഡ് എക്സ്പെൻസ് ആണ്. പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്താ? ഒരു കറന്റ് അസറ്റ് ആണ്. ഓക്കെ, അപ്പൊ ആ എക്സ്പെൻസും ഞാൻ എന്ത് ചെയ്യണം? റോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്റെ പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുക്കണം. ഓക്കെ, അതാണ് നെറ്റ്വർക്കിംഗ് ക്യാപിറ്റൽ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ. നമ്മൾ ചുമ്മാ കറന്റ് അസറ്റ് മൈനസ് കറന്റ് ലാബിലിറ്റി കാണാപ്പാടം പഠിക്കേണ്ട ആവശ്യമില്ല. എന്താണ് അതിന്റെ ഉള്ളിൽ സംഭവിക്കുന്നത്, എന്തുകൊണ്ട് കറന്റ് അസറ്റിൽ നിന്നും കറന്റ് ലാബിലിറ്റി ലെസ് ചെയ്താൽ കിട്ടുന്ന നെറ്റ്വർക്കിംഗ് ക്യാപിറ്റൽ നമ്മുടെ ക്യാഷ് ഔട്ട്ഫ്ലോ ആയി. ഓക്കെ, എന്തുകൊണ്ട് ഞാൻ അതിനെ ഇതിന്റെ ഡിപ്രിസിബിൾ ബേസിലേക്ക് എടുത്തില്ല? കാരണം അതെന്താണ്? റോൾ ചെയ്യാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന ഒരു പൈസ ആണ്. അത് നമുക്ക് തിരിച്ചു കിട്ടും. പക്ഷെ ഈ എമൗണ്ട് നമ്മൾ തിരിച്ചു കിട്ടൂല. അതൊക്കെ നമ്മൾ ഡിപ്രിസിയേഷൻ ചെയ്തേ പറ്റൂ. ഓക്കെ, മനസ്സിലായിട്ടുണ്ടോ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? അതിന്റെ നോട്ട്സ് ചെയ്താം. സോ നെറ്റ്വർക്കിംഗ് ക്യാപിറ്റൽ ഒരു ഹെഡിങ് എഴുതിക്കോ. നെറ്റ്വർക്കിംഗ് ക്യാപിറ്റൽ ചില പോയിന്റ്സ് ഞാൻ പറയാം, ചില പോയിന്റ്സ് ഞാൻ എഴുതാം. ഫസ്റ്റ് പോയിന്റ് നിങ്ങൾ എഴുതിക്കോ, ഞാൻ എഴുതുന്നില്ല. വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ദി ഇൻവെസ്റ്റ്മെന്റ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ദി ഇൻവെസ്റ്റ്മെന്റ് ഇൻ working capital is the investment in the current assets of the company. Working capital is the investment in the current assets of the company. സെക്കൻഡ് പോയിന്റിൽ നിങ്ങൾ എഴുതുന്നത് എന്താണ്, എങ്ങനെയാണ് നെറ്റ്വർക്കിംഗ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുക? കറന്റ് അസറ്റിൽ നിന്നും നമ്മുടെ കറന്റ് ലയബിലിറ്റി ലെസ് ചെയ്താൽ മതി. കറന്റ് അസറ്റ് കറന്റ് ലയബിലിറ്റി എന്നൊക്കെ എഴുതി കേട്ടോ, പിന്നെ മറന്നുവെങ്കിൽ. തേർഡ് പോയിന്റ് അവിടെ എഴുതാം. ഫസ്റ്റ് പോയിന്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ദി ഇൻവെസ്റ്റ്മെന്റ് ഇൻ ദി കറന്റ് അസറ്റ്സ് ഓഫ് ദി കമ്പനി. അതായത് നമ്മുടെ ബിസിനസ്സിലെ കറന്റ് അസറ്റിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് ആണ് നമ്മുടെ കറന്റ് വർക്കിംഗ് ക്യാപിറ്റൽ. കറന്റ് അസറ്റിൽ ഇൻവെന്ററി വരാം, അക്കൗണ്ട് റിസീവബിൾ വരാം, റീപെയ്ഡ് എക്സ്പെൻസ് വരാം. ഓക്കെ, ഒരുപാട് ഈ എമൗണ്ടുകളിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് ആണ് നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ. ആ എമൗണ്ട് ചിലപ്പം എപ്പോഴാണ് വർക്കിംഗ് ക്യാപിറ്റൽ നെറ്റ്വർക്കിംഗ് ക്യാപിറ്റൽ ആവാം? അതിൽ നിന്ന് എന്തെങ്കിലും കറന്റ് ലയബിലിറ്റി ലെസ് ചെയ്യാനുണ്ടെങ്കിലാണ് അത് നെറ്റ്വർക്കിംഗ് ക്യാപിറ്റൽ ആവും. ഓക്കെ, നമ്മുടെ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസിൽ നിന്നും പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ ലെസ് ചെയ്തപ്പോഴല്ലേ നെറ്റ് പ്രസന്റ് വാല്യൂ കിട്ടിയത്. അതുപോലെ ഓക്കെ, സോ തേർഡ് പോയിന്റ്, ഫസ്റ്റ് പോയിന്റ് നിങ്ങൾ എഴുതുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ദ കറന്റ് അസറ്റ്സ് ഓഫ് ദ കമ്പനി. സെക്കൻഡ് പോയിന്റ് എങ്ങനെയാണ് നെറ്റ്വർക്ക് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുക? അത് നമ്മൾ ഇതാ വേണ്ടി നെറ്റ്വർക്ക് ക്യാപിറ്റൽ കിട്ടാൻ വേണ്ടി കറന്റ് അസറ്റ് മൈനസ് കറന്റ് ലയബിലിറ്റി ചെയ്താൽ മതി. ഈ തേർഡ് പോയിന്റ്, വയൽ കാൽക്കുലേറ്റിംഗ് ക്യാഷ് ഫ്ലോസ്, while calculating cash flows, initial requirement of while calculating cash flows, initial requirement of while calculating cash flows, comma, initial requirement of working capital should be initial requirement of working capital should be treated as cash outflow. Should be treated as outflow. While calculating cash flows, initial requirement of working capital should be treated as cash outflow. And at the end of the project,
and at the end of the project, and at the end of the project, and at the end of the project, comma, its release, നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കാവൂ, its release should be treated as, its release should be treated as cash inflow. തേർഡ് പോയിന്റ് കുറച്ച് ലെങ്ത് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഞാൻ ഒന്നുകൂടി വായിക്കാതെ, while calculating cash flows, comma, initial requirement of working capital should be treated as cash outflow, comma, and at the end of the project, comma, its release should be treated as cash inflow. തേർഡ് പോയിന്റ് എഴുതിയോ ആരാധന? നമുക്ക് Yes, sir. ഈ രണ്ട് പോയിന്റ്സും കൂടി എഴുതാണ്ട് അത് മൊത്തം എഴുതിയിട്ട് നമുക്ക് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, സോ തേർഡ് പോയിന്റ് കഴിഞ്ഞാൽ ഫോർത്ത് പോയിന്റ് നിങ്ങൾ എഴുതിക്കോ, ഞാൻ എഴുതുന്നില്ല. Further, comma, there may be possibility of, further, comma, there may be possibility of additional working capital requirement. Further, comma, there may be possibility of additional working capital requirement during the life of the project. Further, there may be possibility of additional working capital during the life of the project. Full stop. അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട്, in such case, additional working capital requirement, in such case, additional working capital requirement should be treated as cash outflow. In such case, additional working capital requirements should be treated as cash outflow. And reduction in net working capital should be treated as cash inflow. Fourth point ഒന്നുകൂടി വായിക്കുക, അവിടെ മിസ്സായിട്ട് ചോദിച്ചോ. Further, comma, there may be possibility of additional working capital requirement during the life of the project. In such case, additional working capital requirements should be treated as cash outflow, and reduction in net working capital should be treated as cash inflow. Okay, reduction എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒറ്റ പോയിന്റ് കൂടി ഇല്ല, അതും കൂടി ഇത് നമുക്ക് 1 by 1 ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ആ പോയിന്റ് എല്ലാവരും കംപ്ലീറ്റ് ചെയ്തില്ലേ? ഫോർത്ത് പോയിന്റ്. ഓക്കെ, ഇനി ലാസ്റ്റ് പോയിന്റ്, if nothing has been specifically mentioned about release of working capital, comma, if nothing has been specifically mentioned about release of working capital, comma, it is assumed that Sir, പറഞ്ഞോ, ലാസ്റ്റ് പോയിന്റ് ഒന്നുകൂടി പറഞ്ഞുതരോ? നേരത്തെ പറഞ്ഞ പോലെ ഫർദർ. ആ നെറ്റ് പോയപ്പോ ഞാൻ ലീവായിരുന്നു. ആണോ? ഞാൻ പറഞ്ഞു എവിടെ വരെ എഴുതി ആരാധന? Further, there may be possibility of, അതുവരെ. ഒരു കാര്യം ചെയ്ത് ഒരു 4 ലൈൻ വിടാനുള്ള ഗ്യാപ്പ് കിട്ടോ, ഞാൻ ഒരു ഇതൊന്ന് പറഞ്ഞു എടുത്തിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ഒരു 4 ലൈനിന്റെ ഒരു സ്പേസ് കിട്ടോ, എന്നിട്ട് ലാസ്റ്റ് പോലെ എഴുതിക്കോ. If nothing has been specifically mentioned about release of working capital, comma, if nothing has been specifically mentioned about release of working capital, comma, it is assumed that full amount has to be released
it is assumed that full amount has to be released. It is assumed that full amount has to be released at the end of the project's life. If nothing has been specifically mentioned about release of working capital, comma, it is assumed that full amount has to be released at the end of project's life, comma. However, and continuation item, however, adjustment of increase or decrease, അതായത് മുകളിലേക്ക് നോക്കിക്കോ, increase or decrease ഇങ്ങനെ എഴുതിയാണ്. However, adjustment of increase or decrease in the net working capital, increase or decrease in net working capital needs to be incorporated. Needs to be incorporated. Last point, ഞാൻ ഒന്നുകൂടി വായിക്കാം. If nothing has been specifically mentioned about release of working capital, comma, it is assumed that full amount has to be released at the end of the project's life. However, adjustment of increase or decrease in working capital needs to be incorporated. Okay, ഈ 4 പോയിന്റ് വായിച്ചിട്ടില്ലേ, എഴുതി കഴിഞ്ഞിട്ടില്ലേ? ആ പോയിന്റ് ഒന്ന് വായിച്ചു നോക്കിക്കോ. ആരാധന ഈ 3rd പോയിന്റ് എഴുതിക്കോ. ഓക്കെ. Further, comma, there may be possibility of additional working capital requirement during the life of the project. ആരാധന കേൾക്കുന്നില്ലേ? During the life of the project. Okay, sir. Thank you. അല്ല, കഴിഞ്ഞില്ല. In such case, additional working capital requirement should be treated as cash outflow. In such case, additional working capital requirement should be treated as cash outflow. Cash outflow area, rather. Yes, sir. And a reduction in net working capital. Reduction in net working capital should be treated as cash inflow. And reduction in net working capital should be treated as cash inflow. 5 പോയിന്റ് എല്ലാവരും എഴുതിയില്ലേ? ഇനി 1 by 1 എന്താണ് ഉദ്ദേശിച്ചതെന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് പോയിന്റ് ആരാധന എഴുതി കഴിഞ്ഞില്ലേ? Yes, sir. ഓക്കെ, ഇതാ നമ്മുടെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഇതാ. നമ്മൾ എസ്റ്റിമേഷൻ ഓഫ് ക്യാഷ് ഫ്ലോസിൽ ക്യാഷ് ഇൻഫ്ലോസും ക്യാഷ് ഔട്ട്ഫ്ലോസും മാത്രമേ നോക്കുള്ളൂ. നമ്മുടെ ക്യാഷ് കൈവന്ന് പോയാൽ അത് നമ്മൾ കൺസിഡർ ചെയ്യണം. ഇനി ക്യാഷ് കിട്ടുകയാണെങ്കിൽ അത് നമ്മൾ കൺസിഡർ ചെയ്യണം. ഓക്കെ, അതാണ് നമ്മളെ ഒരു പർപ്പസ്, അതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഫസ്റ്റ് പോയിന്റ് എന്ന് വെച്ചാൽ വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ദി കറന്റ് അസറ്റ് ഓഫ് ദി കമ്പനി. നമ്മുടെ ബിസിനസ്സിലെ കറന്റ് അസറ്റിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിനാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞത്. കറന്റ് അസറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതാ ഇൻവെന്ററി, അക്കൗണ്ട് റിസീവബിൾ, പ്രീപെയ്ഡ് എക്സ്പെൻസ്, ഇതിലേക്കൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു എമൗണ്ട് ആണ് വർക്കിംഗ് ക്യാപിറ്റൽ. ഓക്കെ, ഇനി നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സെക്കൻഡ് പോയിന്റ് ആയിട്ട് ചെയ്താ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കറന്റ് അസറ്റിൽ നിന്നും കറന്റ് ലയബിലിറ്റി ഇൻ കേസ് ഉണ്ടെങ്കിൽ ലെസ് ചെയ്യണം. കറന്റ് ലയബിലിറ്റി ഒന്നും ഉണ്ടെങ്കിൽ കറന്റ് അസറ്റ് ആണ് നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ. ഇനി കറന്റ് അസറ്റിൽ നിന്നും കറന്റ് ലയബിലിറ്റി ഉണ്ടെങ്കിൽ അത് നമ്മൾ ലെസ് ചെയ്യണം. ഓക്കെ, നേരത്തെ നമ്മൾ പറഞ്ഞ കേസിൽ 25,000 സാധനമാണ് നമ്മൾ വാങ്ങിയത്. ഇതാ ഈ കേസിൽ 25,000 കറന്റ് അസറ്റ് ആണുള്ളത്. ഈ 25,000 ബില്ല് വന്ന സാധനത്തിന്റെ 5,000 നമ്മൾ പിന്നെ കൊടുക്കാന്ന് പറഞ്ഞു. ഓക്കെ, ഇത് എന്റെ അക്കൗണ്ട്സ് പേബിളാ. അക്കൗണ്ട് റിസീവബിൾ എന്ന് പറഞ്ഞത് കറന്റ് ലയബിലിറ്റിയാണ്.
സോ ഇതിന്റെ കറന്റ് അസറ്റിൽ നിന്നും കറന്റ് ലയബിലിറ്റി ലെസ് ചെയ്താൽ 25,000 20,000 ലെസ് ചെയ്താൽ 20,000 ആണ് ഞാൻ റോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തത്. ഓക്കെ, അതാണ് ഇതിന്റെ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. ഇനി തേർഡ് പോയിന്റ്, while calculating cash flows, initial requirement of working capital should be treated as cash outflow. Initial requirement, working capital, initial investment ഒരു cash outflow ആയിട്ടാണ് കൺസിഡർ ചെയ്യേണ്ടത്. ഇതൊരു ഔട്ട്ഫ്ലോ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്തത്. ഈ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റിൽ ഞാൻ കണ്ടെത്തുന്നത് എന്താ വെച്ചാൽ എന്തൊക്കെ ക്യാഷ് ആണ് എന്റെ കൈയിൽ നിന്ന് പോകുന്നത്. കോസ്റ്റ് ഓഫ് അസറ്റ് എന്റെ കയ്യിൽ നിന്ന് പോകുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ 80,000 എന്റെ കയ്യിൽ നിന്ന് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 20,000 നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലിന്റെ രീതിയിലും എന്റെ കയ്യിൽ നിന്ന് പോകുന്നുണ്ട്. ടോട്ടൽ എന്റെ കയ്യിൽ നിന്ന് പോയതാണ് 1 lakh. ഓക്കെ, ഇത് എന്റെ കയ്യിൽ നിന്ന് പോയ എമൗണ്ടാണ്. എന്റെ ടോട്ടൽ എന്റെ ടോട്ടൽ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റിലേക്ക് എന്റെ ഔട്ട്ഫ്ലോസിനൊക്കെ ഞാൻ ആഡ് ചെയ്തു. കാരണം ഇതൊക്കെ എന്റെ കയ്യിൽ നിന്ന് പോണ ക്യാഷാണ്. ഈ 20,000 എന്റെ കയ്യിൽ നിന്ന് പോയി, പക്ഷേ ഈ 20,000 ഒരു എക്സ്പെൻസ് അല്ല. ഓക്കെ, തേർഡ് പോയിന്റ് ഒന്നുകൂടി വായിക്കാം. വയൽ കാൽക്കുലേറ്റിംഗ് ക്യാഷ് ഫ്ലോസ്, ഇനീഷ്യൽ റിക്വയർമെന്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഷുഡ് ബി ട്രീറ്റഡ് ആസ് ക്യാഷ് ഔട്ട്ഫ്ലോ. ഈ 20,000 ഒരു ക്യാഷ് ഔട്ട്ഫ്ലോ ആണ്. ഓക്കെ, എന്റെ കയ്യിൽ നിന്ന് പോണ എമൗണ്ട് ആണ് ഈ 20,000. ആൻഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി പ്രോജക്ട് ഇറ്റ്സ് റിലീസ് ഷുഡ് ബി ട്രീറ്റഡ് ആസ് ക്യാഷ് ഇൻഫ്ലോ. അതായത് ഈ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഈ 20,000 ഒരു എക്സ്പെൻസ് ഒന്നല്ല, നമ്മൾ റോൾ ചെയ്യാൻ വേണ്ടി മാത്രം എടുക്കുന്ന ഒരു ക്യാഷാണ്. ഇതെനിക്ക് തിരിച്ചു കിട്ടും അല്ലെ. ഫോർ എക്സാമ്പിൾ ഈ ഇൻവെന്ററി ഒക്കെ കൺവേർട്ട് ചെയ്തിട്ട് സെയിൽസ് ആയി മാറിയാൽ ഈ 20,000 ഒക്കെ എനിക്ക് തിരിച്ചു കിട്ടും. ഇനി അതല്ല, അക്കൗണ്ട് റിസീവബിൾ, കടത്തിന് സാധനം വാങ്ങിക്കൊണ്ട് ആൾക്കാർ പൈസ തിരിച്ചു തന്നാൽ അത് ക്യാഷ് ആയിട്ട് മാറും അല്ലെ. അപ്പോൾ എനിക്ക് പൈസ തിരിച്ചു കിട്ടും. അത് എപ്പോഴാണ് തിരിച്ചു കിട്ടുക? ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഇയർ 0-ലാണ് ഞാൻ ആ നെറ്റ്വർക്ക് ക്യാപിറ്റൽ ഈ 1 lakhനുള്ളിലാണ് എന്റെ 20,000 നെറ്റ്വർക്ക് ക്യാപിറ്റൽ ഒളിഞ്ഞെടുക്കുന്നത്. ഓക്കെ, ഈ 20,000 ഞാൻ റോൾ ചെയ്ത ക്യാഷ് എനിക്ക് തിരിച്ചു കിട്ടും. ഈ ക്യാഷ് ഫ്ലോസ് എനിക്ക് ഇങ്ങോട്ട് കിട്ടുന്ന ക്യാഷാ, ക്യാഷ് ഇൻഫ്ലോസാ. ഓക്കെ, ഇതിൽ ഏതെങ്കിലും ഒരു ക്യാഷ് ഫ്ലോസിൽ ആ 20,000 എനിക്ക് തിരിച്ചു കിട്ടും ആ പ്രൊജക്ടിന്റെ ലൈഫ് കഴിയുന്നതിനുള്ളിൽ. മേ ബി ഇയർ 1-ൽ മേ ബി തിരിച്ചു കിട്ടാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇയർ 2-ൽ, അല്ലെങ്കിൽ ഇയർ 3-ൽ, ഇയർ 4-ൽ. ഇനി ഇയർ 1-ലും 2-ലും 3-ലും 4-ലും ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ എന്തായാലും ഇയർ 5-ൽ എന്തായാലും കിട്ടും. ഓക്കെ, ആ പ്രൊജക്ടിന്റെ ലൈഫ് ഇയർ 5-ൽ എൻഡ് ആവണത്. ഇയർ 5-ൽ ആ പ്രൊജക്ട് അവസാനിക്കുകയാണ്. പിന്നെ ആ പ്രൊജക്ട് ഇല്ല, ആ മെഷീൻ ഇല്ല, നമ്മൾ വിറ്റോളാം. ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ അവസാന വർഷം കിട്ടുന്ന രീതിയിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതിന് മുന്നേ തേർഡ് പോയിന്റ് ഒന്നുകൂടി വായിക്കാം. വയൽ കാൽക്കുലേറ്റിംഗ് ക്യാഷ് ഫ്ലോസ്, ഇനീഷ്യൽ റിക്വയർമെന്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഷുഡ് ബി ട്രീറ്റഡ് ആസ് ക്യാഷ് ഔട്ട്ഫ്ലോ. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റിന്റെ സമയത്ത് നമ്മളെ കയ്യിൽ നിന്ന് പോയ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ നമ്മളിത് ഔട്ട്ഫ്ലോ ആയിട്ടാണ് അല്ലെ, നമ്മളെ കയ്യിൽ നിന്ന് പോയ എമൗണ്ട് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഈ 1 lakhന്റെ കയ്യിൽ നിന്ന് പോയ എമൗണ്ട് ആണ്. അതുകൊണ്ടാണ് ഞാൻ ബ്രാക്കറ്റിൽ ഇട്ട് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എഴുതിയത്. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റിന്റെ ഔട്ട്ഫ്ലോ ആണ് അല്ലെ. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റിലേക്കുള്ള നെറ്റ്വർക്ക് ക്യാപിറ്റൽ എന്തായാലും ഔട്ട്ഫ്ലോ ആയിരിക്കും. കാരണം ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് കംപ്ലീറ്റ്ലി ഒരു ഔട്ട്ഫ്ലോ ആണല്ലോ. ഓക്കെ, ഇനി ക്യാഷ് ഇൻഫ്ലോസ് അല്ലെ, 5 വർഷം കൊണ്ട് നമുക്ക് ക്യാഷ് കിട്ടാനുണ്ട്. ആ പോയിന്റിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഞാൻ എഴുതിയത്. ആൻഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി പ്രോജക്ട് ഇറ്റ്സ് റിലീസ് ഷുഡ് ബി ട്രീറ്റഡ് ആസ് ക്യാഷ് ഇൻഫ്ലോ. റിലീസ് അല്ലെ, നമ്മൾ എല്ലാ പോയിന്റും റിലീസ് എന്ന് പറഞ്ഞ വാക്ക് കേട്ടിട്ടുണ്ട്. റിലീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴാണ് നെറ്റ്വർക്കിംഗ് ക്യാപിറ്റൽ തിരിച്ചു കിട്ടുന്നത്, ആ ഒരു സംഗതിക്കാണ് നമ്മൾ നെറ്റ്വർക്കിംഗ് ക്യാപിറ്റൽ റിലീസ് എന്ന് പറയുന്നത്. ഈ 20,000 ഞാൻ റോൾ ചെയ്യാൻ വേണ്ടി ഇറക്കിയ ക്യാഷ് എനിക്ക് ചിലപ്പോൾ തിരിച്ചു കിട്ടും. ഇയർ 1-ലോ 2-ലോ 3-ലോ 4-ലോ 5-ലോ ഏതെങ്കിലും ഒരു ഇയറിൽ ഒന്നെങ്കിൽ ആ ഇൻവെന്ററി ഒക്കെ കൺവേർട്ട് ചെയ്തിട്ട് സെയിൽസ് ആയി മാറും. അപ്പോൾ ആ ക്യാഷ് തിരിച്ചു കിട്ടും. അല്ലെങ്കിൽ അക്കൗണ്ട് റിസീവബിൾ, ഓൾറെഡി കിടക്കുന്ന അക്കൗണ്ട് റിസീവബിൾ, അതിന് ആൾക്കാർ പൈസ തിരിച്ചു തരും. അതെന്തായി മാറും? ക്യാഷ് ആയി മാറും അല്ലെ. അത് ക്യാഷ് എനിക്ക് തിരിച്ചു കിട്ടും. ക്യാഷ് തിരിച്ചു കിട്ടുന്ന സമയത്ത് ഞാൻ അത് എന്തായിട്ട് കൺസിഡർ ചെയ്യണം? ക്യാഷ് ഇൻഫ്ലോ ആയിട്ട് കൺസിഡർ ചെയ്യണം എന്നാണ് പറഞ്ഞത്. ശരിയാണ്. ഞാൻ റോൾ ചെയ്യേണ്ട സമയത്ത് ഞാൻ അങ്ങോട്ട് കൊടുത്ത പൈസ എനിക്ക് തിരിച്ചു കിട്ടില്ലേ. ഇങ്ങോട്ട് കിട്ടുക പറഞ്ഞാൽ ഇൻഫ്ലോ ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. സോ അതാണ് തേർഡ് പോയിന്റിൽ പറയുന്നത്. ഇനി ഫോർത്ത് പോയിന്റിൽ ഞാൻ ഡിസ്കസ് ചെയ്യാം. തേർഡ് പോയിന്റ് ക്ലിയർ അല്ലേ ആരാധന? റിലീസിന്റെ കേസ് ഏതെങ്കിലും പ്രോബ്ലമിൽ വരുമ്പോ കുറച്ചുകൂടെ പ്രോബ്ലമിൽ വരുമ്പോൾ ക്ലിയർ ആവും. പ്രോബ്ലമിൽ ക്ലിയർ ആവും. നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പഠിച്ച് നല്ല എസ്സേ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതാണ് ഇപ്പൊ എന്റെ അവസ്ഥ. ഈ 1 lakhനുള്ളിൽ ഒരു 20,000 ഒളിച്ച് കിടക്കുന്നുണ്ട്. അതിന്റെ നെറ്റ്വർക്കിംഗ് ക്യാപിറ്റലിന് വേണ്ടി ഞാൻ റോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറക്കിയ പൈസ ആണ് ഈ 20,000. ഈ 20,000 അതുപോലെ തന്നെ അതിന്റെ കൂടെയുള്ള കോസ്റ്റ് ഓഫ് അസറ്റ് ആയ 80,000 ആഡ് ചെയ്തപ്പോഴാണ് ടോട്ടൽ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ആയ 1 lakh കിട്ടി. ഓക്കെ, ഈ 80,000 എക്സ്പെൻസാ, അതൊന്നും തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. പക്ഷേ ഈ 20,000 നെറ്റ്വർക്ക് ക്യാപിറ്റൽ അതെനിക്ക് തിരിച്ചു കിട്ടും. ഇയർ 1-ലോ 2-ലോ 3-ലോ 4-ലോ 5-ലോ ഏതെങ്കിലും ഒന്ന് തിരിച്ചു കിട്ടും. ഓക്കെ, അത് മനസ്സിലായി. ഇനി ഫോർത്ത് പോയിന്റ്, ഫർദർ there may be possibility of additional working capital requirement during the life of the project. ഇതാണ് ലൈഫ് ഓഫ് ദി പ്രൊജക്ട്. ഇയർ 1 മുതൽ ഇയർ 5 വരെ. ഇയർ 5 വരെയാണ് ഈ പ്രൊജക്ട് നമ്മൾ യൂസ് ചെയ്തിട്ട് അതിന് ലാഭം ഉണ്ടാക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ അതിന് ക്യാഷ് ഫ്ലോസ് ഉണ്ടാക്കാൻ പോകുന്നത്.
ഈ 5 വർഷത്തിന്റെ സമയത്തിനുള്ളിൽ, അതായത് ആ പ്രൊജക്ടിന്റെ ലൈഫ് തീരുന്ന വരെ നമുക്ക് ഇനിയും ചിലപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ വേണ്ടി വന്നേക്കാം. ഇയർ വണ്ണിലും മേ ബി ഇനി ഇയർ വണ്ണിലും നമ്മൾ ക്യാഷ് റോൾ ചെയ്യേണ്ടി വന്നേക്കാം. ഓക്കെ, ഇൻവെന്ററിക്ക് വേണ്ടിട്ടോ അക്കൗണ്ട് റിസീവബിളിന് വേണ്ടിട്ടോ കറന്റ് അസറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വന്നേക്കാം. ഇയർ 1 മുതൽ 5 വരെ ആയെങ്കിലും പോസിബിലിറ്റി ഉണ്ട്. There may be possibility of additional working capital requirement. Okay, ആ പോയിന്റ് കണക്ട് ചെയ്ത് പഠിക്കണം. There may be possibility of additional working capital. വീണ്ടും അഡീഷണൽ വർക്കിംഗ് ക്യാപിറ്റൽ വേണ്ടി വന്നേക്കാം. ഓക്കെ, ഇയർ 1 മുതൽ 5 വരെ അതിനുള്ള ചാൻസ് ഉണ്ട്. ഇൻ സച്ച് കേസ്, അങ്ങനത്തെ കേസിൽ അഡീഷണൽ വർക്കിംഗ് ക്യാപിറ്റൽ ഷുഡ് ബി ട്രീറ്റഡ് ആസ് ക്യാഷ് ഔട്ട്ഫ്ലോ. അല്ലെ, നമ്മൾ നെറ്റ്വർക്ക് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, നമ്മളെ കൈവന്ന് നമ്മുടെ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് ആ പൈസ റോൾ ചെയ്യാൻ കൊടുക്കുക. നമ്മുടെ ക്യാഷ് ഔട്ട്ഫ്ലോ ആയിരിക്കും. ഓക്കെ, അതെന്ത് ചെയ്യണം, നമ്മൾ ടോട്ടൽ ക്യാഷ് ഫ്ലോന്ന് ലെസ് ചെയ്യണം. അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഈ ക്യാഷ് ഫ്ലോയിലേക്ക് എത്തുന്നത്. അതൊക്കെ നമ്മൾ ഇന്റർ ക്യാഷ് ഫ്ലോന്റെ ഫോർമാറ്റ് പഠിക്കുമ്പോൾ അത് പഠിക്കും. തൽക്കാലത്തിന് മനസ്സിലാക്കിയാണ് നമ്മളെ പ്രൊജക്ടിന്റെ ലൈഫ്, ആ പ്രൊജക്ട് തീരുന്നത് വരെ നമ്മൾ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് 20,000 ഇൻവെസ്റ്റ് ചെയ്ത പോലെ നെറ്റ്വർക്ക് ക്യാപിറ്റലിലേക്ക് 20,000 ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റിന്റെ സമയത്ത് ഇയർ 0 നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പോലെ തന്നെ ഇയർ 1ലും ഇയർ 2ലും 5ലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സാധ്യത വന്നേക്കാം. അങ്ങനത്തെ കേസിൽ നമ്മൾ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വന്നാൽ അത് ക്യാഷ് ഔട്ട്ഫ്ലോ ആയിട്ട് കൺസിഡർ ചെയ്യണം. ഇനിയല്ല, നമ്മൾ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള 20,000 നെറ്റ്വർക്കിംഗ് ക്യാപിറ്റൽ ഇയർ 1ലെങ്ങാനും തിരിച്ചു കിട്ടാൻ ചാൻസ് ഉണ്ട്, ഇയർ 2ല് തിരിച്ചു കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അത് ഓരോ കേസിലും ഓരോ ക്വസ്റ്റിനും ഓരോ കേസായിരിക്കും. ഓക്കെ, നമ്മൾ ഈ 20,000 ഇൻവെന്ററി കംപ്ലീറ്റ് ചെയ്ത ഇയർ 5 അവസാന വർഷമാണ് തിരിച്ചു കിട്ടണമെങ്കിൽ ഈ ഇയർ 5ല് ഞാൻ ആ 20,000 ഇൻഫ്ലോ ആയിട്ട് കൺസിഡർ ചെയ്യണം. എന്റെ ഇയർ 5ലെ ക്യാഷ് ഫ്ലോസിലേക്ക് ഞാൻ 20,000 ആഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, അതായത് നെറ്റ്വർക്കിംഗ് ക്യാപിറ്റൽ തിരിച്ചു കിട്ടുകയാണെങ്കിൽ അത് ഞാൻ ക്യാഷ് ഇൻഫ്ലോ ആയിട്ട് കൺസിഡർ ചെയ്യണം. മനസ്സിലായിട്ടുണ്ടോ? ആ ഫോർത്ത് പോയിന്റ് മനസ്സിലായിട്ടുണ്ടോ? ഫർദർ കോമ റിഡക്ഷന്റെ കേസ് എന്തായിരുന്നു? റിഡക്ഷൻ ഇൻ നെറ്റ്വർക്കിംഗ് ക്യാപിറ്റൽ. റിഡക്ഷൻ നെറ്റ്വർക്ക് ക്യാപിറ്റൽ ഞാൻ പറഞ്ഞത്. എന്താണ് റിഡക്ഷൻ ഇൻ നെറ്റ്വർക്ക് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞത് നെറ്റ്വർക്ക് ക്യാപിറ്റൽ ഒരു ചെലവല്ല. അത് നമ്മൾ ബിസിനസ്സിലെ റോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ ഡേ ടു ഡേ ഓപ്പറേഷൻസ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റോൾ ചെയ്യേണ്ട പൈസ അല്ലേ, അതൊരു ചെലവല്ല. അത് നമുക്ക് തിരിച്ചു കിട്ടും അല്ലെ. അത് തിരിച്ചു കിട്ടുന്നതാണ് റിലീസ് ഓഫ് നെറ്റ്വർക്ക് ക്യാപിറ്റൽ. ഫോർ എക്സാമ്പിൾ, ഈ 1 lakhൽ ഒരു 20,000 നെറ്റ്വർക്ക് ക്യാപിറ്റൽ ഉണ്ട്. ഈ 20,000 നെറ്റ്വർക്ക് ക്യാപിറ്റലിലേക്ക് തിരിച്ചു കിട്ടുന്നത് ഇയർ 5ലാണെങ്കിൽ ഇയർ 5ലെ ക്യാഷ് ഫ്ലോ കാണുമ്പോൾ ആ 20,000 തിരിച്ചു കിട്ടിയ പോലെ ഞാൻ കയ്യിൽ കാൽക്കുലേറ്റ് ചെയ്യണം അല്ലെ. ഇയർ 5ലെ ക്യാഷ് ഫ്ലോയിൽ അതൊരു ഇൻഫ്ലോ ആയിട്ട് ഞാൻ ആഡ് ചെയ്യണം. ഓക്കെ, ഇവിടെ ഞാൻ ആഡ് ചെയ്തത് ഇതാ, ഇവിടെ ഞാൻ നെറ്റ്വർക്കിംഗ് ക്യാപിറ്റൽ ആഡ് ചെയ്തത് എന്താന്ന് വെച്ചാൽ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് കംപ്ലീറ്റ്ലി ഒരു ക്യാഷ് ഔട്ട്ഫ്ലോ ആണ്. ഔട്ട്ഫ്ലോയിലേക്ക് ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അല്ലെ, അതായത് ഇത് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് കംപ്ലീറ്റ് എന്റെ കൈമിൽ നിന്ന് പോണ എമൗണ്ടാണ്. ആ കൈമിൽ നിന്ന് പോണ എമൗണ്ടിലേക്ക് ആഡ് ചെയ്തതാണ്. ഇതാ, ഇവിടെ 100K 100K 1 lakh ആണ് എന്റെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തത്. അതിൽ 80,000 ഞാൻ കൊടുത്തത് കോസ്റ്റ് ഓഫ് അസറ്റിലേക്കാണ്. അതുപോലെ തന്നെ 20,000 ഞാൻ കൊടുത്തത് നെറ്റ്വർക്കിംഗ് ക്യാപിറ്റലിന് വേണ്ടിയിട്ടാണ്. ഈ ടോട്ടൽ എമൗണ്ട് ആണ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് സമയത്ത് എന്റെ കൈമിൽ നിന്ന് ഔട്ട്ഫ്ലോ ആയിട്ട് പോയിട്ടുള്ള എമൗണ്ട്. ഓക്കെ, ഈ 20,000 തിരിച്ചു കിട്ടും. മേ ബി ഇതാ ഏതെങ്കിലും ഒരു വർഷം തിരിച്ചു കിട്ടും. ആ തിരിച്ചു കിട്ടുന്ന ആ ഒരു പ്രോസസ്സാണ് റിലീസ് ഓഫ് നെറ്റ്വർക്ക് ക്യാപിറ്റൽ. ഏതെങ്കിലും ഇയറിലായിരിക്കും തിരിച്ചു കിട്ടുക. ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട് പറയും. അങ്ങനെ ഏത് ഇയറിലാണോ ആ നെറ്റ്വർക്ക് ക്യാപിറ്റൽ തിരിച്ചു കിട്ടുന്നത്, അതായത് റിലീസ് ഓഫ് നെറ്റ്വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ക്യാഷ് ഇൻഫ്ലോ ആണ്. ഓക്കെ, ഇങ്ങോട്ട് കിട്ടിയ പോലെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടി വരും. നമ്മൾ ഇയർ 5ലെ ക്യാഷ് ഫ്ലോ ഈ 60,000 ഒരു സ്പ്ലിറ്റ് ഉണ്ടാവും. എങ്ങനെയാണ് ആ 60,000 എത്തിയത് അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നെറ്റ്വർക്കിംഗ് ക്യാപിറ്റൽ തിരിച്ചു കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഒരു ഇൻഫ്ലോ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. ഇതാണ് ഫോർത്ത് പോയിന്റ് പറഞ്ഞത്. Further, there may be possibility of additional working capital requirement during the life of the project. In such case, additional working capital requirement should be treated as cash outflow, and reduction in net working capital should be treated as cash inflow. നെറ്റ്വർക്കിംഗ് ക്യാപിറ്റൽ പല രീതിക്ക് സംഭവിക്കാം. അതാ, ഇയർ 1ൽ വീണ്ടും ക്യാഷ് വേണ്ടി വന്നേക്കാം, അല്ലെങ്കിൽ ഇയർ 1ൽ തിരിച്ചു കിട്ടിയേക്കാം. പലതും ശ്രമിക്കും. ഇയർ 1ൽ വീണ്ടും നെറ്റ്വർക്കിംഗ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അത് അഡീഷണൽ വർക്കിംഗ് ക്യാപിറ്റലിലെ റിക്വയർമെന്റ് ആണ്. നെറ്റ്വർക്ക് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുന്നത് അല്ലെ, നെറ്റ്വർക്ക് ക്യാപിറ്റൽ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരാം. അപ്പം എന്റെ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് ഞാൻ വീണ്ടും റോൾ ചെയ്യാൻ വേണ്ടി ഇറക്കേണ്ടി വരും. സോ ഇയർ 1ലെ ക്യാഷ് ഫ്ലോ കാണുമ്പോൾ ഞാൻ അത് റെഡ്യൂസ് ചെയ്യേണ്ടി വരും. കാരണം ട്രീറ്റഡ് ആസ് ക്യാഷ് ഔട്ട്ഫ്ലോ ഞാൻ ലെസ് ചെയ്യണം. ഓക്കെ, ഇനി അതല്ല, ഇയർ 2ല് ഈ 30,000 ഞാൻ ഓൾറെഡി ഇതാ 1 lakh ഇയർ 0ന്റെ സമയത്ത് ഞാൻ റോൾ ചെയ്യാൻ വേണ്ടി ഇറക്കി 20,000 ഇയർ 3ലേക്ക് തിരിച്ചു കിട്ടുകയാണെങ്കിൽ അത് റിഡക്ഷൻ ഇൻ നെറ്റ്വർക്കിംഗ് ക്യാപിറ്റൽ. ആ എമൗണ്ട് എനിക്ക് തിരിച്ചു കിട്ടുകയാണ്, അത് ഞാൻ ആഡ് ചെയ്യേണ്ടി വരും. അതൊക്കെ ഇന്റർ ക്യാഷ് ഫ്ലോയിലേക്ക് എത്തുമ്പോൾ പഠിച്ചാൽ മതി. ഇപ്പൊ ഈ പോയിന്റിന്റെ ഒരു അർത്ഥം പഠിച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഫോർത്ത് പോയിന്റ് മനസ്സിലായിട്ടുണ്ടോ?
മനസ്സിലായില്ലേ സുബിത? മനസ്സിലായിട്ടുണ്ട്. സോ നമുക്ക് ആ ഒരു ലാസ്റ്റ് പോയിന്റ് ഒന്ന് ഇതുണ്ട്. എങ്ങനെ അല്ല, എങ്ങനെ ഇത് പ്രോബ്ലത്തിലേക്ക് അപ്ലൈ ചെയ്യുമ്പോ എങ്ങനെ ആവും എന്നുള്ള ഒരു ആ ഇതുണ്ട്. പ്രോബ്ലത്തിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഡീപ്പായിട്ട് മനസ്സിലാവും. ഇപ്പൊ എന്താണ് ആ പോയിന്റ്സിന്റെ അർത്ഥം ജസ്റ്റ് അത് മനസ്സിലാക്കി പറയാം. മനസ്സിലായി. പിന്നെ ഇത് ഇത് ഇപ്പൊ ഇൻ ബിറ്റ്വീൻ ആണ് നമ്മൾ നെറ്റ്വർക്കിംഗ് ക്യാപിറ്റൽ അഡീഷണൽ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും പ്രസന്റ് വാല്യൂക്ക് ആക്കണോ നമ്മൾ കാണുമ്പോൾ, ഇനീഷ്യൽ അല്ലല്ല ഇൻവെസ്റ്റ്മെന്റ് കാണുമ്പോൾ? അത് അത് നമ്മൾ ലാസ്റ്റ് ആയിരുന്നു ഒക്കെ കണ്ടുപിടിച്ചിട്ട് ഇതാ നമ്മളെ എസ്റ്റിമേഷൻ ഓഫ് ക്യാഷ് ഫ്ലോസ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് കഴിഞ്ഞാൽ നമ്മൾ ഈ സ്റ്റേജിലെത്തും. ഈ സ്റ്റേജിലേക്ക് എത്തണം നമ്മൾ. എന്നിട്ട് അവസാനമേ നമ്മൾ എന്ത് ചെയ്യും, ആ എമൗണ്ടിന്റെ ഒക്കെ പ്രസന്റ് വാല്യൂ കാണുള്ളൂ. ഓക്കെ, നമ്മൾ ആഡ് ചെയ്യുമ്പോൾ പ്രസന്റ് വാല്യൂ കണ്ടിട്ടല്ല ആഡ് ചെയ്യാം. ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് അവസാനം അതിനെന്ത് ചെയ്യും, ഇന്നത്തെ വാല്യൂ കൺവേർട്ട് ചെയ്യും. ഓക്കെ, നമ്മൾ ഈ എസ്റ്റിമേഷൻ ഓഫ് ക്യാഷ് ഫ്ലോസ്, അതായത് ഈ പ്രൊജക്റ്റിൽ നിന്ന് എസ്റ്റിമേഷൻ ഓഫ് ക്യാഷ് ഫ്ലോസ് പറഞ്ഞത് ഈ പ്രോജക്റ്റിന്റെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് 1 lakh ആണെന്ന് നമുക്ക് മനസ്സിലായി. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് ഇനി അതിന്റെ ഇന്ററിംഗ് ക്യാഷ് ഫ്ലോസ് കാൽക്കുലേറ്റ് ചെയ്യും. ഇയർ 1, ഇയർ 2, ഇയർ 3, ഇയർ 4, ഇയർ 5 അല്ലെ, ഇയർ 5 5 വർഷത്തെ ക്യാഷ് ഫ്ലോ കണ്ടുവരും. ഇനി അവസാന വർഷത്തിലെ ക്യാഷ് ഫ്ലോയിലേക്ക് കുറച്ച് അഡ്ജസ്റ്റ്മെന്റ്സ് കൂടി വരും. അങ്ങനെയൊക്കെ കാൽക്കുലേറ്റ് ചെയ്താൽ എല്ലാ വർഷവും നമുക്ക് ക്യാഷ് ഫ്ലോസ് കിട്ടി. ഓക്കെ, അതായത് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എത്ര എമൗണ്ട് ആണ്, ഓരോ വർഷം കിട്ടാൻ പോണ ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ് ഇത്രയാണെന്ന് മനസ്സിലായി അല്ലെ. ഇയർ 1 ഈ എമൗണ്ട് കിട്ടുന്നത്, ഇയർ 2 ഇയർ 3 ഫ്യൂച്ചറിലാണ്. നമുക്ക് അതിന്റെ പ്രസന്റ് വാല്യൂ കൺവേർട്ട് ചെയ്യേണ്ടി വരും. നമുക്ക് ഡിസ്കൗണ്ട് റേറ്റ് ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ടാവും. അതിനെ ഇന്നത്തെ വാല്യൂ കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നെറ്റ് പ്രസന്റ് വാല്യൂ കാണേണ്ടി വരും. അപ്പൊ നമ്മൾ ഡിസ്കൗണ്ട് ചെയ്താൽ മതി. നെറ്റ്വർക്ക് ക്യാപിറ്റൽ ഇപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ പ്രൊജക്ടിന്റെ ലൈഫിന്റെ ടൈമിൽ പ്രൊജക്ട് തീരുന്നത് വരെ അഡീഷണലി ദർ മേ ബി പോസിബിലിറ്റി ഓഫ് അഡീഷണൽ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ്. വർക്കിംഗ് ക്യാപിറ്റൽ വീണ്ടും വേണ്ടി വന്നാൽ നമ്മളെ കയ്യിൽ നിന്ന് വീണ്ടും പോക്കറ്റിൽ നിന്ന് എടുത്ത് റോൾ ചെയ്യാൻ വേണ്ടി കൊടുക്കേണ്ടി വരും. നമ്മളെ കയ്യിൽ നിന്ന് പോണ ക്യാഷാണ് നമ്മൾ ഔട്ട്ഫ്ലോ ആയിട്ട് കൺസിഡർ ചെയ്യണം. ഓക്കെ, ഇനി നെറ്റ്വർക്ക് ക്യാപിറ്റൽ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്തത് എങ്ങാനും തിരിച്ചു കിട്ടിയാൽ, അതായത് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റിന്റെ സമയത്ത് ഒരു 20,000 ഞാൻ റോൾ ചെയ്യാൻ വേണ്ടി എന്റെ കയ്യിൽ നിന്ന് കൊടുക്കായിരുന്നു, അതെങ്ങാനും തിരിച്ചു കിട്ടിയാൽ അത് ഇൻഫ്ലോ ആയിട്ട് അത് തിരിച്ചു കിട്ടിയ പോലെ ഞാൻ എന്ത് ചെയ്യേണ്ടി വരും, ക്യാഷ് ഫ്ലോസിൽ കൺസിഡർ ചെയ്യേണ്ടി വരും. ഓക്കെ, ഫോർത്ത് പോയിന്റ് ക്ലിയർ ആണ് വിചാരിക്കുന്നു. ഞാൻ ഫിഫ്ത്ത് പോയിന്റ് നോക്കാം. ഇഫ് നത്തിങ് ഹാസ് ബീൻ, അതായത് നമ്മൾ ലാസ്റ്റ് പോയിന്റ്, ഇഫ് നത്തിങ് ഹാസ് ബീൻ സ്പെസിഫിക്കലി മെൻഷൻഡ് അബൌട്ട് റിലീസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. ചില ക്വസ്റ്റ്യനിൽ പറയാം നമ്മൾ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റിന്റെ സമയത്ത് ഇറക്കിയിട്ടുള്ള 20,000 കിട്ടുന്നത് ഇയർ 3 പറയും, അല്ലെങ്കിൽ ഇയർ 4 പറയും. അങ്ങനെ ചിലപ്പം പറയും. ഏത് സമയത്താണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത്, റോൾ ചെയ്യാൻ വേണ്ടി ഇറക്കിയ പൈസ തിരിച്ചു കിട്ടുന്നത് മേ ബി ക്വസ്റ്റ്യനിൽ പറയും. ഇനി ആ ക്വസ്റ്റ്യനിൽ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ, ഇഫ് നത്തിങ് ഹാസ് ബീൻ സ്പെസിഫിക്കലി മെൻഷൻഡ് അബൌട്ട് ദ റിലീസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ, വർക്കിംഗ് ക്യാപിറ്റലിലെ റിലീസിനെ കുറിച്ചിട്ട്, അതായത് വർക്കിംഗ് ക്യാപിറ്റലിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത് തിരിച്ചു കിട്ടുന്നത് എപ്പോഴാണ് ക്വസ്റ്റ്യനിൽ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ, ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് ഫുൾ എമൗണ്ട് ഹാസ് ടു ബി റിലീസ്ഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി പ്രോജക്ട്സ് ലൈഫ്. അതായത് ഈ കേസിൽ പ്രോജക്റ്റിന്റെ ലൈഫ് എൻഡ് ആവുന്ന ഇയർ 5 ഇതാണ് നമ്മൾ ടെർമിനൽ ക്യാഷ് ഫ്ലോ. ഓക്കെ, ഈ 5th ഇയറിലാണ് ആ പൈസ തിരിച്ചു കിട്ടുന്നത്. അതായത് ഈ കേസിൽ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് സമയത്ത് 20,000 നെറ്റ്വർക്ക് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എപ്പോഴാണ് തിരിച്ചു കിട്ടണമെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ, നമ്മുടെ പ്രൊജക്ടിന്റെ ലൈഫ് എപ്പോഴാണോ അവസാനിക്കുന്നത്, അതായത് ഇയർ 5 പ്രൊജക്ടിന്റെ ലൈഫ് അവസാനിക്കുന്നത്, ഇയർ 5 ക്യാഷ് ഫ്ലോ കാണുമ്പോഴാണ് ആ പൈസ തിരിച്ചു കിട്ടിയത് പോലെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതാണ് ആ ക്വസ്റ്റ്യനിൽ പറഞ്ഞത്. ഓക്കെ, എല്ലാ പോയിന്റിൽ പറഞ്ഞത്. ഇഫ് നത്തിങ് ഹാസ് ബീൻ സ്പെസിഫിക്കലി മെൻഷൻഡ് അബൌട്ട് റിലീസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ, ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് ഫുൾ എമൗണ്ട് ഹാസ് ടു ബി റിലീസ്ഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി പ്രോജക്ട് ലൈഫ്. ആ പ്രോജക്ടിന്റെ ലൈഫ് എപ്പോഴാണോ അവസാനിക്കുന്നത് ആ വർഷം നമുക്ക് ആ പൈസ തിരിച്ചു കിട്ടിയ പോലെയാണ് നമ്മൾ ഇൻഫ്ലോ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. സോ ആ ഇയർ 5 ക്യാഷ് ഫ്ലോ കാണുമ്പോൾ നമുക്ക് ആ 20,000 ഇങ്ങോട്ട് കിട്ടിയ പോലെ ഇൻഫ്ലോ ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അതൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമ്മൾ ക്ലിയർ ആവും. However, adjustment of increase or decrease in working capital need to be incorporated. ആ വർഷം ആ പ്രോജക്റ്റിന്റെ ലൈഫ് കഴിയുന്നത് വരെ ഏതെങ്കിലും ഇയറിൽ ഇൻക്രീസോ ഡിക്രീസോ ഒക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ കൺസിഡർ ചെയ്തിട്ട് വേണം അവസാന വർഷം എത്രയാണ് നമുക്ക് തിരിച്ചു കിട്ടുന്നതൊക്കെ മനസ്സിലാക്കാൻ. അതൊക്കെ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴേ മനസ്സിലാവുള്ളൂ. സോ ഇപ്പൊ എത്ര മനസ്സിലാക്കിയാൽ മതി, നെറ്റ്വർക്കിംഗ് ക്യാപിറ്റലിൽ വന്നാൽ നമ്മുടെ കറന്റ് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് ആണ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് മേ ബി കറന്റ് അസറ്റിലേക്ക് അല്ല നെറ്റ്വർക്ക് ക്യാപിറ്റലിലേക്ക് നമ്മൾ ഇൻഫ്ലോ ഔട്ട്ഫ്ലോ വരാൻ ചാൻസ് ഉണ്ട്. അത് നമുക്കൊരു എക്സ്പെൻസ് അല്ല. ഇതൊക്കെ എക്സ്പെൻസാണ്. ഈ കോസ്റ്റ് ഓഫ് അസറ്റ് എന്ന് പറഞ്ഞ ഒരു എക്സ്പെൻസാണ്. അതൊന്നും നമുക്ക് തിരിച്ചു കിട്ടാൻ പോലും. പക്ഷേ ഈ നെറ്റ്വർക്ക് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ എമൗണ്ട് നമ്മൾ റോൾ ചെയ്യാൻ വേണ്ടി ഇറക്കുന്ന പൈസ അത് നമുക്ക് തിരിച്ചു കിട്ടും. തിരിച്ചു കിട്ടാന്ന് എപ്പോഴാണ് ക്വസ്റ്റ്യനിൽ പറയാം. ഇൻ കേസ് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എല്ലാ എമൗണ്ടും മേ ബി ഞാൻ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, ഇയർ 1 ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, ഇയർ 2 ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഞാൻ റോൾ ചെയ്യാൻ വേണ്ടി എത്ര പൈസ ആണ് എന്റെ കയ്യിൽ നിന്ന് ഇറക്കിയത് അതൊക്കെ ഇയർ 5 തിരിച്ചു കിട്ടുന്ന പോലെ നമ്മൾ കൺസിഡർ ചെയ്യണം.
ഓക്കെ, റിലീസിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ക്ലിയർ ആയിരിക്കും. നിങ്ങൾ ഇനി ആ 5 പോയിന്റ് ഒന്നും കൂടി വായിച്ചു നോക്ക്, കണക്ട് ചെയ്ത് പഠിക്കാം. എപ്പോഴാണ് ഇൻഫ്ലോ എപ്പോഴാണ് ഔട്ട്ഫ്ലോ ഒക്കെ നോക്ക്. എന്തെങ്കിലും ആ പോയിന്റ്സിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞു. റിഡക്ഷനും റിലീസും തമ്മിലുള്ള ഡിഫറൻസ് എന്തായിരുന്നു? റിഡക്ഷനും റിലീസും സെയിം മീനിങ്. റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മള് നെറ്റ്വർക്ക് ക്യാപിറ്റൽ റെഡ്യൂസ് ചെയ്യുക. നമുക്ക് ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള നെറ്റ്വർക്ക് ക്യാപിറ്റൽ റെഡ്യൂസ് ആണ്. അതായത് നമ്മൾ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്തത് തിരിച്ചു കിട്ടുക. റിലീസ് എന്ന് പറഞ്ഞാൽ രണ്ടും സെയിം ആണ്. ഓക്കെ, റിഡക്ഷൻ നെറ്റ്വർക്ക് ക്യാപിറ്റൽ റിലീസ് പറഞ്ഞാൽ രണ്ടും സെയിം ആണ്. ഇനിയിപ്പോ എപ്പോഴാണോ റിഡക്ഷൻ സംഭവിക്കുന്നത് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഇയർ 5 അതായത് പ്രൊജക്ടിന്റെ ഫൈനൽ ഇയറിൽ ടെർമിനൽ ക്യാഷ് ഫ്ലോയിൽ അത് റിലീസ് ചെയ്യുന്ന പോലെ ഇൻ നമ്മൾ കൺസിഡർ ബിറ്റ്വീൻ ചെയ്യും. ആണെങ്കിൽ അത് റിഡക്ഷൻ ആയിട്ടും, അല്ലെങ്കിൽ ആ ലാസ്റ്റ് ടെർമിനൽ പീരീഡ് ആണെങ്കിൽ അത് റിലീസ് ആയിട്ടും. ഓക്കെ, ഒക്കെ സെയിമാണ്. അതായത് ഈ ഇൻ ബിറ്റ്വീൻ കിട്ടുകയാണെങ്കിൽ ഇതാ ഇയർ 3 നെറ്റ്വർക്ക് ക്യാപിറ്റൽ തിരിച്ച് കിട്ടുകയാണെങ്കിൽ ഇയർ 3 അത് ഇൻഫ്ലോ ആയിട്ട് കൺസിഡർ ചെയ്യണം. ഇനി ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ മൊത്തം ഇയർ 5 കിട്ടുന്ന പോലെ നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. റിഡക്ഷൻ റിലീസ് രണ്ടും സെയിം മീനിങ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ക്ലിയർ അല്ലേ? ഇൻക്രീസ് ഓർ ഡിക്രീസ് ആ പോയിന്റ് മാത്രം ഒന്ന് പറയാം. ഹവർ ആ അതുകൂടി പറയാം. അഡ്ജസ്റ്റ്. അത് നമ്മൾ ഇന്ററിംഗ് ക്യാഷ് ഫ്ലോന്റെ ആ ഒരു ഫോർമാറ്റ് പഠിക്കുമ്പോഴാണ് അത് ആവശ്യം വരുന്നത്. ഇൻക്രീസ് ഓർ ഡിക്രീസിന്റെ അല്ലേ? അതായത് 4th പോയിന്റ് അല്ലേ? അതെ, ഫർദർ എന്ന് പറഞ്ഞിട്ട് അതിലെ ലാസ്റ്റ് മാത്രം മനസ്സിലാവാത്ത. അതായത് ഹവർ അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ഇൻക്രീസ് ഓർ ഡിക്രീസ്. 5th പോയിന്റ് അല്ലേ? ഹൗവർ അതെ, അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ നീഡ് ടു ബി ഡിക്രീസ് ഇൻകോർപ്പറേറ്റ്. അത് നമ്മൾ ഇന്ററിംഗ് ക്യാഷ് ഫ്ലോയിൽ ഇൻകോർപ്പറേറ്റ്. എത്തുമ്പോൾ അതിന്റെ ഇത് വരുന്നുള്ളൂ. എന്നാലും ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. അതായത് ഫോർ എക്സാമ്പിൾ ഇതാ ഞാൻ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് സമയത്ത് 20,000 ആണ് നെറ്റ്വർക്ക് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് ഈ കേസിൽ. ഓക്കെ, 20,000 ഞാൻ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അത് നമുക്കറിയാം. ഇതാ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഇയർ 3 ആകുമ്പോൾ നമ്മൾ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു നെറ്റ്വർക്കിംഗ് ക്യാപിറ്റലിലെ ഇത് ഞാൻ ഇന്റർനാഷണലിൽ എത്തുമ്പോഴാണ് ഇത് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഇതിപ്പം പറഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും, ചോദിച്ചുകൊണ്ട് പറയണം. ഫോർ എക്സാമ്പിൾ ഞാൻ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഈ 20,000 ഒരു 5,000 അതായത് അക്കൗണ്ട് റിസീവബിൾ ആണ് അസ്യൂം ചെയ്യാം. 20,000 സാധനം ആൾക്കാർ കടം വാങ്ങിക്കൊണ്ടുപോയി. സോ അതാണ് എന്റെ നെറ്റ്വർക്ക് ക്യാപിറ്റൽ. അതിലെ ഇയർ 3 സമയത്ത് ഒരു കസ്റ്റമർ 5,000 എനിക്ക് തിരിച്ചു തരും. സോ ഞാൻ റോൾ ചെയ്യാൻ വേണ്ടി ഇറക്കിയ ഈ 20,000 ഒരു 5,000 എനിക്ക് തിരിച്ചു കിട്ടുക. ഓക്കെ, അപ്പം ഈ ഇയർ 3 റിഡക്ഷൻ സംഭവിച്ചു നെറ്റ്വർക്ക് ക്യാപിറ്റല്. അപ്പോൾ 5,000 ഞാൻ ഇൻഫ്ലോ ആയിട്ട് കൺസിഡർ ചെയ്യണം. എനിക്ക് ഇങ്ങോട്ട് കിട്ടുകയാണ് ക്യാഷ് അല്ലെ? ക്യാഷ് ഇൻഫ്ലോ ആണ് 5,000. സോ ഇവിടെ ഇയർ 3 സംഭവിച്ചത് റിഡക്ഷൻ ഈ നെറ്റ്വർക്ക് ക്യാപിറ്റൽ. 5,000 നെറ്റ്വർക്ക് ക്യാപിറ്റൽ കുറഞ്ഞു. നെറ്റ്വർക്ക് ക്യാപിറ്റൽ കുറയാന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്ത ഈ 20,000 ഇവിടെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് സമയത്ത് റോൾ ചെയ്യാൻ എന്റെ കൈമെന്ന് ഇറക്കിയ 20,000 ഒരു 5,000 തിരിച്ചു കിട്ടാന്ന് പറഞ്ഞാൽ അത് എന്റെ കൈമിലേക്ക് വരുന്ന ക്യാഷ് ഇൻഫ്ലോ ആണ്. അങ്ങനെ ക്വസ്റ്റ്യനിൽ പറഞ്ഞാൽ പിന്നെന്താ ഉള്ളത്? പിന്നെ ഒന്നും പറഞ്ഞിട്ടില്ല ക്വസ്റ്റ്യനിൽ. ബാക്കി ഇനി കിട്ടാനുള്ള പൈസ പറഞ്ഞാൽ 15,000 ആണ്. ഓക്കെ, ആ 15,000 മൊത്തം ഇയർ 5 നമ്മൾ ഇൻഫ്ലോ ആയിട്ട് എടുക്കുക. ഓക്കെ, ഇയർ 5 15K നമുക്ക് തിരിച്ചു കിട്ടും. അത് എന്തുകൊണ്ടാണ് 15,000 ആയത്? നമ്മൾ ഓൾറെഡി 20,000 ഇൻവെസ്റ്റ് ചെയ്തത്. അതിൽ ഓൾറെഡി 5,000 ഇയറിൽ കിട്ടി. ഇയർ 3 5,000 റിഡക്ഷൻ സംഭവിച്ചു. അതിന്റെ ബാക്കി എത്രയാണോ കിട്ടാനുള്ളത് അതാണ് നമ്മൾ ഇയർ 5 കൺസിഡർ ചെയ്തത്. അതുകൊണ്ടാണ് മനസ്സിലായി. അഡ്ജസ്റ്റ്മെന്റ്. അതിന്റെ ഫസ്റ്റ് മനസ്സിലായി? ലൈനും കൂടെ നോക്കിയപ്പോ മനസ്സിലായി. കാരണം ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ കംപ്ലീറ്റ് ടെർമിനൽ പീരീഡിൽ ചെയ്യാം. അതല്ല ഓക്കെ, പാർഷ്യലി ഇങ്ങനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലേ? അതെ അതെ.
അതായത് നമുക്ക് നെറ്റ്വർക്ക് ക്യാപിറ്റൽ എപ്പോഴാണ് തിരിച്ച് കിട്ടാന്ന് ക്വസ്റ്റ്യൻ ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് എമൗണ്ട് നമുക്ക് ലാസ്റ്റ് ഇയറിൽ കിട്ടിയ പോലെയാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഇൻ കേസ് ഈ ഇൻ ബിറ്റ്വീൻ ഏതെങ്കിലും ഇൻക്രീസോ ഡിക്രീസോ വന്നാൽ അതും കൂടി കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ ലാസ്റ്റ് ഇയറിൽ എത്ര നെറ്റ്വർക്ക് ക്യാപിറ്റൽ തിരിച്ച് കിട്ടുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഇന്റർ ക്യാഷ് ഫ്ലോന്റെ ഫോർമാറ്റ് ചെയ്യുമ്പോഴാണ് അത് ഡീപ്പായിട്ട് വരിക. ഓക്കെ, സോ ഇതാ നമ്മളിപ്പോ ഇന്ന് പഠിച്ചത് എസ്റ്റിമേഷൻ ഓഫ് ക്യാഷ് ഫ്ലോസിലെ ഡിസിഷൻ ടൈപ്പ് എക്സ്പാൻഷൻ. എക്സ്പാൻഷൻ കഴിഞ്ഞിട്ട് റീപ്ലേസ്മെന്റിലേക്ക് പോകുമ്പോൾ ഈ സംഗതികളൊക്കെ തന്നെയാണ്, ചെറിയ ഡിഫറൻസ് വരുള്ളൂ കേട്ടോ. അപ്പൊ എക്സ്പാൻഷൻ ആണ് നമുക്ക് പെർഫെക്റ്റ് ആക്കി പഠിക്കേണ്ടത്. സ്റ്റാർട്ടിങ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒക്കെ ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും, കാരണം ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നമ്മൾ എസ് ക്വസ്റ്റ്യൻസ് ആണ് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഈ 3 ടൈപ്സ് ഓഫ് ക്യാഷ് ഫ്ലോസും നമ്മൾ പഠിക്കും. എന്താ എല്ലാ ക്വസ്റ്റ്യൻസിലും ഈ 3 ടൈപ്പ് ഓഫ് ക്യാഷ് ഫ്ലോസും പല രീതിയിലും പല അഡ്ജസ്റ്റ്മെന്റ്സിലും നമ്മൾ പഠിച്ചിട്ട് പിന്നെ നമ്മൾ ചെറിയ MCQലേക്ക് വരുമ്പോൾ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് തോന്നും. ഓക്കെ, സോ ഫസ്റ്റ് 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ഈ ഇതൊക്കെ നോക്കിയിട്ട് മറ്റേ ഫോർമാറ്റ് ഒക്കെ നോക്കിയിട്ട് മേ ബി വേണ്ടി ചെയ്യേണ്ടി വരും. പക്ഷെ അത് ഗ്രാജുവലി അതിന്റെ ഇത് കുറഞ്ഞു വരും. അതായത് നമ്മൾ ഡിസ്കൗണ്ടിങ് സ്റ്റാർട്ടിങ് പഠിച്ചിട്ട് ഞാൻ ആ ഇക്വേഷൻ ഒക്കെ വെച്ച് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് ഒന്നുമില്ലായിരുന്നു. അതുപോലെ തന്നെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട് വരും. പിന്നെ അത് ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് റെഡി ആയി വരും. സോ ഇന്നിപ്പോ നമ്മൾ പഠിച്ചത് എങ്ങനെയാണ് എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ ഫ്രഷ് ആയിട്ടുള്ള ഒരു പ്രൊപ്പോസൽ. ഫ്രഷ് ആയിട്ട് നമ്മൾ ഒരു അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടോ എന്നുള്ള ഒരു ഡിസിഷൻ, ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ നടത്തുകയാണെങ്കിൽ ആ ഒരു പ്രൊജക്റ്റ് ആയിട്ട് മുന്നോട്ട് പോയാൽ എത്ര ക്യാഷ് ഞാൻ ഇനീഷ്യലി ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും, അതുപോലെ തന്നെ ഇതിൽ നിന്ന് എന്തൊക്കെ ക്യാഷ് ഫ്ലോസ് എനിക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് പറഞ്ഞാൽ ഇയർ 1 മുതൽ 5 വരെ ക്യാഷ് ഫ്ലോസ് കിട്ടാണ്. അതൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാണ്. അറ്റ് പ്രസന്റ് ഫ്യൂച്ചർ നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യണം. നമ്മൾ ഇത്രയൊക്കെ കിട്ടും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. സോ അങ്ങനെ എക്സ്പെക്ട് ചെയ്തിട്ട് അതിന് ഇന്നത്തെ എത്ര പ്രസന്റ് വാല്യൂ ഉണ്ട് അതൊക്കെ നോക്കിയിട്ട് നെറ്റ് പ്രസന്റ് വാല്യൂ ഒക്കെ നമ്മൾ കാണും. സോ ടൈപ്സ് ഓഫ് ക്യാഷ് ഫ്ലോസിലെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റിൽ നെറ്റ്വർക്ക് ക്യാപിറ്റൽ ചെറിയ രീതിയിൽ വരുന്നതുകൊണ്ടാണ് നെറ്റ്വർക്ക് ക്യാപിറ്റൽ നമ്മൾ ആദ്യമേ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഇനി നമ്മൾ ഇന്റർ ക്യാഷ് ഫ്ലോസിലേക്ക് വരുമ്പോൾ നെറ്റ്വർക്ക് ക്യാപിറ്റൽ നമ്മൾ അതായത് ഇനി അധികം ഡിസ്കസ് ചെയ്യേണ്ടി വരില്ല, ജസ്റ്റ് പറഞ്ഞു പോകാൻ ഉണ്ടാവും. ഇൻക്രീസും ഡിക്രീസ് ഒക്കെ ജസ്റ്റ് നോക്കാനുണ്ടാവും. അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഇനി നാളെ നമ്മൾ പഠിക്കാൻ പോവാം. ഇനി 10 മിനിറ്റ് ഉള്ളൂ. നാളെ നമ്മൾ പഠിക്കാൻ പോണത് എങ്ങനെയാണ് ഇന്റർ ക്യാഷ് ഫ്ലോസിലേക്ക് എത്തുക. അതായത് എങ്ങനെ ഇയർ വണ്ണിൽ സംഭവിച്ചത് നമ്മൾ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റിൽ മെഷീൻ വാങ്ങി ഫാക്ടറിയിൽ എത്തി റെഡി ടു യൂസ് ആക്കി. ഇൻവെന്ററി ഒക്കെ കുറച്ച് വാങ്ങി വെച്ച് കറണ്ട് അസറ്റിലേക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത് ജ്യൂസ് അല്ല ഓറഞ്ചും ഷുഗറും ഒക്കെ വാങ്ങി വെച്ചൊക്കെ സെറ്റ് ആക്കി വെച്ച് ലേബേഴ്സിനൊക്കെ അറേഞ്ച് ചെയ്തു. ഇനി അതിൽ ചെയ്യാൻ പോകുക പറഞ്ഞാൽ അടുത്ത വർഷം അതിന് സെയിൽസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് അതിന്റെ ചെലവ് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കൊരു ലാഭം കിട്ടും അല്ലെ. ലാഭമല്ല നമുക്ക് വേണ്ടത് എത്ര റിയൽ ആയിട്ട് ക്യാഷ് കിട്ടി, എങ്ങനെ ഈ 20,000 എത്തി, എങ്ങനെ 30,000 എത്തി. പിന്നെ ലാസ്റ്റ് ഇയറിൽ കുറച്ച് അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ടാവും. ഓക്കെ, മേ ബി ലാസ്റ്റ് ഇയർ ഇയർ 5 എന്ന് പറഞ്ഞാൽ ഇയർ 5 ആണ് ഇന്റർ ക്യാഷ് ഫ്ലോ ആണ്. അതുപോലെ തന്നെ ഇയർ 5 ആണ് ടെർമിനൽ ക്യാഷ് ഫ്ലോ, ഫൈനൽ ഇയർ ക്യാഷ് ഫ്ലോ. കാരണം ഈ പ്രൊജക്ട് എൻഡ് ആവുന്നത് ഇയർ 5-ലാണ്. 5 വർഷത്തേക്ക് ഈ പ്രൊജക്ട് യൂസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇയർ 5 ആ പ്രൊജക്ട് അവസാനിച്ചാൽ പിന്നെ നമുക്ക് അതിനെക്കൊണ്ട് ആവശ്യമില്ല. അത് നമുക്ക് വിറ്റിട്ട് അടുത്ത പരിപാടി നോക്കണം. അപ്പം കുറച്ച് അഡ്ജസ്റ്റ്മെന്റ്സ് വരും. അതൊക്കെ അപ്പം എത്തുമ്പോൾ മതി. ഞാൻ റഫായിട്ട് പറഞ്ഞതാണ്. സോ ഇന്ന് നമ്മൾ പഠിച്ചത് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്. എങ്ങനെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് കിട്ടുക, പർച്ചേസ് കോസ്റ്റ് ഓഫ് അസറ്റ് അതിലേക്ക് പ്ലസ് എനി കോസ്റ്റ് ഫോർ റെഡി ടു യൂസ് അല്ലെ. ആ ഒരു അസറ്റ് നമ്മൾ ഫാക്ടറിയിൽ എത്തിയിട്ട് റെഡി ടു യൂസ് ആകാൻ വേണ്ടി എന്തൊക്കെ കോസ്റ്റ് വന്നോ അതൊക്കെ നമ്മൾ ആ കോസ്റ്റ് ഓഫ് അസറ്റിലേക്ക് ആഡ് ചെയ്യണം. ഡിപ്രിസിയബിൾ ബേസിലേക്ക് ആഡ് ചെയ്യണം. ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് വരാൻ ചാൻസ് ഉണ്ട്, ഇൻസ്റ്റാളേഷൻ സെറ്റപ്പ് ഇൻഷുറൻസ് ഇതൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഈ എമൗണ്ട് ഒക്കെ ടോട്ടൽ കൂട്ടിയാലാണ് എനിക്ക് കോസ്റ്റ് ഓഫ് അസറ്റ് കിട്ടുക. അതായത് ഡിപ്രിസിയബിൾ ബേസ് അസറ്റ് നമ്മൾ ഡിപ്രിസിയേഷൻ ചെയ്യണം. ഡിപ്രിസിയേഷൻ എന്താണെന്നാണ് നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത്. ഡിപ്രിസിയേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എമൗണ്ട് അല്ലെ. ഇവിടെ 80,000 ആണെങ്കിൽ ഈ 80,000 ആണ് ഞാൻ ഡിപ്രിസിയേറ്റ് ചെയ്ത് കളയേണ്ടത്. പക്ഷേ 80,000 അല്ല എന്റെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് 1 lakh ആണ്. എന്തുകൊണ്ട് 1 lakh ആയി? ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് സമയത്ത് ഒരു നെറ്റ്വർക്കിംഗ് ക്യാപിറ്റൽ ഒരു 20,000 കൂടി ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വന്നു. ഓക്കെ, അത് തൽക്കാലം റൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ബിസിനസ്സിലേക്ക് ഇറക്കിയ ഫണ്ടാണ്. അത് എനിക്ക് തിരിച്ചു കിട്ടും, എപ്പോഴെങ്കിലും തിരിച്ചു കിട്ടും. മേ ബി ഇയർ 1-ലോ 2-ലോ 3-ലോ 4-ലോ ഒക്കെ കിട്ടും. ഇനി ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ പ്രൊജക്ടിന്റെ ലൈഫ് എൻഡ് ആവുന്ന സമയത്ത് എന്തായാലും തിരിച്ചു കിട്ടും. അങ്ങനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, സോ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റും അതിൽ നെറ്റ്വർക്ക് ക്യാപിറ്റലും ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ട്. സോ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ആയിരുന്നു. അത് നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇന്നിപ്പോ സമയമില്ല, എന്നാലും ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഇനി സെക്കൻഡ് നമ്മുടെ ടൈപ്പ് ഓഫ് ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ററിം ക്യാഷ് ഫ്ലോ. ഹെഡിങ് ചെയ്ത് വെച്ചോ, ഇന്ററിം ക്യാഷ് ഫ്ലോസ്.
ഇന്ററിംഗ് ക്യാഷ് ഫ്ലോ ഹെഡ് ചെയ്തിപ്പോ ഏതൊക്കെ ക്യാഷ് ഫ്ലോ ആണ് ഇന്ററിംഗ് ക്യാഷ് ഫ്ലോ എന്ന് ചോദിച്ചാൽ ഇതൊക്കെയാണ് നമ്മൾ ഇന്ററിംഗ് ക്യാഷ് ഫ്ലോ. ഞാൻ ഇയർ 0 ഒരു 1 lakh ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ആക്കിയിട്ട് ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ നിന്നും എനിക്ക് കിട്ടാൻ പോകുന്ന ബെനിഫിറ്റ് ഇയർ 4 5 വർഷമാണ് ആ മെഷീനിക്ക് യൂസ് ചെയ്യാൻ പറ്റുക. ആ മെഷീൻ യൂസ് ചെയ്യുന്ന കാലത്തൊക്കെ എനിക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടിക്കൊണ്ടിരിക്കും അല്ലെ. ഇയർ 1 ആ ബിസിനസ് ആ ഒരു അസറ്റിൽ നിന്ന് ഞാൻ ഉണ്ടാക്കിയെടുത്ത ക്യാഷ് എന്ന് പറഞ്ഞാൽ 20,000, ഇയർ 2 30,000, ഇയർ 4 40,000, ഇയർ 4 50,000, ഇയർ 5 60,000. ഇതൊക്കെയാണ് എനിക്ക് ഫ്യൂച്ചറിൽ കിട്ടാൻ പോകുന്ന ക്യാഷ് ഫ്ലോസ്. ഇതൊക്കെയാണ് കിട്ടുമെന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, ഈ ഇയർ 1 മുതൽ ഇയർ 5 വരെ ഞാൻ ഓപ്പറേഷൻസ് നടത്തുന്നുണ്ട്. ആ അസറ്റ് യൂസ് ചെയ്തിട്ട് ജ്യൂസ് ഉണ്ടാക്കി അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കി ആ ലാഭം എല്ലാം നോക്കിയിട്ട് ക്യാഷ് ഫ്ലോ എത്ര റിയൽ ആയിട്ട് ഓരോ വർഷത്തിൽ എത്ര ക്യാഷ് ഫ്ലോ ഉണ്ടാക്കിയിട്ട് നമ്മൾ കൺസിഡർ ചെയ്ത് ആ ക്യാഷ് ഫ്ലോ ആണ് നമ്മൾ ഇന്ററിംഗ് ക്യാഷ് ഫ്ലോ എന്ന് പറയാം. ഓക്കെ, പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് 3 എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇത് ടെർമിനൽ ക്യാഷ് ഫ്ലോ. ഇതാ ഈ ഇയർ 5 60,000 തന്നെയാണ് ടെർമിനൽ ക്യാഷ് ഫ്ലോ. ഓക്കെ, ഈ ഇയർ 5 60,000 എന്ന് പറഞ്ഞ് കിട്ടിയ എമൗണ്ട് അതിലൊരു ഇന്ററിംഗ് ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞിട്ടുള്ള എമൗണ്ട് ഉണ്ടാവും. അതായത് നമ്മൾ ജ്യൂസ് അടിച്ചിട്ട് ജ്യൂസ് വിറ്റിട്ട് ഉണ്ടാക്കിയ ഒരു ക്യാഷ് ഉണ്ടാവും. അതിലേക്ക് കുറച്ച് അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ ആഡ് ചെയ്യുമ്പോഴാണ് നമ്മളെ ഇന്ററിംഗ് ക്യാഷ് ഫ്ലോ മാറിയിട്ട് ടെർമിനൽ ക്യാഷ് ഫ്ലോ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് എന്ത് പറയാം, ഇയർ 5 എന്ന് പറഞ്ഞാൽ ഇന്ററിം പീരീഡ് ആണ്. കാരണം ഇയർ 1 2 3 4 നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഇയർ 5 സംഭവിക്കുന്നുണ്ട്. ആ ഇയർ 5 പ്രൊജക്ട് അവസാനിക്കുന്നുണ്ട്. ഓക്കെ, പക്ഷെ ഇയർ 1 മുതൽ 4 വരെ എന്തൊക്കെ സംഭവിക്കുന്നുണ്ടോ അതൊക്കെ ഇയർ 5 സംഭവിക്കുന്നുണ്ട്. സെയിൽസ് നടക്കുന്നുണ്ട്, ജ്യൂസ് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് ആ മെഷീൻ യൂസ് ചെയ്തിട്ട്, അതിന് സെയിൽസ് നടക്കുന്നുണ്ട്, ക്യാഷ് കിട്ടുന്നുണ്ട്. ഓക്കെ, സോ ഇയർ 5 എന്ന് പറഞ്ഞാൽ ഒരു ഇന്ററിം പീരീഡ് ആണ്. അതുപോലെ തന്നെ ഇയർ 5 ആണ് നമ്മളെ ടെർമിനൽ പീരീഡും, ടെർമിനൽ ക്യാഷ് ഫ്ലോ അല്ലെങ്കിൽ ടെർമിനൽ പീരീഡ്. സോ നമ്മൾ ഇയർ 1 മുതൽ 4 വരെ എങ്ങനെയാണോ ക്യാഷ് ഫ്ലോ കണ്ടെത്തിയത് അതേ സെയിം രൂപത്തിൽ നമ്മൾ ഇയർ 5 കണ്ടുപിടിക്കും. എന്നിട്ട് അതിലേക്ക് കുറച്ച് അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ വരുത്തിയിട്ടാണ് നമ്മൾ ഇന്ററിംഗ് ക്യാഷ് ഫ്ലോനെ കൺവേർട്ട് ചെയ്യുന്നത് ടെർമിനൽ ക്യാഷ് ഫ്ലോയിലേക്ക്. ഓക്കെ, അപ്പം എന്തൊക്കെ അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ വരാമെന്ന് നമ്മൾ പഠിക്കും ഇൻ ഡീറ്റെയിൽ ആയിട്ട്. സോ ഇന്ന് നമ്മൾ പഠിച്ചത് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ആണ്. അത് ഞാൻ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നാളെ നമുക്ക് എന്ത് ചെയ്യാം, ഇന്ററിംഗ് ക്യാഷ് ഫ്ലോയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ററിംഗ് ക്യാഷ് ഫ്ലോ നിങ്ങൾ ഹെഡിങ് ചെയ്തില്ലേ, നമുക്ക് സമയമില്ല, ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ പറയാം. ഇന്ററിംഗ് ക്യാഷ് ഫ്ലോയിലേക്ക് 2 ടോപ്പിക്കാണ് നമുക്ക് എക്സ്ട്രാ വരുന്നത്. നെറ്റ്വർക്കിംഗ് ക്യാപിറ്റൽ അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു, അതായത് കറന്റ് അസറ്റ് മൈനസ് കറന്റ് ലയബിലിറ്റി. ഒരു ടോപ്പിക് കൂടി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം, ഡിപ്രിസിയേഷൻ. ഓക്കെ, ഇനിയിപ്പോ ഒരു 4 മിനിറ്റും കൂടി ഉണ്ട്. നാളെ സ്റ്റാർട്ടിങ് നമുക്ക് ഡിപ്രിസിയേഷൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യും. ഡിപ്രിസിയേഷനും കൊണ്ട് കിട്ടുന്ന ഒരു കാര്യമൊക്കെ ഡിപ്രിസിയേഷനും കൊണ്ട് ഒരു ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്, അതും കൺസിഡർ ചെയ്തിട്ട് ഈ നെറ്റ്വർക്ക് ക്യാപിറ്റലിലും ഡിപ്രിസിയേഷന്റെയും കോൺസെപ്റ്റ് ക്ലിയർ ആയാൽ നമുക്ക് ഇന്ററിംഗ് ക്യാഷ് ഫ്ലോന്റെ ഫോർമാറ്റ് സിമ്പിൾ ആയിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ടെർമിനലിലേക്ക് പോകും. സോ നാളെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, ഡിപ്രിസിയേഷൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ അതിന് മുന്നേ എന്താണ് ഡിപ്രിസിയേഷൻ, ആരാധന എന്തൊക്കെ അറിയാം ഡിപ്രിസിയേഷനെ കുറിച്ചിട്ട്? ഫസ്റ്റ് പഠിച്ചിട്ടുണ്ട്, ഡിഗ്രി പഠിച്ചിട്ടുണ്ട്. ഡിപ്രീസിയേഷൻ ഇങ്ങനെ പെർസെന്റേജ് വരും. അപ്പൊ നമ്മൾ അസറ്റിന്റെ മുകളിൽ പെർസെന്റേജ് കണ്ടിട്ട് അതിനെ ഡിഡക്ട് ചെയ്യും. ഓക്കെ, പല പേരിൽ പഠിച്ചിട്ടുണ്ടോ? മുബസിറ, എന്താ ഡിപ്രിസിയേഷൻ? മെഷീനറിയുടെ യൂസ്ഫുൾ ലൈഫിന് നമ്മൾ കൊടുക്കുന്ന ഒരു വാല്യൂ റീച്ച് ചെയ്യാനുള്ള ഓക്കെ, സുബിത, ഡിപ്രിസിയേഷനെ കുറിച്ച് എന്തൊക്കെ അറിയാം? ഇതന്നെ ഇതിന്റെ ലൈഫ് വരുന്ന മെയിൻ്റനൻസ് ഒക്കെ നമ്മൾ കൊടുക്കണം. ഓക്കെ, അതിനെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കണം. അതായത് +1 +2 പണ്ട് പഠിച്ചത് ഡിക്രീസ് ഇൻ ദ വാല്യൂ, ഇങ്ങനൊന്നും അല്ല കേട്ടോ. +1 +2 നമ്മൾ പഠിച്ചത് ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് അസറ്റ്. ഇങ്ങനെ എഴുതല്ലേ, തെറ്റാണ്. ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് അസറ്റ് ഡ്യൂ ടു വിയർ ആൻഡ് ടിയർ. അങ്ങനെ നിങ്ങൾ കേട്ടായിരുന്നോ? ആരാധന കേട്ടായിരുന്നോ? അവസാനം ഫസ്റ്റ് എഴുതിയത് ആരാധന. യെസ് സർ. ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് അസറ്റ് ഡ്യൂ ടു വിയർ ആൻഡ് ടിയർ. അതായത് നമ്മുടെ അസറ്റിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇവിടെ 80,000 ആണ്. നമ്മുടെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് 1 lakh ആണ്. പക്ഷെ 1 lakh മൊത്തം അസറ്റിന്റെ കോസ്റ്റ് അല്ല. ഈ 1 lakh വെറും 80,000 ആണ് നമ്മൾ അസറ്റിന് വേണ്ടി ചെലവാക്കിയത്, അഥവാ കോസ്റ്റ് ഓഫ് അസറ്റ്. അതായത് ഈ പർച്ചേസ് കോസ്റ്റ് ഓഫ് അസറ്റ്, അതുപോലെ തന്നെ പ്ലസ് എനി അതർ കോസ്റ്റ് ഡിഡ്യൂസ്, അത് ടോട്ടൽ ആഡ് ചെയ്താൽ നമുക്ക് 80,000 കിട്ടും അല്ലേ. ഈ 80,000 വാല്യൂ കുറഞ്ഞു വരും. അതായത് ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് അസറ്റ്. ഈ 80,000 കുറഞ്ഞു വരും, എന്നിട്ട് 0 എത്തും. അതല്ലേ ഡിപ്രിസിയേഷൻ. ഓരോ വർഷം ഓരോ എക്സ്പെൻസ്
ഇയർ 1 ഒരു എക്സ്പെൻസ്, അത് ലെസ് ചെയ്താൽ ഒരു വാല്യൂ കിട്ടും. അങ്ങനെ കുറച്ച് കുറച്ച് വെച്ച് സീറോയിൽ എത്തും അല്ലേ. ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ഡ്യൂ ടു വിയർ ആൻഡ് ടയർ, അഥവാ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ തേയ്മാനം എന്നൊക്കെ നമ്മൾ പറയും അല്ലേ. അതെല്ലാം നമ്മൾ ഡിപ്രിസിയേഷനെ കുറിച്ച് പഠിച്ചേ. പക്ഷെ അങ്ങനെ ഒന്നുമല്ല ഡിപ്രിസിയേഷൻ. ഡിപ്രിസിയേഷൻ വേറെ തന്നെ ഒരു കോൺസെപ്റ്റ് ആണ്. നമ്മൾ ഒരുപാട് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് പഠിച്ചിട്ടുണ്ട്. അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്, ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് അല്ലേ. ഇത് നമുക്ക് ആവശ്യമില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞു. ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്, ബിസിനസ് എൻറ്റിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സും ആ ബിസിനസിന്റെ ഓണറും സെപ്പറേറ്റ് എൻറ്റിറ്റിയാണ്. ഓക്കെ, ഞാനൊരു ബിസിനസ് നടത്തുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നിയ പോലെ അതിന് ക്യാഷ് എടുക്കാനൊന്നും പറ്റൂല. ഓക്കെ, ഞാൻ ആ ബിസിനസ്സിലേക്ക് ഒരു 5 ലക്ഷം ഇറക്കിയിട്ടുണ്ടെങ്കിൽ ആ ബിസിനസ്സിന് എന്റെ മേലുള്ള ഒരു ബാധ്യതയാണ്, ക്യാപിറ്റലായിട്ടാണ് കൺസിഡർ ചെയ്യണം. ഇനി ആ ബിസിനസ്സിൽ നിന്ന് ഞാൻ കുറച്ച് പൈസ എടുത്താൽ എന്റെ സ്വന്തം ബിസിനസ് അല്ലേ എന്ന് പറഞ്ഞ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഡ്രോയിങ്സ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അത് അക്കൗണ്ടിങ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം അതുപോലത്തെ ഒരുപാട് പ്രിൻസിപ്പിൾ, ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് പ്രിൻസിപ്പിൾ, മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ്, മെറ്റീരിയാലിറ്റി പ്രിൻസിപ്പിൾ, അതായത് മോണിറ്ററി ടേംസിലുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഒരു 8 to 10 അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് നമ്മൾ +1 അക്കൗണ്ടൻസിയിൽ സ്റ്റാർട്ടിങ്ങിൽ പഠിക്കുന്നുണ്ട്. അതിലെ ഒരു പ്രിൻസിപ്പിൾ ആണ്, അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ് ആണ് മാച്ചിങ് പ്രിൻസിപ്പിൾ. ഓക്കെ, ഈ മാച്ചിങ് പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അല്ലാണ്ട് നമ്മുടെ ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് അസറ്റ് ഡ്യൂ ടു വിയർ, അതാണ് സംഭവിക്കുന്നത്. ശരിയാണ്. ഓക്കെ, അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. പക്ഷേ ആക്ച്വൽ ഡിപ്രിസിയേഷന്റെ ഒരു ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ഡ്യൂ ടു വിയർ ആൻഡ് ടയർ, അഥവാ തേയ്മാനം, അങ്ങനൊന്നല്ല. മാച്ചിങ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞൊരു പ്രിൻസിപ്പിൾ ഉണ്ട്. 9 മണി, അതായത് നമ്മളെ ഒരു അസറ്റിൽ നിന്നും കിട്ടുന്ന റവന്യൂ. ഓക്കെ, നമ്മുടെ റവന്യൂ ഉണ്ടല്ലോ, നമ്മളെ റവന്യൂക്ക് മാച്ച് ആയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, നമ്മുടെ എക്സ്പെൻസ് റെക്കോർഡ് ചെയ്യാൻ. ഓക്കെ, ഇതാണ് മാച്ചിങ് പ്രിൻസിപ്പിൾ. നമ്മളെ റവന്യൂക്ക് മാച്ച് ആയിട്ട് വേണം നമ്മൾ എക്സ്പെൻസ് റെക്കോർഡ് ചെയ്യാൻ. ഓക്കെ, അത് പ്രകാരമാണ് ഡിപ്രിസിയേഷൻ എന്നുള്ള ഒരു കോൺസെപ്റ്റ് വർക്ക് ചെയ്യുന്നത്. സോ 9 മണി നമുക്ക് നാളെ എന്ത് ചെയ്യാം, ഈ മാച്ചിങ് പ്രിൻസിപ്പിളും ഡിപ്രിസിയേഷനും എങ്ങനെയാണ് കണക്ട് ആവുന്നതെന്ന് വെച്ച് തുടങ്ങാം. അങ്ങനെ ഡിപ്രിസിയേഷൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇൻഡറിങ് ക്യാഷ് ഫ്ലോയിലേക്ക് കടക്കാം. അങ്ങനെ ഇൻഡറിങ് ക്യാഷ് ഫ്ലോ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റും ഇൻഡറിങ് ക്യാഷ് ഫ്ലോയും മാത്രം വെച്ചിട്ട് ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ചെയ്യും. അത് സിമ്പിൾ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങനെ ഇൻഡറിങ് ക്യാഷ് ഫ്ലോനെ ടെർമിനലിലേക്ക് കൺവേർട്ട് ചെയ്യാനൊക്കെ പഠിച്ചിട്ട്, ടെർമിനൽ ക്യാഷ് ഫ്ലോയിലാണ് കുറച്ചൊന്ന് ചിന്തിക്കാനുള്ളത്. ഓക്കെ, കുറച്ചൊരു അഡ്ജസ്റ്റ്മെന്റ്സ് വരുന്നത് ടെർമിനൽ ക്യാഷ് ഫ്ലോ. സോ നിങ്ങൾ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് നെറ്റ് ക്യാപിറ്റൽ നോക്കുക. പിന്നെ സമയം ഉണ്ടെങ്കിൽ കാണാൻ ടെസ്റ്റ് വായിക്കാൻ നിർബന്ധമൊന്നുമില്ല. നാളെ നമുക്ക് ഡിപ്രിസിയേഷൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് ഡിപ്രിസിയേഷൻ കറക്റ്റ് പഠിച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇൻഡറിങ് ക്യാഷ് ഫ്ലോ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ നാളെ 7 PM. ആരാധന ഓക്കെ അല്ലേ? എന്തെങ്കിലും ചോദിക്കാണ്ടോ? ഓക്കെ സർ. ഒന്നുമില്ല. ചോദിച്ചു. എന്തെങ്കിലും ചോദിച്ചാലോ? ആരാധന സർ ഒന്നുമില്ല, ക്ലിയർ ആണ്. ക്ലിയർ ആണ്. ഞാൻ എന്തോ ചോദിച്ച പോലെ തോന്നി. ഓക്കെ, സോ എന്ത് ചെയ്യാം, നമുക്ക് നാളത്തെ ക്ലാസ്സിലാണോ? നാളെ 7 PM. ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ, സർ. താങ്ക് യു. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ.